എം ഹമാര ചാർജ് ന്യൂട്രി ചാർജ് എന്തായാലും അടുത്തടുത്ത് തന്നെ ഈ പ്രോഗ്രാമുകൾ തരാൻ സാധിച്ചതിൽ വളരെയധികം സൗഭാഗ്യം. കാരണം എന്തായാലും നമുക്ക് കുറച്ച് ദിവസം, ഞാനിപ്പോൾ 2-ാം തീയതി വരെ ഇവിടെ ഉള്ളൂ. 1-ാം തീയതി ഇൻഫാക്ട് 1-ാം തീയതി ഞാൻ തിരിച്ചു പോകും രൂപാന്തരൻ യാത്രയിലേക്ക് ജോയിൻ ചെയ്യാൻ. അപ്പോൾ ആ സമയം കിട്ടുന്ന ഗ്യാപ്പിലൊക്കെ മാക്സിമം പ്രോഗ്രാം ഇവിടെ എടുക്കട്ടെ എന്ന് വിചാരിച്ചു. മഴ ഒരു കളി കളിക്കുന്നുണ്ടെങ്കിലും ചില സമയം നടുവിൽ നമ്മൾ ബ്രേക്കൊക്കെ ആവും, ടെക്നോളജി ആണല്ലോ. പക്ഷെ എന്നാലും തിരിച്ചു വരും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ യാത്രയിലായാലും ഞാനിങ്ങനെ രാത്രിയോ അല്ലെങ്കിൽ പകല് വരാൻ പറ്റത്തില്ല. കാരണം പകല് മിക്കവാറും യാത്രയിലായിരിക്കും, അല്ലെങ്കിൽ രൂപാന്തരൻ യാത്ര സെലിബ്രേഷനിലായിരിക്കും. അപ്പൊ രാത്രി 8:45 ഇടയ്ക്കിടയ്ക്ക് ഏതെങ്കിലും ഇന്ത്യയിലെ ഒരു കോണറിന്ന് ഞാൻ നിങ്ങളെ കാണാൻ എന്തായാലും വരും. കാരണം അതില്ലാതെ എന്താഘോഷം അല്ലേ? അതുകൊണ്ട് വളരെ സന്തോഷം, ഇങ്ങനെയൊക്കെ ആകാൻ പറ്റി, ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റി, നിങ്ങളൊക്കെ നേരിട്ട് കാണാൻ പറ്റി. ഇപ്പൊ വന്നിട്ട് 4-5 ദിവസമായതേ ഉള്ളൂ. പക്ഷെ വീട്ടിൽ നിന്നിട്ടേ ഇല്ല ഞാൻ. കണ്ടിന്യൂസ് പ്രോഗ്രാം ആയിരുന്നു. അപ്പൊ ഇന്ന് ഇരിട്ടിയിൽ പ്രോഗ്രാം ആയിരുന്നു, നാളെ മട്ടന്നൂർ പ്രോഗ്രാമാണ്. അങ്ങനെ ഓരോ ദിവസമാണ്. പിന്നെ ഇത് കഴിഞ്ഞാൽ നേരെ സൗത്തിലേക്ക് പോകും. അപ്പൊ അവിടെ തിരുവനന്തപുരം, പിന്നെ കോട്ടയം, പിന്നെ വൈക്കം, അങ്ങനെ പല സ്ഥലങ്ങളിലുമാണ് പ്രോഗ്രാം. തിരിച്ചു വന്നു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും നോർത്തിലേക്ക് പോകും. അത് കാസർഗോഡ്, കാഞ്ഞങ്ങാട്, ഇതെല്ലാം കഴിഞ്ഞിട്ട് തിരിച്ച് പിന്നെ ഇന്ത്യയുടെ നോർത്തിലേക്ക് പോകും. അപ്പോൾ അങ്ങനെ കുറച്ച് ബിസി ആയിട്ടുള്ള ഒരു സമയം. എനിക്ക് തോന്നുന്നു ബിസി ആയിരിക്കുന്നല്ലേ നല്ലത്. നമ്മൾ വെറുതെ ഇരിക്കുന്നതിനേക്കാൾ നല്ലത് ബിസി ആയിരിക്കുന്നതായിരിക്കും നല്ലത്. അതുകൊണ്ട് സന്തോഷം, വീണ്ടും ഈ പരിപാടിയിലേക്ക് വരാൻ പറ്റിയതിൽ സന്തോഷം. അതുമാത്രമല്ല, ഇന്ന് നമ്മള് ന്യൂട്രി ചാർജിന് 23 പ്രോഡക്റ്റുകൾ ഉണ്ടെന്ന് എല്ലാവർക്കും എന്തായാലും മനസ്സിലായിട്ടുണ്ടാവും. കാരണം അതിന്റെ പോസ്റ്റ് തന്നെ എങ്ങനെയാ വന്നത്. അപ്പൊ ആ 23 പ്രൊഡക്റ്റുകളും ദൈവത്തിന് സ്തുതി, ഞാൻ തന്നെയാണ് ലോഞ്ച് ചെയ്തത്. ആ ഒരു സൗഭാഗ്യം എനിക്ക് കിട്ടി. ആ 23 പ്രൊഡക്റ്റ് നിങ്ങളുടെ മുന്നിൽ ഇന്ന് ഒരു മാലപ്പടകം പോലെ അവതരിപ്പിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കാരണം നമുക്ക് ഏകദേശം 23 പ്രൊഡക്റ്റ് ഒക്കെ ഓർമ്മ വരും. പലതും നമ്മളൊക്കെ മറന്നുപോയിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് എന്താണ് എന്തെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, അപ്പൊ പെട്ടെന്ന് തന്നെ നമുക്ക് പ്രോഗ്രാമിലേക്ക് കിടക്കാം. കാരണം 23 പ്രൊഡക്റ്റ് പറയാൻ എന്തായാലും കുറച്ച് സമയം എന്തായാലും വേണം. അപ്പോൾ അത് ഷോർട്ടസ്റ്റ് വേ പോസിബിൾ, എന്നാൽ നിങ്ങൾക്ക് എല്ലാം മനസ്സിലാകുന്ന രൂപത്തിൽ അതിന്റെ ഇൻഗ്രീഡിയന്റ് ഒക്കെ എടുത്തു വെച്ചിട്ട് നമുക്ക് സംസാരിക്കാം. പക്ഷെ കാലാവസ്ഥ വളരെ അനുകൂലമല്ല, പ്രതികൂലമാണ്. ഇവിടെ നല്ലോണം മഴ പെയ്യുന്നുണ്ട്. എന്താ സംഭവിക്കാന്ന് അറിയില്ല. പക്ഷെ എന്നാലും നമുക്ക് ശുഭാപ്തി വിശ്വാസമാണല്ലോ എല്ലാം. അപ്പൊ നമുക്ക് ഐശ്വര്യത്തോടെ വലതുകാലം വെച്ചിട്ട് ഇന്നത്തെ പരിപാടിയിലേക്ക് കടക്കാം. അപ്പൊ ന്യൂട്രി ചാർജ് എന്നും പറയുന്നത് പോലെ തന്നെ സബ്സെ പെഹലെ സെഹത്ത്. ആദ്യം വേണ്ടത് ആരോഗ്യമാണ്. ആരോഗ്യമില്ലെങ്കിൽ ഒന്നുമില്ല സുഹൃത്തുക്കളെ. അതുകൊണ്ട് ആരോഗ്യം കണ്ടെത്തണമെങ്കിൽ ഈ പറയുന്ന പ്രോഡക്റ്റുകൾ പറയുന്നത് പോലെ, പറഞ്ഞു തന്നത് പോലെ കഴിക്കുകയും മുടങ്ങാതെ കഴിക്കുകയും അതിന്റെ കൂടെ വ്യായാമം ചെയ്യുകയും വെള്ളം കുടിക്കുകയും അതിന്റെ കൂടെ വേണ്ടാത്തത് അനാരോഗ്യകരമായിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഒഴിവാക്കുകയും ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം വന്ന പ്രോഡക്റ്റ് ആണ് ന്യൂട്രി ചാർജ് മാൻ. അപ്പൊ ഈ ഒരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്ത് ഏകദേശം 14 വർഷം, 2011 ഇതിന്റെ ലോഞ്ചിങ്. അപ്പോൾ അന്ന് ഞാൻ ആദ്യമായിട്ട് ഈ പ്രൊഡക്റ്റുമായിട്ട് കേരളത്തിലോട്ട് വന്നു. പിന്നെ അവിടെ നിന്ന് ഒരു യാത്ര തന്നെയായിരുന്നു. ആ യാത്രയുടെ ഒരു ഒരു ചെറിയൊരു ട്രെയിലറാണ് ഇന്ന് ഇവിടെ കാണിക്കാൻ പോകുന്നത്. എങ്ങനെയാണ് നമ്മൾ ആദ്യത്തെ പ്രൊഡക്റ്റ് മുതൽ യാത്ര ചെയ്ത് 23 പ്രൊഡക്റ്റ് എത്തിയത്. അപ്പൊ ന്യൂട്രി ചാർജ് മാൻ ഇത് എല്ലാവർക്കും പറയുന്ന പോലെ മൾട്ടി വിറ്റമിൻ മൾട്ടി മിനറൽ ടാബ്ലറ്റ് എന്ന് പറയുമെങ്കിലും അതല്ല ഇത്. അതിനേക്കാളും കൂടുതൽ പലതും ഇതിലുണ്ട്. ആദ്യമായിട്ടായിരുന്നു പുരുഷന് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ടുള്ളൊരു ഒരു ഒരു പോഷകാഹാര ടാബ്ലറ്റ്, സ്ത്രീകൾക്ക് വേണ്ടി പ്രത്യേകമായിട്ടുള്ള പോഷകാഹാര ടാബ്ലറ്റ്. കാരണം പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു 10-20 സാധനം കൂട്ടി ചേർത്ത് അലിച്ച് ഒരു പ്രൊഡക്റ്റ് അങ്ങ് കൊടുക്കും. അത് തന്നെയായിരുന്നു സ്ത്രീയും കഴിച്ചുകൊണ്ടിരുന്നത്, അത് തന്നെ പുരുഷനും കഴിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ചില ആൾക്കാർക്ക് ഗുണം കിട്ടുന്നു, ചില ആൾക്കാർക്ക് ഗുണം കിട്ടുന്നില്ല. അതൊന്നും ആരും അറിയുന്നുമില്ല. പക്ഷെ ശരീരങ്ങളൊക്കെ പരിശോധനയും റിസർച്ചൊക്കെ ചെയ്തപ്പോഴാണ് മനസ്സിലായത് പുരുഷന്മാർക്ക് വേണ്ട പോഷകതത്വങ്ങൾ സ്ത്രീകളെക്കാളും വ്യത്യസ്തമാണ്. അവരെക്കാളും കൂടുതൽ, പുരുഷനേക്കാളും കൂടുതൽ സ്ത്രീകൾക്ക് വേണം. അപ്പൊ അങ്ങനെ ഒരു കൺസെപ്റ്റിൽ വന്നതിന് ശേഷമാണ് ഇങ്ങനെ ന്യൂട്രി ചാർജ് മാൻ എന്നുള്ള ഒരു പ്രൊഡക്റ്റ്. ഇതാണ് ആദ്യമായിട്ട് ലോഞ്ച് ചെയ്തത്. ഇതിൽ എഴുതി വെച്ചതുപോലെ ഇത് മൾട്ടി വിറ്റമിൻ ആണ്, മൾട്ടി മിനറൽ ആണ്. ഇതിന്റെ അകത്ത് ബൊട്ടാനിക്കൽസ് ഉണ്ട്, ഇതിന്റെ അകത്ത് അമിനോ ആസിഡ്സ് ഉണ്ട്. എല്ലാം കൂടി ചേർത്തിട്ടുള്ള ഒരു മഹത്തരമായിട്ടുള്ള പുരുഷന് വേണ്ടിയിട്ടുണ്ടാക്കിയ പ്രൊഡക്റ്റ് ആണ്. അപ്പോൾ ഇത് ഞാൻ എല്ലാം പറയുന്ന പോലെ ആ ബോക്സ് വെച്ച് തന്നെ നമുക്ക് കുറെ സംസാരിക്കാൻ പറ്റും. ഒന്ന് FSSAI അപ്രൂവ്ഡ് ആണ്. അപ്പൊ നമ്മളുടെ ഒട്ടുമിക്ക പ്രോഡക്റ്റുകളും FSSAI, അതായത് ഫുഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ, നമുക്ക് ഗ്രീൻ സിഗ്നൽ തന്ന ലൈസൻസ്ഡ് ആണ്. ഓക്കെ, അതുകൊണ്ട് ആർക്കും കൊടുക്കാം നമുക്ക് കഴിക്കാൻ. പിന്നെ വെജിറ്റേറിയൻ ആയതുകൊണ്ട് യൂണിവേഴ്സൽ ആണ്. അതുകൊണ്ട് അന്വേഷിച്ച് പോകേണ്ട ആവശ്യമില്ല. ഇത് വെജിറ്റേറിയൻ ആണോ നോൺ വെജിറ്റേറിയൻ ആണോ കൊടുക്കുന്ന ആൾ കഴിക്കാം. പിന്നെ 33 പോഷക തത്വങ്ങളാൽ സമൃദ്ധമാണ്. പക്ഷേ ഇവിടെ എന്ത് പറഞ്ഞാലും
വീട്ടിന്റെ വെളിയിൽ കൂടുതലും അഹോരാത്രം ഓടി നടക്കുന്നത് പുരുഷന്മാർ തന്നെയാണ് കമ്പാരിറ്റീവ്ലി. ഇപ്പോൾ ലേശം വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പോഴും പുരുഷന്മാർ തന്നെയാണ് അതിഭീകരമായിട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്, വീട്ടിൽ എപ്പോഴെങ്കിലും വരുന്നതും. ആ ജോലി സംബന്ധമായിട്ടുള്ള പ്രഷറുണ്ട്, വീട്ടു സംബന്ധമായിട്ടുള്ള പ്രഷറുണ്ട്. അങ്ങനെ ഒട്ടനവധി പ്രഷറുകൾ കൂടെ യാത്ര ചെയ്യുമ്പോൾ ഈ വ്യക്തിയുടെ ലൈഫ് സ്റ്റൈൽ തന്നെ വളരെ ഹെക്റ്റിക് ആയി. അപ്പൊ ജീവിതശൈലി വളരെ ഹെക്റ്റിക് ആയി മാറുന്നു. അപ്പൊ ജീവിതശൈലി മാറിയാൽ ജീവിതശൈലി രോഗം വരുമെന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇങ്ങനത്തെ ഒരു ഹെക്റ്റിക് ലൈഫ് സ്റ്റൈലിലേക്ക് വരുമ്പോൾ അദ്ദേഹം പലതും മറന്നുപോകും. സമയത്തിന് ഭക്ഷണം കഴിക്കാൻ മറന്നുപോകും, കഴിക്കുന്ന ഭക്ഷണത്തിൽ പോഷകമുണ്ടോ എന്ന് മറന്നുപോകും, വ്യായാമം ചെയ്യാൻ മറന്നുപോകും. അങ്ങനെ വരുമ്പോൾ ഇറഗുലറായിട്ടുള്ള ഭക്ഷണ രീതിയും അതുപോലെ തന്നെ സമീകൃതമല്ലാത്ത ആഹാരങ്ങളും കഴിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരും. പിന്നെ വേറൊരു കാര്യം കൂടി എന്താ വെച്ചാൽ, ഇങ്ങനെയൊക്കെ ആകുന്നത് ആ വ്യക്തിക്ക് വേണ്ട പോഷക തത്വങ്ങൾ ശരിയായ അളവിൽ ലഭ്യമാവാറില്ല എന്നുള്ളതാണ്. അപ്പോ ഇതെല്ലാം കൂടെയും, പിന്നെ ഇങ്ങനെ തീരെ സമയമില്ലാത്ത, ഭക്ഷണം പോലും കഴിക്കാൻ സമയമില്ലാത്ത ഒരു വ്യക്തിക്ക് എങ്ങനെയാ വ്യായാമം ചെയ്യാൻ സമയം കിട്ടുക? അപ്പോൾ അതും കൂടി ചേർന്ന് വരുമ്പോൾ എന്തൊക്കെ റിസൾട്ടുകളായിരിക്കും ഈ വ്യക്തിക്ക് കിട്ടാൻ പോകുന്നത് നമുക്ക് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാവും. അതാണ് ഇവിടെ കാണിച്ചു വെച്ചിരിക്കുന്നത്. ഈ മുഖങ്ങളൊക്കെ പല ആൾക്കാർക്കും അവരുടേതായി തോന്നിയേക്കാം, തോന്നിയാൽ യാദൃശ്ചികമല്ല, യാഥാർത്ഥ്യമാണെന്ന് മനസ്സിലാക്കുക. ഇങ്ങനത്തെ മുഖങ്ങൾ പല ആൾക്കാരും കാണുന്നുണ്ടാവും, നിങ്ങളുടെ വീട്ടിലുണ്ടാവും, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഉണ്ടാവും, നിങ്ങളുടെ പരിസരത്തുണ്ടാവും. അങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഞാൻ ഈ പറഞ്ഞ കാര്യം മാത്രം ഓർത്താൽ മതി. അപ്പം പുവർ ഇമ്മ്യൂണിറ്റി, രോഗപ്രതിരോധ ശേഷി കുറഞ്ഞു പോകുക, പ്രിമച്യൂർ ഏജിങ്, വലതു ഭാഗത്തോട്ട് പോകുമ്പോൾ പ്രിമച്യൂർ ഏജിങ്, പ്രായാധിക്യം വളരെ പെട്ടെന്ന് വരിക, അതായത് പ്രായം കുറവാണ് പക്ഷെ കണ്ടാൽ വളരെയധികം പ്രായം തോന്നിക്കുക. പിന്നെ ഫറ്റീഗ്, അമിതമായിട്ടുള്ള ക്ഷീണം, പിന്നെ ഫിസിക്കൽ ആൻഡ് മെന്റൽ സ്ട്രെസ്, ശാരീരികവും മാനസികമായിട്ടുള്ള സമ്മർദ്ദമില്ലെങ്കിലും കൂടുതലുണ്ട്. പക്ഷെ ഞാൻ വീണ്ടും വീണ്ടും പറയണം കേട്ടോ, സമ്മർദ്ദം ഒഴിവാക്കാൻ ശ്രമിക്കണം. പല ആൾക്കാർ എന്റെ മുമ്പിൽ വന്നിട്ട് പറയും, സാർ സമ്മർദ്ദമില്ലാതെ എങ്ങനെയാണ്? എന്ത് ഉണ്ടെങ്കിൽ ആ സമ്മർദ്ദം എന്തുകൊണ്ടാണോ വന്നത് അത് മാറിക്കിട്ടണം. അത് മാറുന്നില്ലല്ലോ, ഇരട്ടിയാവില്ലേ ചെയ്യുന്നത്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ബേസിക്കലി നമ്മൾ അകറ്റി നിൽക്കുക, ഇതിൽ നിന്ന് മാറി നിൽക്കണം. കൂടുതൽ സന്തോഷവാനാകാൻ ശ്രമിക്കണം, കൂടുതൽ സന്തോഷം കിട്ടുന്ന ഇടങ്ങൾ തേടി പോകണം, മനസമാധാനം കിട്ടുന്ന കാര്യങ്ങൾ ചെയ്യണം. അല്ലാതെ ടെൻഷൻ അടിച്ചത് കൊണ്ട് യാതൊരു കാര്യമില്ല, ഉള്ളതും ഇല്ലാതെ. പിന്നെ ലാക്ക് ഓഫ് എനർജി, നമ്മുടെ ശരീരത്തിൽ വേണ്ട ഊർജ തീരെയില്ലാതെയായി പോകുക. ഇങ്ങനെ ആവുമ്പോൾ നമുക്ക് ശാരീരികവും മാനസികമായിട്ട് ചെയ്യാനുള്ള എഫിഷ്യൻസി നഷ്ടപ്പെട്ടു, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഇങ്ങനത്തെ ഒരു പ്രക്രിയകൾ കൂടെയാണ് പുരുഷൻ എല്ലാ ദിവസവും പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഓട്ടം തന്നെയാണ്, ഓട്ടപ്പാച്ചിൽ എന്നൊക്കെ പറയില്ലേ, അതാണ് സംഭവം. അപ്പൊ പലതും മറന്നു പോകുന്നു എന്നുള്ളതാണ്. പല ആൾക്കാരും എന്നോട് പറയുന്നുണ്ട്, സാർ ഇന്നലെ എനിക്ക് നമ്മളെ PVMF കഴിക്കാൻ പറ്റിയില്ല, കാരണം രാവിലെ 4 മണിക്ക് പോയതായിരുന്നു, രാത്രി 10 മണിയായി തിരിച്ചു വരാൻ. എന്താണ് അതിനർത്ഥം? ജസ്റ്റ് ഇമാജിൻ, നമ്മൾ ബാക്കിയെല്ലാം ചെയ്യുന്നില്ലേ, പിന്നെ എന്തുകൊണ്ടാണ് ഇത് വിട്ടുപോകുന്നത്? ഇത് വിടരുത്, ബാക്കി എന്ത് വിട്ടുപോയാലും ഇത് വിടാൻ പാടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്, റൈറ്റ്? പിന്നെ ശരിയായിട്ട് ന്യൂട്രിചാർജ് മാൻ ഡെയിലി ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ PVMF ബ്രേക്ക്ഫാസ്റ്റ് കൂടെ ഇതും ഒരു ഭാഗമാക്കിയാൽ പിന്നെ നിങ്ങൾക്ക് വേറെ ഒന്നും കഴിക്കേണ്ടി വരും, ഇത് മാത്രം കഴിച്ചാൽ മതി. അപ്പൊ ഈ ന്യൂട്രിചാർജ് മാൻ കഴിക്കുമ്പോൾ നിങ്ങൾക്ക് 30 ലഭിച്ചു, റൈറ്റ്? 13 വൈറ്റമിൻസ്, 4 ബോട്ടാണിക്കൽസ്, 3 അമിനോ ആസിഡ്സ്, ഇങ്ങനെല്ലാം കൂടിയിട്ടാണ് ഇത് 33 ആവുന്നത്. അപ്പോ 13 മിനറൽസ് നിങ്ങൾ കഴിക്കുമ്പോൾ നിങ്ങൾക്ക് സ്ട്രെങ്ത് കിട്ടുന്നു, സ്റ്റാമിന കിട്ടുന്നു, ഇമ്മ്യൂണിറ്റി കിട്ടുന്നു, അസ്ഥികൾക്ക് ബലം കിട്ടുന്നു. ഇതൊക്കെ തന്നെയാണല്ലോ എല്ലാവർക്കും ഇല്ലാതെ പോകുന്നത്, അല്ലേ? അപ്പൊ ഇതൊക്കെ കിട്ടും. പിന്നെ 13 മിനറൽസ് ഇതാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി 13 വൈറ്റമിൻസ് കുറെ, അതുകൊണ്ട് കോശങ്ങൾക്ക് ക്ഷീണം സംഭവിക്കില്ല. അതുകൊണ്ട് പിന്നീട് കോശങ്ങൾ കൊണ്ട്, അല്ലെ കോശങ്ങളുടെ അനാരോഗ്യത കൊണ്ട് മഹാമാരകമായിട്ടുള്ള ക്യാൻസർ പോലത്തെ ഒരുവിധം വ്യാധി പോലും നിങ്ങൾക്ക് ഉണ്ടാവാതെ നിൽക്കും. പിന്നെ മെറ്റാബോളിസം ചെയ്യാൻ ഈ 13 വൈറ്റമിൻസും 13 മിനറൽസും ഒരുമിച്ച് തന്നെ വേണം, എന്നാൽ മാത്രം ശരിക്ക് നമുക്ക് മെറ്റാബോളിസം തന്നെ നടക്കത്തുള്ളൂ. ഇത് അധികം ഒന്നും വേണ്ട കേട്ടോ, മൈക്രോ മോളിക്യൂൾസ് ആണ്, മൈക്രോ ന്യൂട്രിയൻസ് കുറച്ച്, പക്ഷെ അത് വേണം. വലിയ വലിയ മെഷീനുകളിൽ ചെറിയ ചെറിയ സ്ക്രൂകൾ ഉണ്ടാവില്ലേ, അതൊന്നും ആരും ശ്രദ്ധിക്കാറില്ല, പക്ഷെ അത് വേണം, അതില്ലെങ്കിൽ ആ മെഷീൻ വർക്ക് ചെയ്യില്ല. അതുപോലെയാണ്. പിന്നെ 4 ബൊട്ടാനിക്കൽസ്. ഈ 4 ബൊട്ടാനിക്കൽസ് കഴിക്കുമ്പോൾ നമ്മൾ അലേർട്ട്നെസ് കൂടുന്നു, നമ്മൾ വിഷൻ, ഷാർപ്പ് വിഷൻ, കണ്ണിന്റെ ദൃഷ്ടി വളരെ ഷാർപ്പ് ആവുന്നു. അതേപോലെ തന്നെ ഹൃദയത്തിന് വളരെ നല്ലതാണ്, കാർഡിയോ പ്രൊട്ടക്റ്റീവ് ആണ്. അതുപോലെ ശരീരത്തില് അനാരോഗ്യപരമായിട്ട് അമിഞ്ഞു കൂടുന്ന
ഫാറ്റുകളെ ഒക്കെ കത്തിച്ച് കളയും ചെയ്യും. യു അണ്ടർസ്റ്റാൻഡ്? അതുപോലെ തന്നെയാണ് 3 അമിനോ ആസിഡിലുണ്ട്. സ്കിന്ന്, ഹെയർ ഹെൽത്ത്, ആന്റി സ്ട്രെസ്. ഓക്കെ, അപ്പോൾ ചർമ്മത്തിന് നല്ലതാണ്, മുടിയുടെ ആരോഗ്യത്തിന് നല്ലതാണ്, സമ്മർദ്ദം കുറയ്ക്കാൻ നല്ലതാണ്. ഇനി ഞാനൊരു പേഴ്സണായിട്ട് ഒരു കാര്യം പറയാം. എത്രയോ കാലമായിട്ട് നമ്മൾ ഈ PVF ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുക, റൈറ്റ്? അപ്പോൾ കഴിഞ്ഞ ദിവസം നിങ്ങൾക്കറിയാം, ഞാൻ എൻ്റെ ഹെയറിൻ്റെ ഒരു ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്തു. അപ്പോൾ കഴിഞ്ഞ ദിവസം ഡോക്ടർ എന്നെ കണ്ടപ്പോൾ ആ ഡോക്ടറിനോട് പറഞ്ഞത്, സാറേ ഇത്രയും നല്ല റിസൾട്ട് അടുത്തൊന്നും ഞാൻ ആർക്കും കണ്ടിട്ടില്ല. എനിക്ക് അഭിമാനം തോന്നിയത്. നമ്മളെ പ്രൊഡക്റ്റ് അല്ലാതെ എന്താ പറയുക. അപ്പൊ ഞാൻ അന്നേരം പറഞ്ഞു, സാർ ഈ പ്രൊഡക്റ്റ് സ്ഥിരമായിട്ട് കഴിക്കുന്നുണ്ടല്ലോ, ആ റിസൾട്ടാണ് ഈ കാണിക്കുന്നത്. അതുകൊണ്ട് ഈ പറയുന്നതൊക്കെ ഉള്ളതാണെന്ന് മനസ്സിലാക്കണം, അല്ലാതെ ചുമ്മാതെ പറഞ്ഞു പോയതല്ല. അതുകൊണ്ട് മൾട്ടി മിനറൽ ബൊട്ടാനിക്കൽസ് അമിനോ ആസിഡ്സ് ചേർത്തിരിക്കുന്ന ന്യൂട്രി ചാർജ് മാൻ എല്ലാ പുരുഷന്മാരും മുടങ്ങാതെ കഴിക്കണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. 14 വയസ്സ് തികഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ആൺകുട്ടി മുതൽ ഇത് കഴിച്ചുകൊണ്ടേയിരിക്കണം. പിന്നെ പ്രായാധിക്യം വരുമ്പോൾ പുരുഷന്മാരിൽ കാണുന്ന ഒരു അവസ്ഥയാണ് പ്രോസ്ട്രേറ്റ് സംബന്ധമായിട്ടുള്ള പ്രശ്നം. അത് പല ആൾക്കാരെയും അലട്ടാറുണ്ട്. അത് മാറി 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 ഇൻഫെക്ഷനായി, ഇൻഫ്ലമേഷനായി, പിന്നെ ക്യാൻസർ പോലും ആവാറുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ രക്ഷ നേടാൻ വേണ്ടിയിട്ട് ദൈവം നമ്മളെ കയ്യിൽ കൊണ്ടെത്തുന്ന ഒരു പ്രൊഡക്റ്റ് ആയത്. ദൈവം ചെയ്ത് 14 വയസ്സ് തികഞ്ഞു കഴിഞ്ഞാൽ ഹാപ്പി ബർത്ത്ഡേ ടു യു എന്ന് കൈയടിക്കുമ്പോൾ ആ കുട്ടിക്ക് കൊണ്ടുപോയി കൊടുക്കേണ്ടതാണ് ന്യൂട്രി ചാർജ് മാൻ ആൻഡ് ന്യൂട്രി ചാർജ് കൊക്കോ പ്രൊഡക്റ്റ്. ഇതിനേക്കാളും വലിയൊരു സമ്മാനം നിങ്ങൾ ആ വ്യക്തിക്ക് ഈ ജീവിതത്തിൽ കൊടുക്കാനില്ല എന്നുള്ളത്. കാരണം ന്യൂട്രി ചാർജ് മാനിലുള്ള ലൈക്കോപ്പിൻ എന്ന് പറയുന്ന അതിഗംഭീരമായിട്ടുള്ള പവർഫുൾ ആന്റി ഓക്സിഡന്റ് ആണ് അതിനു വേണ്ടി സഹായിക്കുന്നത്, റൈറ്റ്? ഇത്രയും നമുക്കിപ്പോൾ മനസ്സിലാക്കാം. പിന്നെ ഇത് എപ്പോഴാണ് കഴിക്കേണ്ടത്? ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞ് ഒരു ഗ്ലാസ് വെള്ളത്തിന്റെ കൂടെ ന്യൂട്രി ചാർജ് മാൻ എല്ലാ ആൺകുട്ടികളും പുരുഷന്മാരും കഴിക്കണം. എത്ര കാലം കഴിക്കണം? എത്ര കാലം ആരോഗ്യത്തോട് നിൽക്കാൻ ആഗ്രഹിക്കുന്നു അത്രയും കാലം കഴിക്കണം. ഭക്ഷണം അങ്ങനെയല്ലേ കഴിക്കത്തുള്ളൂ? ഭക്ഷണം ആരെങ്കിലും ചോദിക്കാറുണ്ട് എത്ര ദിവസം കഴിക്കണം? ഇല്ലല്ലോ. അതുപോലെ ഇത് ഭക്ഷണം, ഇത് മരുന്നല്ല. സോ കീപ് ഓൺ ടേക്കിംഗ് ഇറ്റ്. ഓക്കെ ഓക്കെ. ഇനി അതിന്റെ മറ്റോ വകഭേദമാണ് ന്യൂട്രി ചാർജ് വിമൻ. ഇത് പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും ഉള്ളതാണ്. ഇതൊരു ഒന്നൊന്നര പ്രോഡക്റ്റ് തന്നെയാണ്, യാതൊരു ഇപ്പൊ ഇത് ക്ലിനിക്കലി പ്രൂവൺ കൂടി ചെയ്യപ്പെട്ടു. നമ്മളെ സമൂഹത്തിൽ ഏറ്റവും അധികം കണ്ടുവരുന്നത്, ഞാൻ കഴിഞ്ഞ ദിവസം സൂപ്പർ സൺഡേയിൽ എടുത്തിട്ടുണ്ടായിരുന്നു സെഷൻ. അപ്പൊ ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ കണ്ടു കാണും. അതായത് നമ്മളുടെ സമൂഹത്തിൽ ബഹുഭൂരിപക്ഷം പെൺകുട്ടികളും സ്ത്രീകളും എനിമിക് ആയിട്ടാണ് നമുക്ക് കാണാറുള്ളത്. അതിന്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് നമ്മൾ ഫിസിക്കൽ മീറ്റിംഗ് നടക്കുമ്പോഴും ULP പ്രോഗ്രാമുകൾ നടക്കുമ്പോഴും നമ്മൾ ഹീമോഗ്ലോബിൻ പരിശോധനയിൽ വിധേയമാക്കുമ്പോൾ പല ആൾക്കാരും അതിൽ പരാജയപ്പെട്ടു പോകുന്നത്. ഇവിടെ സ്ത്രീകളും പെൺകുട്ടികൾ മാത്രമല്ല, അമ്പത് ശതമാനം സ്ത്രീകൾ, പുരുഷന്മാരിൽ അവർ ചെയ്തിട്ടില്ലായിരുന്നു, സ്ത്രീകളിൽ ചെയ്തപ്പോൾ 50% സ്ത്രീകളിൽ എനിമിക്കാന്ന് പറഞ്ഞു. പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോൾ 2 വർഷം കഴിഞ്ഞ് WHO വന്നിച്ച് പരിശോധിച്ച് നോക്കിയപ്പോൾ അതിൽ 65% സ്ത്രീകൾ എനിമിക്കാന്ന് പറഞ്ഞു. അപ്പൊ കൂടിയതേ ഉള്ളൂ, കുറഞ്ഞില്ല. പക്ഷെ അവർ കുറെ കാര്യങ്ങളൊക്കെ ചെയ്തു നോക്കി, കുറെ അയൺ ടാബ്ലറ്റ്സ് ഒക്കെ പെൺകുട്ടികൾ പഠിക്കുന്ന സ്കൂളുകളിലൊക്കെ കൊണ്ടുപോയി കൊടുത്തു നോക്കി. പക്ഷെ ആൾക്കാർക്കൊന്നും വിശ്വാസമില്ല, അത് കഴിച്ചൊന്നുമില്ല. കഴിക്കാതിരുന്ന നന്നായി, കാരണം എല്ലാ അയണും കാണുന്നത് പോലെയല്ല. പിന്നീട് നമ്മൾ ചെയ്തു നോക്കിയപ്പോൾ 90% ആൾക്കാർക്കും ഇല്ലെന്നാണ് കണ്ടിരിക്കുന്നത്. അതിൽ പുരുഷനും പെടുന്നുണ്ട്, സ്ത്രീയും പെടുന്നുണ്ട്. അപ്പൊ നമ്മുടെ സമൂഹം ഒരു വല്ലാത്ത ഒരു അനാരോഗ്യമായ സ്ഥിതിവിശേഷത്തിലേക്കാണ് പോകുന്നത്. അപ്പോ ന്യൂട്രി ചാർജ് വിമൻ അതിന് ഏറെ കുറെ പ്രാധാന്യം കൽപ്പിക്കുന്ന ഒരു പ്രൊഡക്റ്റ് തന്നെയാണ്. അപ്പോൾ ഇതും FSSAI അപ്രൂവ്ഡ് ആണ്. ഇത് വെജിറ്റേറിയൻ ആണ്. അത് മാത്രമല്ല, ഇതിൽ 50 പോഷക തത്വങ്ങളാണുള്ളത്. അപ്പൊ പുരുഷന്മാരിൽ 33 ആണെങ്കിൽ സ്ത്രീകളിൽ 50 ആണ്. അപ്പൊ എന്തുകൊണ്ടും പുരുഷനേക്കാളും കൂടുതൽ പോഷകം വേണ്ടത് സ്ത്രീക്കാണെന്നാണ് ഇത് ഊന്നിക്കാണിക്കുന്നത്. പിന്നെ കാണപ്പെടുന്ന ചില പ്രോബ്ലംസുകൾ പുരുഷന്മാരിൽ എന്തൊക്കെയുണ്ടോ അതെല്ലാം സ്ത്രീകൾക്ക് ഉണ്ടാവും, യാതൊരു സംശയവുമില്ല. പക്ഷെ അതിന്റെ പുറമേ ചിലതൊക്കെ സ്ത്രീകൾക്ക് ഉണ്ടെന്നുള്ളതാണ്. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഒന്ന് അനീമിയ ആൻഡ് വീക്ക്നെസ്, ഇതിപ്പം പുരുഷന്മാർക്കും ആയി കഴിഞ്ഞു. അപ്പൊ അത് വ്യത്യസ്തമല്ല, രണ്ടാൾക്കും ഉണ്ടാവും. പിന്നെ ഇറിറ്റബിലിറ്റി ആൻഡ് ടയർഡ്നെസ്, ഇതും രണ്ടാൾക്കും ഉണ്ടാവും. കാരണം ഹീമോഗ്ലോബിൻ കുറയുമ്പോൾ എനിമിക് ആവുമ്പോൾ ഇറിറ്റേഷൻ കൂടും, ഇറിറ്റേഷൻ കൂടുമ്പോൾ ടയർഡ്നെസ് ഉണ്ടാവും, അങ്ങനെ എല്ലാം കൂടി ഒരുമിച്ച് വരും. പിന്നെ ലാക്ക് ഓഫ് എനർജി ആൻഡ് പുവർ ഇമ്മ്യൂണിറ്റി, ഇതും എല്ലാവർക്കും ഉണ്ട്. എനർജി ലെവൽ വളരെ മോശം, വളരെയധികം മോശം. ഇമ്മ്യൂണിറ്റി അതുകൊണ്ട് തന്നെ ഇല്ല. ഇമ്മ്യൂണിറ്റി വേണമെങ്കിൽ എന്റെ സുഹൃത്തുക്കളെ എല്ലാവരും ഒരു വീണ്ടും എഴുതി വെച്ചോളൂ നിങ്ങളുടെ നോട്ട്ബുക്കിൽ. ഇമ്മ്യൂണിറ്റി വേണമെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ വേണ്ട അളവിൽ പ്രോട്ടീൻ ഉണ്ടാവണം. പക്ഷെ ഇന്ത്യയിൽ 90% വ്യക്തികളുടെ ശരീരത്തിൽ പ്രോട്ടീൻ ഡെഫിഷ്യന്റ് ആണ്. അപ്പോൾ പ്രോട്ടീൻ ഡെഫിഷ്യൻസി 90% ആൾക്കാരുടെ ശരീരത്തിൽ ഉണ്ടെങ്കിൽ ആ 90% ആൾക്കാർക്കും ഇമ്മ്യൂണിറ്റിയിൽ ഒരു ചാഞ്ചാട്ടം ഉണ്ടാവും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അതിന് എത്ര വാക്സിൻ എടുത്തതുകൊണ്ടും കാര്യമില്ല. കാരണം ആന്റിബോഡി ക്രിയേറ്റ് ആവണമെങ്കിൽ, നമ്മളെ ശരീരത്തിൽ ആന്റിബോഡി ക്രിയേറ്റ് ആവണമെങ്കിൽ പ്രോട്ടീൻ ഉണ്ടാവണം. ഓക്കെ, അതിന് പ്രോട്ടീൻ ഉണ്ടെങ്കിൽ മാത്രമേ ഹീമോഗ്ലോബിൻ ഉണ്ടാകൂ.
കാരണം ഞാൻ പലവട്ടം പറഞ്ഞാണ് ഹെം പ്ലസ് ഗ്ലോബിൻ, ഇപ്പൊ ഒരു മന്ത്രം പോലെയായി പോയി. ഹെം പ്ലസ് ഗ്ലോബിൻ, ഹെം ഈസ് അയൺ ആൻഡ് ഗ്ലോബിൻ ഈസ് പ്രോട്ടീൻ. സോ വിതൗട്ട് പ്രോട്ടീൻ നത്തിങ് വിൽ ഹാപ്പൻ. അതുകൊണ്ടാണ് പറഞ്ഞ പ്രോട്ടീൻ ഈസ് ലൈഫ് ആൻഡ് വിതൗട്ട് പ്രോട്ടീൻ യു കനോട്ട് സർവൈവ്. അത് പ്രോട്ടീൻ പറയുമ്പോൾ പറയാം. പിന്നെ ഉള്ളത് മെൻസ്ട്രൽ പ്രോബ്ലം. ഇത് പിന്നെ സ്ത്രീകൾക്ക് മാത്രമുള്ളതാണ്. അതിഭയാനകമായ അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഒരു സ്ത്രീയുടെ പലപ്പോഴും ഭൂരിപക്ഷം സ്ത്രീകൾക്ക് ഒരു സ്ത്രീകൾ എന്ന് പറയാൻ പറ്റത്തില്ലെങ്കിലും ബഹുഭൂരിപക്ഷം സ്ത്രീകൾക്കും ഇപ്പോൾ പീരിയഡ്സ് ഇറഗുലർ ആണ്, റെഗുലാരിറ്റി ഇല്ല. അതുകൊണ്ട് തന്നെയാണ് പല സ്ത്രീകളും പ്രഗ്നന്റ് ആയി കഴിഞ്ഞാൽ പോലും അവർക്ക് മനസ്സിലാകുന്നില്ല അവർ പ്രഗ്നന്റ് ആണെന്ന്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ചു പറഞ്ഞത്. 4 മാസം പ്രഗ്നന്റ് ആയ സ്ത്രീ എന്നെ വിളിച്ച് പറയാണ്, ഇന്നാണ് സാർ ഞാൻ അറിഞ്ഞത് ഞാൻ പ്രഗ്നന്റ് ആണെന്ന്. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അവര് പീരീഡ്സ് ഇറഗുലർ ആയതുകൊണ്ട്, പീരീഡ്സ് ഇല്ലാത്തത് കൊണ്ട് അവർക്ക് മനസ്സിലായില്ല ഇത് പ്രഗ്നൻസി കൊണ്ട് നിന്നുപോയതാണ്, അല്ലാതെ ഇറഗുലാരിറ്റി കൊണ്ട് സംഭവിച്ചെന്നാണ് ആ സ്ത്രീ കരുതിയത്. അപ്പോ കുറ്റം അതിഭയാനകമല്ലേ? എന്തൊരവസ്ഥയാന്ന് ചിന്തിച്ചു നോക്കുക നിങ്ങൾ. പിന്നീടുള്ളത് സാഗിങ് സ്കിൻ. പ്രായത്തിനേക്കാൾ മുന്നേ തന്നെ പ്രായാധിക്യത്തിൽ ഓടിപ്പോവുകയാണ് അങ്ങോട്ടേക്ക്. എനിക്ക് 20 വയസ്സേ ഉള്ളൂ, ഈ പഴണ്ട എനിക്ക് 40 ആവണം. പ്രൊമോഷൻ മേടിച്ച് പോകുന്ന പോലെയാണ് അങ്ങോട്ട് പോകുന്നത്. പിന്നെ മുടി വല്ലാതെ പൊഴിഞ്ഞു പോകുന്നത്, ഹെയർ ഫോൾ, ഹീമോഗ്ലോബിൻ ലെവൽ കുറവാണെങ്കിൽ മുടി സർ 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 എന്ന് പറഞ്ഞ് അങ്ങോട്ട് പോകും. പിന്നെ ഉള്ളത് ഒബേസിറ്റി. ഇത് പിന്നെ എല്ലാവർക്കും ഉണ്ട്. ഒബേസിറ്റി മാറ്റിയെടുക്കണമെങ്കിലും പ്രോട്ടീൻ തന്നെ വേണം. വിത്തൗട്ട് പ്രോട്ടീൻ യു കനോട്ട്. അപ്പോൾ ഈ വൈറ്റമിൻസ്, മിനറൽസ്, പ്രോട്ടീൻ, ഫൈബർ ഇതെല്ലാം കൂടി ഒരുമിച്ച് വരുമ്പോൾ ആരോഗ്യം തനിയെ നിങ്ങളെ തേടി വരും. ഇല്ലെങ്കിൽ ആരോഗ്യം എവിടത്തേക്കോ അങ്ങോട്ട് പോയി. സോ ഈ പറയുന്ന പോലെ പല വ്യത്യസ്തമായിട്ടുള്ള പ്രോബ്ലംസ് സ്ത്രീകളും പെൺകുട്ടികളും പുരുഷനും ആൺകുട്ടികളെക്കാളും വ്യത്യസ്തമായിട്ട് അനുഭവിക്കുന്നതുകൊണ്ട് അവർക്ക് കൊടുക്കേണ്ട പോഷക തത്വങ്ങളുടെ അളവും വ്യത്യസ്തമാണ് എന്നാണ് നിങ്ങൾ അറിയേണ്ടത്. ഓക്കെ, അപ്പൊ ഇനി ഇവിടെ നോക്കിയേ, എവറി സെക്കൻഡ് ഇന്ത്യൻ ഹ്യൂമൻ, ഇതൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാണ്. ഓക്കെ, അപ്പൊ സെക്കൻഡ് ഒന്നുമല്ല ഇപ്പം എനിക്ക് തോന്നുന്നു തൊടുന്ന സ്ത്രീകൾക്കും തൊടുന്ന പുരുഷന്മാരല്ല ഇപ്പം ഹീമോഗ്ലോബിൻ കുറവുള്ള ആൾക്കാരായിട്ടാണ് കാണപ്പെടുന്നത്. എന്തോ ഭയാനകമായിട്ടുള്ള അവസ്ഥയാണ്. അപ്പോൾ ഞാൻ പലവട്ടം പറഞ്ഞതാണ്, ഇന്ന് എന്തായാലും രാത്രി വന്ന സ്ഥിതിക്ക് ഒന്നും കൂടി പറയാം. ദയവ് ചെയ്ത് കുടുംബത്തിലെ എല്ലാവരെയും കൂട്ടിപ്പോയിട്ട് നിങ്ങൾ ഹീമോഗ്ലോബിൻ ടെസ്റ്റ് ചെയ്തിട്ട് അതിന്റെ റിപ്പോർട്ട് ഒന്ന് എടുത്തു വെക്കണം. നമ്മൾ നേരിട്ട് കാണുമ്പോൾ ഒന്ന് കാണിക്കണം, ഇല്ലേ എനിക്കൊന്ന് വാട്സപ്പ് ചെയ്ത് തരണം. കാരണം ഇതിനെന്തെങ്കിലും ഒരു പരിഹാരം കണ്ടെത്തിയിട്ടില്ലെങ്കിൽ നമ്മൾ ഇരുന്നടുക്കി തന്നെ കൊഴിഞ്ഞു വീണു. അതൊന്നും വലിയ സന്തോഷകരമായിട്ടുള്ള കാര്യമായിരിക്കില്ല. ഇത് ഞാൻ പറയാൻ തുടങ്ങിയിട്ട് 4 മാസമെങ്കിലായിട്ടുണ്ട്. ഇതുവരെ ആരും കാര്യമായിട്ടത് സീരിയസ് ആയിട്ട് എടുത്തിട്ടുമില്ല, ചെയ്തിട്ടുമില്ല. കുറച്ച് ആൾക്കാർ മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, നാളെയോ മറ്റന്നാളോ കിട്ടുന്ന എത്രയും പെട്ടെന്ന്, ഏർലിയർ ദ ബെറ്റർ, നിങ്ങൾ കുടുംബസമേതം തന്നെ പോയിട്ട് ചെയ്യണം. കാരണം ഒരുപക്ഷെ നമ്മൾ കരുതുന്ന ആൾക്ക് പോലും ഹീമോഗ്ലോബിൻ കാണില്ല. ഹീമോഗ്ലോബിൻ കുറവാകുമ്പോൾ നിങ്ങളുടെ ഓക്സിജൻ ലെവൽ കുറയും. ഓക്സിജൻ ലെവൽ കുറയുമ്പോൾ നിങ്ങളുടെ ബ്രെയിൻ ആക്ടിവിറ്റി കുറയും. അങ്ങനെ ഇരുന്നടുക്കി എന്ന് കുഴഞ്ഞു വീഴും. അങ്ങനെ പല പല പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള കാരണവും അത് തന്നെയാണ്. ഓക്കെ, ഇനി നോക്കിയേ, അഡോലസൻസ് ആയിട്ടുള്ള പെൺകുട്ടികളെ മാത്രം നോക്കുമ്പോൾ 90% പെൺകുട്ടികളും എനിമിക്കാണ്. ജസ്റ്റ് ഇമാജിൻ, നാളത്തെ ഭാവിയിലെ അമ്മയാണ്, ഭാവിയിലെ ഒരു സ്ത്രീയാണ് ആ പെൺകുട്ടി. നാളെ അമ്മയാവേണ്ട പെൺകുട്ടി, നാളെ സ്ത്രീയാവേണ്ട പെൺകുട്ടി ഇന്ന് 90% എനിമിക് ആണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? 10% മാത്രമേ സമൂഹത്തിൽ ആരോഗ്യമുള്ള പെൺകുട്ടികളുള്ളൂ എന്നല്ലേ എൻ്റെ അർത്ഥം? അപ്പൊ നമ്മളുടെ കയ്യിൽ എല്ലാവിധ ആയുധങ്ങൾ ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് അതിനെ ശരിക്ക് ഉപയോഗിച്ചുകൂടാ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഈ മിഷൻ 15 crore എന്ന് പറഞ്ഞ് നമ്മൾ നടക്കുന്നുണ്ടല്ലോ. മിഷൻ 15 crore എന്തായിരുന്നു മിഷൻ? എന്ത് ദൗത്യമാണ് നമ്മൾ ഏറ്റെടുത്തത്? 15 കോടി പെൺമക്കൾക്ക് ആരോഗ്യം കൊടുക്കും, അവരെ എനിമിയിൽ നിന്ന് മുക്തമാക്കുമെന്നായിരുന്നു. ചുമ്മാതെ ബാഡ്ജ് കുത്തി നടക്കാനല്ലല്ലോ. ആ ബാഡ്ജിന് ഒരു പ്രസക്തി ഉണ്ട്. കുത്തുന്ന ബാഡ്ജിന് പ്രസക്തി ഉണ്ടാണോ? പട്ടാളക്കാരൻ ഒരു ബാഡ്ജ് കുത്തുമ്പോൾ അതിൻ്റെതായ ഒരു വാല്യൂ ഉണ്ട്. ചുമ്മാതെ യൂണിഫോം നിറക്കാൻ വേണ്ടി കുത്തുന്നതല്ല. അതുപോലെ നമ്മളും നമ്മളുടെ കോട്ടിന്റെ മുകളിൽ എന്തെങ്കിലും ഒരു ബാഡ്ജ് കുത്തുന്നുണ്ടെങ്കിൽ അതിന് അതിൻ്റെതായ വാല്യൂ കൊടുക്കണം. അല്ലാതെ ചുമ്മാതെ കുത്തി നടന്നിട്ട് ഒരു കാര്യമില്ല. അനീമിയ ഏതെങ്കിലും ഒരു 5 വീട്ടിലെങ്കിലും പോയിട്ട് പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ പറഞ്ഞാലല്ലേ നമുക്ക് 15 കോടി വരെ എത്താൻ പറ്റത്തുള്ളൂ. നിങ്ങളെ ഹൃദയത്തിൽ കൈവച്ചിട്ട് നിങ്ങളോട് ചോദിക്കൂ, നിങ്ങൾ 5 വീട്ടിലെങ്കിലും പോയിട്ട് എനീമിയ മുക്തിനെ പറ്റി സംസാരിച്ചിട്ടുണ്ടോ? ഈ ബാഡ്ജ് എടുത്ത് കാണിച്ചു കൊടുത്തിട്ട് അവർക്ക് ന്യൂട്രിചാർജ് വുമൺ കൊടുത്തിട്ടുണ്ടോ? ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഒരുപക്ഷെ ഭയാനകമായിട്ടുള്ള ഒരു ഉൾവിളി, ഒരു ഭയാനകമായിട്ടുള്ള സൗണ്ട് ആയിരിക്കും ഹൃദയത്തിനുള്ളിൽ നിന്ന് തെറിച്ച് വെളിയിലോട്ട് വരിക. നമ്മൾ ആരും ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷെ ഇപ്പം സ്ത്രീകൾക്ക് മാത്രമല്ല, 15 കോടി വീടുകളിൽ കയറണം. ആ വീടുകളിൽ കയറിയിട്ട് ഓരോ ആൾക്കാർ, ആ വീട്ടിൽ 4 ആണോ 5 ആണോ 6 ആണോ എത്ര ആളുണ്ടോ എല്ലാവരോടും തന്നെ സംസാരിക്കണം. കാരണം ബഹുഭൂരിപക്ഷം ആൾക്കാരും എനിമിക്കാണ്. അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. റൈറ്റ്. പിന്നെ പ്രഗ്നന്റ് ആയ സ്ത്രീ, മുലയൂട്ടുന്ന അമ്മ, ഇവര് രണ്ടുപേരും എനിമിക്കാണെങ്കിൽ ഇത് രണ്ടും ഉണ്ടാവില്ല. പക്ഷെ എന്നാലും അങ്ങ് ആയിപ്പോയാൽ ആ കാറ്റഗറിയിലെ ആൾക്കാരെ വെച്ച് നിങ്ങൾ പരിശോധന നടത്തിയപ്പോൾ അവിടെയും 90% ആൾക്കാർ എനിമിക്കാണ്. അത് വളരെ ഡേഞ്ചറസ്
അത് മഹാഭാഗ്യവതിയാണ് കേട്ടോ. അതായത് ഒരു കുട്ടീനെ പ്രസവിച്ചു, മുലയൂട്ടുന്ന ലെവൽ വരെ എത്തി. പീരീഡ്സിന്റെ സമയത്ത് സ്ത്രീയുടെ പോകുന്നത് 180 ml ബ്ലഡ്, വളരെ അമിതമായ അളവാണത്, റൈറ്റ്? ആ അളവ് നമ്മുടെ ശരീരത്തിൽ നിന്ന് എല്ലാ പീരീഡ്സിനും മാസവും പോകുന്നുണ്ടെങ്കിൽ ഒരു സെക്കൻഡ് കേൾക്കോ? എനിക്ക് തോന്നുന്നത് അവിടെ റേഞ്ചിന്റെ വരുന്നുണ്ട് തോന്നുന്നു. സാർ ഒന്ന് വീഡിയോ ഓഫ് ചെയ്തോളൂ. ഇപ്പൊ സ്ക്രീൻ ഷെയറിംഗ് ഉള്ള സമയത്തോളം വീഡിയോ ഓഫ് ചെയ്തോളൂ. അപ്പൊ ചിലപ്പോൾ കുറച്ചും കൂടി ക്ലിയർ ആവാൻ സാധ്യതയുണ്ട്. മഴ ഭീകരമായ മഴയുണ്ട് സർ, അതാണ്. ശരി, ശരി. അപ്പോ പറഞ്ഞു വന്നത് ഈ 180 ml ബ്ലഡിന്റെ കാര്യമാണ്. അപ്പൊ 180 ml ബ്ലഡ് ഇങ്ങനെ ശരീരത്തിൽ നിന്ന് പോകുന്നുണ്ടെങ്കിൽ എത്രമാത്രം ഭീകരമായിരിക്കും നമ്മളെ അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കണം. ശകലം ബ്ലഡ് പോകുമ്പോൾ തലകറങ്ങി വീഴുന്ന അവസ്ഥയിലുള്ള ജനസമൂഹമാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ സ്ത്രീയുടെ ശരീരത്തിൽ നിന്ന് പീരീഡ്സിന്റെ സമയത്ത് ഇത് പോകുന്നത് ആരും ശ്രദ്ധിക്കുന്നില്ല എന്നല്ലേ എന്റെ അർത്ഥം. അപ്പൊ അത് തിരിച്ചെടുക്കണമെങ്കിൽ ആ സ്ത്രീ എല്ലാ ദിവസവും 29 മില്ലിഗ്രാം അയൺ കഴിക്കണം. 29 മില്ലിഗ്രാം പോയിട്ട് 5 ഗ്രാം പോലും കഴിക്കുന്നുണ്ടോ എന്ന് സംശയമാണ്. കാരണം അയൺ എന്തിലാണ് അയൺ ഉള്ളതെന്നൊന്നും അറിയില്ല. അപ്പോ 21 മില്ലിഗ്രാം അയൺ നമ്മൾ ന്യൂട്രിചാർജ് വുമൺ തന്നെ തരുന്നുണ്ട്. പിന്നെ വേണ്ടത് ബാക്കിയുള്ള 8 മില്ലിഗ്രാം ആണ്. ആ 8 മില്ലിഗ്രാം ന്യൂട്രിചാർജ് വുമൺ കഴിക്കുമ്പോൾ എന്തൊക്കെ കഴിക്കണം എന്ന് പറയുന്നതും കൂടിയുണ്ട്, അല്ലേ? അതിനു വേണ്ടിയാണ് നിങ്ങൾക്ക് പലതരം ടൂൾസ് കൊണ്ടു തന്നിരിക്കുന്നത്. ആ ടൂൾസുകളൊക്കെ പല വണ്ടർ വേൾഡ് ക്യുക്കുകളും നിന്നിട്ട് ഇങ്ങനെ ശ്വാസം മുട്ടുന്നുണ്ട്. നിങ്ങളൊക്കെ ആത്മാർത്ഥതയോടെ അവിടെ പോകുക, അത് മേടിക്കുക, ഓരോ വീടുകളിലും കയറി ചെന്നിട്ട് അത് പ്രൊമോട്ട് ചെയ്യുക. ഇത് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി തന്നെയാണ് ആ ടൂൾസ് കൊണ്ടു തന്നത്. അത് 2 ഭാഷയിൽ ഇവിടെ ഞാൻ എത്തിച്ചിട്ടുണ്ട്, മലയാളവും ഇംഗ്ലീഷും. ഇംഗ്ലീഷ് വേണ്ടവർക്ക് ഇംഗ്ലീഷ് എടുക്കാം, മലയാളം വേണ്ടവർക്ക് മലയാളം എടുക്കാം. ഇതെല്ലാം സുലഭമായിട്ട് എല്ലാ സ്ഥലത്തും ലഭ്യമാണ്. അപ്പൊ ഈ ടൂൾസ് മേടിക്കുക, ഓരോ വീടുകളിലും കയറി ഇറങ്ങിയിട്ട് നമ്മൾ ഈ സംഭവം, ഈ ഒരു മിഷൻ പ്രൊമോട്ട് ചെയ്യുക. ഇല്ലെങ്കിൽ വരാൻ പോകുന്ന ദിവസങ്ങൾ വളരെ ഭയാനകവും മാരകമായിരിക്കും. അത് മാത്രമല്ല, ഇതിന്റെ മിഷൻ തുടങ്ങേണ്ടത് നമ്മളുടെ വീട്ടിൽ നിന്നാണ്. ഓരോരുത്തരും അവരുടെ വീട്ടിൽ നിന്ന് വേണം മിഷൻ തുടങ്ങാൻ. കാരണം ഈ പറയുന്ന സംഭവങ്ങളൊക്കെ ഒരുപക്ഷെ നമ്മളുടെ വീട്ടിലും ഉണ്ടായേക്കാം. അതുകൊണ്ട് ആദ്യം നമ്മളെ വീട്ടിൽ നിന്ന് തുടങ്ങുക, ദെൻ മൂവ് ഓൺ ടു. പിന്നെ എനിമിക് ആയിട്ടുള്ള അമ്മമാർക്ക് ജനിക്കാൻ പോകുന്ന കുട്ടികൾ എങ്ങനെയാണ് ഉണ്ടാവുക എന്നറിയോ? സ്റ്റണ്ടഡ് ഗ്രോത്ത് ആയിട്ടുള്ളതായിരിക്കും. അതായത് വളർച്ച മുരടിച്ച കുട്ടികൾ, ശാരീരികവും മാനസികമായിട്ട് വളർച്ച ഇല്ലാത്ത കുട്ടികൾ, അതേപോലെ ജനിക്കുമ്പോൾ യഥാർത്ഥ തൂക്കമൊന്നും ഉണ്ടാവില്ല, വളരെ ലോ ബർത്ത് വെയിറ്റ് ആയിരിക്കും. ഇതൊക്കെ സഹിക്കപ്പെടാന്ന് വെക്കുക. പക്ഷെ ചില സമയത്ത് കുട്ടി ജീവനോടെ കിട്ടത്ത പോലുമില്ല, ഡേഞ്ചറസ്. ഇനി എനിമിക് ആയിട്ടുള്ള അമ്മ, നമ്മുടെ നാട്ടില് ഏറ്റവും അധികം ഈ ഗർഭിണികൾ അനുഭവിക്കുന്നതാണ് അയൺ ഡെഫിഷ്യന്റ് എനിമിയ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ അയൺ ഡെഫിഷ്യന്റ് എനിമിയ ഉണ്ടെങ്കിൽ എന്തൊക്കെയാണ് ആ ഗർഭിണിയാവാൻ പോകുന്ന ഗർഭിണിയായ സ്ത്രീക്ക് അനുഭവിക്കേണ്ടി വരിക എന്ന് പറഞ്ഞാൽ, ഒന്ന് ഹെവി ബ്ലീഡിങ്. പ്രഗ്നൻസി ആകുമ്പോൾ ഹെവി ബ്ലീഡിങ് ആയി കഴിഞ്ഞാൽ ചില മിക്കവാറും അത് അബോർഷൻ ആയി പോകും. അപ്പോൾ ഇപ്പൊ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു അത് കൂടുതൽ നല്ലതായിരിക്കും. കാരണം ഒരു ശരീരത്തിനെ സ്വീകരിക്കാൻ കൂടെ ഉള്ള ഹെൽപ്പ് ഈ വലിയ ശരീരത്തിൽ ഇല്ലാത്ത കൊണ്ടാണല്ലോ അത് തട്ടിക്കളഞ്ഞത്. അപ്പോൾ അത് ഏകദേശം നല്ലതാണെന്ന് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഡെലിവറിയുടെ സമയത്ത് വീണ്ടും ബ്ലീഡിങ് വന്നു കഴിഞ്ഞാൽ ചില സമയത്ത് മെറ്റേർണൽ മോർട്ടാലിറ്റി ആയിരിക്കും. അതായത് പ്രസവിച്ച സ്ത്രീ ഒരുപക്ഷെ മരണപ്പെട്ടേക്കാം. പിന്നെ ചില സമയത്ത് കുട്ടിയോ അല്ലെങ്കിൽ അമ്മയോ ഇല്ലെങ്കിൽ 2 പേരോ മരിക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ അതുപോലെ തന്നെ പ്രീ ടേം ഡെലിവറി, അതായത് 9-9.25 മാസം എടുക്കുമല്ലോ ഗർഭിണി പ്രസവിക്കാൻ. കാരണം അത്രയും കാലം അമ്മയുടെ വയറ്റിൽ ആ കുട്ടി വളരണം, അവിടുന്ന് പലതും ലഭിക്കണം. അതുകൊണ്ടാണല്ലോ അത് അത്രയും സമയം വെച്ചിരിക്കുന്നത്. പക്ഷെ അതിന്റെ ഒരു ദിവസം മുന്നെയെങ്കിലും പ്രസവിച്ചു പോകുന്നുണ്ടെങ്കിൽ ആ ഒരു ദിവസത്തിന്റെ നഷ്ടം തന്നെയാണ്. പക്ഷെ ഇവിടെ ഒരു ദിവസം ഒന്നല്ല, 7-ാം മാസം 8-ാം മാസം പ്രസവിക്കുന്ന എത്രയോ ആൾക്കാരുണ്ട്. സോ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഇറ്റ് ഈസ് നോട്ട് വെരി ഗുഡ്. ഓക്കെ, റൈറ്റ്. ഇനി നമുക്ക് മുന്നോട്ടേക്ക് പോകാം. പിന്നെ ഈ ന്യൂട്രി ചാർജ് വുമൺ കഴിക്കുമ്പോൾ എങ്ങനെയാണ് ഇത്രയും പെട്ടെന്ന് എനിമിയ മുക്തമാകുന്നത്? കാരണം ഇവിടെ പ്രസവിച്ച പല സ്ത്രീകളും ഈ പ്ലാറ്റ്ഫോമിൽ ഉണ്ടാവും, പ്രസവിച്ച സ്ത്രീകളുടെ ഭർത്താക്കന്മാരും ഈ പ്ലാറ്റ്ഫോമിൽ ഉണ്ടാവും. അവർ ഗർഭിണിയായപ്പോൾ ഈ ഭർത്താക്കന്മാർ അവർക്ക് കുറെ അയണും അതേപോലെ ഫോളിക് ആസിഡ് പോലത്തെ ഗുളികകൾ കൊണ്ടു കൊടുത്ത ആൾക്കാരുണ്ടാവും. അതുപോലെ തന്നെ ഈ പറയുന്ന സ്ത്രീകളൊക്കെ ഇത് കഴിച്ചിട്ടുണ്ടാവും. യെസ് ആണല്ലോ? ആണെങ്കിൽ ഒന്ന് കൈയും കാലം ഒന്ന് നോക്കിയാൽ കൊള്ളാം. കുറച്ച് ഇളകുന്നതൊക്കെ നല്ലതാ. ഞാൻ പിന്നെ ഇങ്ങനെ ഇരുട്ടിലായിപ്പോയി, അതുകൊണ്ടാ. ഒന്ന് കൈയും കാലം ഒന്ന് നോക്കിയേ. റെഡി അല്ലേ ഞാൻ പറഞ്ഞത്? യെസ് ഓർ നോ? യെസ്. ബിനിത മാഡം പറഞ്ഞു യെസ്. ഗുഡ്. അപ്പോ പക്ഷെ ഈ പറയുന്ന ആൾക്കാരോടെല്ലാം ഞാൻ പറയുന്ന ഒരു കാര്യം,
എന്താണെന്നറിയോ? നമ്മൾ ഈ പറയുന്ന അയൺ, ഫോളിക് ആസിഡ് ഒക്കെ കഴിച്ച ആൾക്കാരാണ്. യെസ്. പക്ഷേ ഇവർക്ക് ഹീമോഗ്ലോബിൻ ലെവൽ കൂടിയോ? എല്ലാ ദിവസവും കഴിച്ചുകൊണ്ടിരിക്കുക. കാരണം 12 ഉള്ള ഒരു സ്ത്രീ ഗർഭിണിയായാൽ അത് നേരെ 10:30യിലേക്കോ അല്ലെ 11ലേക്കോ വരും. കാരണം അടുത്തൊരു ശരീരമുണ്ടല്ലോ, അതിനും വേണ്ട രക്തം. അപ്പൊ ഒരു 12:30-എങ്കിലായിട്ടാണ് ഗർഭിണി ആവേണ്ടത്. പക്ഷെ ശരി, ഇപ്പൊ 11:30, 12 എല്ലാം ഉള്ളതായിരിക്കും. അപ്പൊ ഇനമിക്കാണ്. അപ്പൊ അവർക്ക് ഇങ്ങനെ ഗുളിക കൊടുത്തോണ്ടേയിരിക്കും കണ്ടിന്യൂസ് ആയിട്ട്. എന്നാൽ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ അയൺ ആൻഡ് ഫോളിക് ആസിഡ് എന്ന് പറയുന്നത് മരുന്നാണോ സപ്ലിമെന്റ് ആണോ? ഓക്കെ, മരുന്നല്ലല്ലോ, സപ്ലിമെന്റ് അല്ലേ? എന്നാൽ പ്രസവം കഴിഞ്ഞിട്ട് നമ്മൾ ന്യൂട്രിചാർജ് വുമൺ കൊടുത്തോട്ടെ സർ എന്ന് പറഞ്ഞ ആരെടുത്ത് പോയിക്കാൽ അവർ നിങ്ങളല്ലേ പറഞ്ഞത്, അവർ പറയും കൊടുക്കാൻ പാടില്ല, ഇങ്ങനത്തെ സാധനം ഒന്നും എടുത്ത് വരാൻ പാടില്ല. പക്ഷെ ഗർഭിണിയായപ്പോൾ നിങ്ങൾ കൊടുത്തത് ഇത് തന്നെയല്ലേ? നിങ്ങൾ മരുന്നല്ലല്ലോ ഇവിടെ കൊടുത്തു നേരം, നിങ്ങൾ സപ്ലിമെന്റ് അല്ലേ കൊടുത്ത്. പക്ഷെ ഈ സപ്ലിമെന്റ് കൊടുത്തിട്ട് അവർക്ക് ഹീമോഗ്ലോബിൻ കൂടിയില്ല. എന്താ കാരണം അറിയാം? അയൺ എന്ന് പറയുന്നത് പണ്ടാര് പറഞ്ഞില്ലേ, മിന്നുന്നതെല്ലാം പൊന്നല്ല. അതുപോലെ തന്നെയാണ് ഇവിടെ. മിന്നുന്നതൊന്നും പൊന്നല്ല, അതുപോലെ തന്നെ കാണുന്നതൊന്നും അയണുമല്ല. കാരണം അയൺ ഫ്യൂമറേറ്റ്, അയൺ സൾഫേറ്റ്, അയൺ ഗ്ലൂക്കോനേറ്റ് എന്നൊക്കെ പറഞ്ഞ അയണുകളാണ് ഇത്രയും കാലം കുറെ ആൾക്കാരൊക്കെ കഴിച്ചത്. ഇത് കഴിക്കുമ്പോൾ ഹീമോഗ്ലോബിൻ ലെവൽ കൂടുന്നത് വളരെ കുറവാണ്. എന്താ കാരണം അറിയോ? 24% അബ്സോർപ്ഷൻ മാത്രമേ ഉണ്ടാവൂ. ബാക്കി 76% വേസ്റ്റ് ആണ്. വേസ്റ്റ് ആകുമ്പോൾ അത് സ്റ്റൂളിലേക്ക് പോകും. അതുകൊണ്ട് തന്നെയാണ് ഹീമോഗ്ലോബിൻ ലെവൽ കൂടാൻ വേണ്ടി കൊടുത്തത് കൊണ്ട് കോൺസ്റ്റിപ്പേഷൻ ആയി പോകുന്നത്. ബഹുഭൂരിപക്ഷം പ്രഗ്നന്റ് ലേഡീസും കോൺസ്റ്റിപ്പേറ്റഡ് ആവുന്നതിന്റെ കാരണം ഈ അയൺ കഴിക്കുന്നു. പക്ഷേ നമ്മളുടെ ന്യൂട്രിചാർജ് വുമണിൽ ഫെറസ് ബിസ്ഗ്ലൈസിനേറ്റ് എന്ന് പറയുന്ന അതിഗംഭീരമായിട്ടുള്ള ബയോ അവൈലബിൾ പെട്ടെന്നാവുന്നത് 94% അബ്സോർവ് ആവുന്ന അയണാണ് ചേർത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത് കഴിച്ചു കഴിഞ്ഞാൽ 1 മാസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. 3 മാസം കൊണ്ട് നിങ്ങൾക്ക് 8%, 8 ഉള്ളൂ നിങ്ങളെ ഹീമോഗ്ലോബിൻ എങ്കിൽ അത് 12 വരെ എത്തുന്നത് പ്രായഭേദമന്യേ. അതുകൊണ്ടാണ്. ഇത് തന്നെയാണ് ഞങ്ങൾ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂട്രീഷൻ മെഡിസിൻ എന്ന് പറയുന്ന ഹൈദരാബാദിൽ വെച്ച് ക്ലിനിക്കൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. കാരണം ഈ ഫെറസ് ബിസ്ഗ്ലൈസിനേറ്റ് ആണ് ന്യൂട്രിചാർജ് വുമണിനെ ഇത്രയും പെട്ടെന്ന് ഹീമോഗ്ലോബിൻ ലെവൽ കൂട്ടാൻ സഹായിക്കുന്നത്. സോ വാട്ട് എ പ്രൊഡക്റ്റ് മൈ ഡിയർ ഫ്രണ്ട്സ്. എന്താണ് പ്രൊഡക്റ്റ്? നമുക്ക് എല്ലാവർക്കും ഒന്ന് കൈയടിക്കല്ലേ ഈ പ്രൊഡക്റ്റ്? ഒരു കൈ, നല്ല ജോറിൽ കൈയടിക്കും. എന്റെ സൗണ്ട് കേൾക്കുന്നുണ്ടാവും നിങ്ങളില്ല, കാണുന്നുണ്ടാവില്ല. മഴ എന്നെ ഇരുട്ടിലാക്കി. എനിവേ, സോ സിറ്റുവേഷൻ ഈസ് വെരി വെരി ഫാന്റാസ്റ്റിക്. ബിക്കോസ് നമ്മുടെ ആയുധം കയ്യിലുണ്ട്, ഉപയോഗിക്കുക മാത്രമേ വേണ്ടൂ. ജസ്റ്റ് അപ്ലൈ ഇറ്റ്. ജാനകിയമ്മ ഒരു കൈയടിക്കുന്നു. അങ്ങനെ രാജേഷ് സാർ ചെയ്തിട്ടുണ്ട്. എനിക്ക് 3 വീഡിയോ കാണുന്നുള്ളൂ, അതുകൊണ്ട് ഞാൻ അതൊക്കെ പറഞ്ഞത് മാത്രം കേട്ടോ. ഓക്കെ, ഇനി അടുത്തേക്ക് പോകാം. ഓക്കെ, പിന്നെ അത് മാത്രമല്ല, നമുക്കെന്ന് പറഞ്ഞാൽ ഈ അയൺ നമ്മുടെ ശരീരത്തിൽ ഈ ഹീമോഗ്ലോബിൻ ലെവൽ കൂടണമെങ്കിൽ അതിന് ഒത്തിരി സാധനങ്ങൾ വേറെയും ഉണ്ട് കേട്ടോ. അപ്പൊ നമുക്കറിയാം ഇതിനകത്ത് വിറ്റമിൻ B1, B6, B12, ഫോളിക് ആസിഡ്, കോപ്പർ എല്ലാം കൂടി ചേർത്തിട്ടുണ്ട്. ഇതൊക്കെ അനീമിയ മുക്തമാക്കാൻ സഹായിക്കുമെന്നുള്ള പല ആൾക്കാരും പറയാറില്ലേ, വിറ്റമിൻ B12 കുറവുണ്ട്, ടെസ്റ്റ് റിപ്പോർട്ടിൽ കാണിക്കില്ല വിറ്റമിൻ B12 കുറവാണ്. ഒരു ന്യൂട്രിചാർജ് വുമൺ കഴിച്ചാൽ പോലെ പക്ഷേ തന്നെ പോകില്ലേ? എന്തുകൊണ്ടാണ്? ഇപ്പം ചില ആളുകളുണ്ട് വൈറ്റമിൻ ഡിയും കുറവാ. അതിന്റെ പ്രോഗ്രാം ആയിരുന്നു മിഞ്ഞാന്ന് ഞാൻ എടുത്തത്. ന്യൂട്രിചാർജ് BJ, പൊടിയിലും വൈറ്റമിൻ ഡി, ഗുളികയിലും വൈറ്റമിൻ ഡി. വൈറ്റമിൻ ഡി കുറയത്തേ ഇല്ല, എന്നാലും കഴിക്കത്തില്ല. മുന്നോട്ട് പോകാം. ഇനി വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് അല്ലെ, 13 വൈറ്റമിൻസും 13 മിനറൽസും. ഇത് ഞാൻ ചേർത്തതല്ല, ന്യൂട്രിചാർജ് കമ്പനി ചേർത്തതല്ല, ഞങ്ങൾ ആരും ചേർത്തതല്ല. കാരണം WHO പറഞ്ഞിട്ടുണ്ട് ഒരു പുരുഷനും ഒരു സ്ത്രീക്കും അഡൽട്ട് ആയ ആൾക്കാർക്ക് 13 വൈറ്റമിൻസും മിനറൽസും വേണം. അതുകൊണ്ട് ഞങ്ങൾ ചേർത്തു. പക്ഷെ ഒരു കാര്യമുണ്ട് കേട്ടോ, ഗർഭിണിയായ സ്ത്രീക്ക് എനീമിയ, അയൺ ഡെഫിഷ്യൻസി, അതൊക്കെ ഒരു ഭാഗത്ത്. ഇത്രയും പറഞ്ഞതൊക്കെ മാരകം തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മൾ ചുറ്റുപാടും കാണുന്ന കേൾക്കുന്ന ന്യൂസുകൾ എല്ലാം മാരകമായി തോന്നുന്നത്. റൈറ്റ്? ഞാൻ ഈ പറഞ്ഞതൊക്കെ നിങ്ങൾ പത്രത്തിലും നേരിട്ടും എല്ലാം അനുഭവിച്ചതും കേട്ടതുമായിരിക്കും. ഓക്കെ, എന്നാൽ ഒരു ഇപ്പോഴത്തെ ഒരു ലേഡി പ്രഗ്നന്റ് ആയി കഴിഞ്ഞാൽ 1 മാസം ആവുമ്പോഴേക്കും അത് ലോക്ക് ആവണം. ലോക്ക് ആയിട്ടില്ല. നിങ്ങൾ കാണാൻ ചില കുട്ടികൾ ജനിക്കുമ്പോൾ ഈ കഴുത്തിന്റെ മുകൾ ഭാഗത്ത് ബാക്ക് സൈഡിൽ ഇങ്ങനെ ഒരു വലിയ മുഴ പോലെ വരും. പിന്നെ മുതുകിൽ വളരെ ഇങ്ങനെ മുഴ പോലെ വരും.
ഇല്ലെങ്കിൽ നെക്ക് ഉണ്ടാവില്ല, ചിന്ന് പോയിട്ട് നേരെ ചെസ്റ്റുമായിട്ട് ജോയിൻ ആയിരിക്കും, അതുപോലെ തന്നെ കഴുത്ത് ബാലൻസ്ഡ് ആയിരിക്കില്ല. അങ്ങനെയുള്ള കുട്ടി അധികകാലം ജീവിക്കത്തില്ല കേട്ടോ. പക്ഷെ ആ ജനിച്ചിട്ട് ആ അച്ഛനമ്മയുടെ കയ്യിലുള്ള കാലം വരെ വളരെ വളരെ അധികം വേദനകൾ കൊടുത്താണ് അത് പോകുന്നത്. അത് മാത്രമല്ല, ആ കുട്ടിയെ ഓർത്തിട്ട് ആജീവനാന്തം വേദനയായിരിക്കും ആ പേരൻസിന് ഉണ്ടാകുക. ഇതിന്റെ കാരണം എന്താണെന്നറിയോ? ആ സ്ത്രീ ഗർഭിണിയായപ്പോൾ വൈറ്റമിൻസും മിനറൽസും വേണ്ട പോലെ ഇല്ലായിരുന്നു. അപ്പൊ ന്യൂട്രിചാർജ് വുമൺ എന്നുള്ള ആ ഒരു പ്രൊഡക്റ്റ് എത്ര ഗംഭീരമായിരിക്കും എന്നൊന്ന് ചിന്തിച്ചു നോക്കി. എല്ലാം അടങ്ങിയിട്ടുള്ള ഒരു സ്ത്രീക്ക് വേണ്ട 50 പോഷക തത്വങ്ങളും ചേർത്തിട്ടുള്ളത്. ഇനി ആരും എന്നോട് ചോദിക്കരുത്, ആരോടും ചോദിക്കരുത്, സർ ന്യൂട്രിചാർജ് വുമൺ ഗർഭിണികൾക്ക് കൊടുക്കാവോ? ഗർഭിണികൾക്ക് തന്നെയാണ് കൊടുക്കേണ്ടത്. ഓക്കെ. അപ്പൊ എന്താണ്, വിറ്റമിൻസ് ആൻഡ് മിനറൽസ് പോകുമ്പോൾ എനീമിയ കറക്റ്റ് ആവുന്നു, മസിൽസ് ആൻഡ് ബോൺ ഹെൽത്ത് നന്നാവുന്നു, എനർജി ബൂസ്റ്റപ്പ് ചെയ്യുന്നു, മെറ്റാബോളിസം കൂടുന്നു, ഇമ്മ്യൂണിറ്റി സ്ട്രെങ്തൻ ചെയ്യുന്നു, ആന്റി ഓക്സിഡന്റ് ആയതുകൊണ്ട് പ്രിമച്യൂർ ഏജിങ് വരും. വണ്ടർഫുൾ വണ്ടർഫുൾ കോമ്പിനേഷൻ. പിന്നെ എപ്പോഴും ന്യൂട്രിചാർജ് വുമൺ കഴിക്കുന്നുണ്ടെങ്കിലും മറുവശത്ത് എന്തായാലും ന്യൂട്രിചാർജ് സ്ട്രോബെറി പ്രോഡക്റ്റോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റോ നിങ്ങൾ എന്തായാലും കഴിക്കണം. ഓക്കെ, റൈറ്റ്. പിന്നെ ഇതിൻ്റെ അകത്തുള്ളത് 13 ഫ്രൂട്ട് ബ്ലെൻഡുകളാണ്, 13 ഫ്രൂട്ട് ബ്ലെൻഡ്സ്. അപ്പൊ 13 ഫ്രൂട്ട് ബ്ലെൻഡുകൾ വളരെ മിതമായ അളവിലേ ചേർത്തിട്ടുള്ളൂ. അതായത് ഗുണം ചെയ്യുന്ന അളവിൽ മാത്രം. അതാണല്ലോ RD എന്ന് പറയുന്നത്, അല്ലാതെ ദോഷം ചെയ്യുന്ന അളവിലൊന്നുമില്ല. പല ആൾക്കാരും ചോദിക്കും നിങ്ങളോട്, ചില ഫ്രൂട്ട്സുകളൊന്നും ഗർഭിണിയിൽ കഴിക്കാൻ പാടില്ല, പിന്നെ നിങ്ങൾ എങ്ങനെയാണ് ഇതിൽ ചേർത്തത്? അപ്പോൾ അത് ദോഷമല്ലേ? അവരോട് പറയണം, ഇന്നേ തീയതി വരെ ന്യൂട്രിചാർജ് വുമൺ കഴിച്ചിട്ട് ഒരു ഗർഭിണിക്കും ഗർഭം അലസിപ്പോയിട്ടില്ല. ഗർഭം ധരിക്കാത്ത ആൾക്കാർക്ക് ഗർഭം വന്നിട്ടേ ഉള്ളൂ. അതാണ് ന്യൂട്രിചാർജ് വുമൺ. അപ്പൊ അതിലുള്ള ഫ്രൂട്ട്സിനെ പറ്റി സംസാരിക്കരുത്. വെരി സിമ്പിൾ, ക്ലിയർ? ഞാൻ തന്നെ നിങ്ങളോടൊന്ന് ചോദിച്ചു നോക്കട്ടെ, ഏതെങ്കിലും ഒരാൾ നിങ്ങളുടെ അടുത്ത് വന്ന് പറഞ്ഞിട്ടുണ്ടോ ന്യൂട്രിചാർജ് വുമൺ കഴിച്ചതിന് ശേഷം എന്റെ ഭാര്യയുടെ ഗർഭം പോയി? ആരും പറഞ്ഞിട്ടില്ല? ഇല്ല. ഇൻഫാക്ട് ഗർഭിണിയാവാത്തവർക്ക് നമ്മൾ ഇത് കൊടുത്തിട്ട് അവരെ ഗർഭിണിയാക്കിയിട്ടേ ഉള്ളൂ. അപ്പൊ പിന്നെ ഇങ്ങനത്തെ ആൾക്കാർ എന്തെങ്കിലും പറയാൻ വേണ്ടി വരും. ആ പറയുന്നതിനെ പിഴിഞ്ഞങ്ങട് വിളഞ്ഞേക്കണം. ആ 13 ഫ്രൂട്ട് കൊണ്ട് ജ്യൂസ് ഉണ്ടാക്കിയിട്ട് അവരെ കുടിപ്പിച്ചങ്ങ് വിട്ടേക്കണം. പിക്ചർ ഇത് ക്ലിയർ? അപ്പൊ 13 വൈറ്റമിൻസ്, 13 മിനറൽസ്, 6 ബൊട്ടാനിക്കൽസ്, 13 ഫ്രൂട്ട് ബ്ലെൻഡുകൾ എല്ലാം ചേർത്തിട്ട് ന്യൂട്രിചാർജ് വുമൺ. 21 മില്ലിഗ്രാം അയൺ അതിൽ ചേർത്തിട്ടുണ്ട്. അയണിന്റെ പേരാണ് ഫെറസ് ബിസ് ഗ്ലൈസിനേറ്റ്. ഇത് ആർക്കൊക്കെ കൊടുക്കാം? പീരീഡ്സ് തുടങ്ങിയ പെൺകുട്ടികൾ മുതൽ എല്ലാ സ്ത്രീകളും ഇത് കഴിക്കണം. ഇനി പീരീഡ്സ് നിന്ന് പോയിട്ടുണ്ടെങ്കിൽ ഓൺ ദ സ്പോട്ട് നിർത്തുകയും ചെയ്യരുത്. കാരണം ഈ ശരീരം വളരെ ചൂടാവും, ഹോട്ട് ഫ്ലഷസ് ഉണ്ടാവും ആർത്തവവിരാമമാകുമ്പോൾ. അപ്പൊ അവർക്ക് ആ ഹീറ്റ് ഉള്ള ബോഡി ആണെങ്കിൽ അവർക്ക് ന്യൂട്രിചാർജ് വുമൺ തന്നെ കൊടുക്കണം. കാരണം അതിലുള്ള ഈവനിങ് പ്രിംറോസ് അതിനെ സഹായിക്കുന്നതാണ്. ഒന്ന്. രണ്ടാമത്, ഹീമോഗ്ലോബിൻ പെർഫെക്റ്റ് ആണോ എന്ന് നോക്കണം. എന്നിട്ടൊക്കെ തീരുമാനം എടുത്തിട്ട് മാത്രം ന്യൂട്രിചാർജ് വുമൺ മാറ്റിയാൽ മതി. എന്നിട്ട് മാത്രമേ ന്യൂട്രിചാർജ് മാൻ കൊടുക്കുള്ളൂ. അല്ലെങ്കിൽ ന്യൂട്രിചാർജ് വുമൺ സ്ത്രീക്കുള്ളത് തന്നെയാണ്, അവരത് കഴിച്ചുകൊണ്ടേയിരിക്കണം. ഇനി ഹീമോഗ്ലോബിൻ കുറഞ്ഞ പുരുഷന്മാരുടെ കൂട്ടത്തിൽ ഉണ്ടെങ്കിൽ എപ്പോഴെങ്കിലും ഒരു മാസം കഴിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ന്യൂട്രിചാർജ് വുമണും ഇടയ്ക്കിടയ്ക്ക് ന്യൂട്രിചാർജ് മാനും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ സ്വിങ് ചെയ്തുകൊണ്ടിരിക്കാം. ചില സമയത്ത് സ്ത്രീയാവാം, ചില സമയത്ത് പുരുഷനാവാം. പക്ഷെ എന്തായാലും ഹീമോഗ്ലോബിൻ വേണം ശരീരത്തിൽ കേട്ടോ, ഇല്ല പണിയാവും. ഓക്കെ, റൈറ്റ്. എപ്പോഴാണ് കഴിക്കേണ്ടത്? നേരത്തെ പറഞ്ഞ പോലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് കഴിക്കുക. ഓക്കെ, റൈറ്റ്. ഇനിയാണ് നമ്മൾ മഹാനായിട്ടുള്ള പ്രൊഡക്റ്റിലേക്ക് കിടക്കുന്നത്. ന്യൂട്രിചാർജിന്റെ പ്രോഡക്റ്റുകൾ. പ്രോട്ടീൻ കഴിച്ചാൽ അവയവങ്ങൾ നഷ്ടപ്പെടും എന്ന് പറയുന്ന ആൾക്കാരെ എത്രയും പെട്ടെന്ന് വിളിച്ചിട്ട് ഈ പ്രോഗ്രാമിലേക്ക് കൊണ്ടിരുന്നു. ഞാൻ അവരെ അവയവം ഇപ്പം മുക്കിത്തരാം. കാരണം വിത്തൗട്ട് പ്രോട്ടീൻ നോബഡി ക്യാൻ സർവൈവ്. അതൊന്ന്. പ്രോട്ടീൻ ഈസ് ലൈഫ്. രണ്ടാമത്തത്, അങ്ങനെ അവയവങ്ങൾ എടുക്കുന്നതും പ്രോട്ടീൻ കഴിച്ചാൽ ദോഷമാവുമെങ്കിലും ഞങ്ങളെ പോലത്തെ കമ്പനി 9 പ്രോട്ടീൻസുകൾ ഇറക്കില്ലായിരുന്നു. യെസ് ഓർ നോ? നമ്മൾ 9 പ്രോട്ടീൻ പൗഡർ ഇറക്കിയിരിക്കുന്നത്. ഈ നാട്ടുകാരുടെ ഓർഗൻ അടിച്ചു മാറ്റുന്നതാണോ നമ്മളെ ജോലി? അല്ലല്ലോ. താളം തെറ്റി ഓർഗനുകളെ നേരെയാക്കലല്ലേ നമ്മൾ ജോലി. അപ്പോൾ ന്യൂട്രിചാർജ് കൊക്കോ പ്രോഡക്റ്റ് ആണ് ആദ്യം ഞങ്ങൾ ലോഞ്ച് ചെയ്തത്. അത് തന്നെയാണ് ആദ്യം തന്നെ നിങ്ങളെ കാണിക്കുന്നത്. ഇത് പ്ലാന്റ് പ്രോട്ടീൻ ആണ്, കൊക്കോ പൗഡർ ആണ്, പ്രീബയോട്ടിക് ഫൈബറുമാണ്. പ്രോട്ടീൻ വിത്തൗട്ട് ഫൈബർ ഈസ് യൂസ്ലെസ്. ഫൈബർ ഉണ്ടെങ്കിൽ മാത്രമേ പ്രോട്ടീന് ഗുണമുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇതിൻ്റെ അകത്ത് ഫൈബറും കൂടി ചേർത്ത് വന്നിരിക്കുന്നത്. ചേർത്ത ഫൈബർ ഏതാണ്? പ്രീബയോട്ടിക് ഫൈബർ സർ. പ്രീബയോട്ടിക് എന്തുവാ? പ്രോബയോട്ടിക്കിന്റെ ഫുഡാണ്. എന്നാൽ പ്രോബയോട്ടിക് എന്തുവാ? നമ്മളുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചെറുകുടൽ, സ്മോൾ ഇൻറ്റസ്റ്റൈൻ, ഡൈജസ്റ്റീവ് സെറ്റപ്പ് കൂടുതൽ ഉണ്ടാകുന്നതാണ്. അപ്പോ അതിൻ്റെ അകത്ത് പ്രോബയോട്ടിക് എന്ന് പറഞ്ഞ നല്ല ബാക്ടീരിയസ് ഉണ്ട്. അതാണ് നമ്മളെ ദഹനത്തിന് സഹായിക്കുക. അതിന്റെ ഭക്ഷണമാണ് പ്രീബയോട്ടിക്. അപ്പൊ പ്രീബയോട്ടിക് ഫൈബർ ആയി കഴിഞ്ഞാൽ ഫൈബർ ആണ് താനും, എന്നാൽ അത് പ്രീബയോട്ടിക്. ഡബിൾ ധമാൽ, ഇരട്ടിപ്പണിയാണ് ചെയ്യുന്നത്.
അതാണ് ന്യൂട്രിചാർജ് കൊക്കോ പ്രോഡക്റ്റിലുള്ളത്. അത് തന്നെയാണ് ന്യൂട്രിചാർജ് സ്ട്രോബെറി പ്രോഡക്റ്റിലുള്ളത്. അപ്പൊ ഇത് രണ്ടും ഒരുമിച്ചിട്ട് അങ്ങ് പറഞ്ഞങ്ങ് പോകും. രണ്ടും സെയിം ആണ്. ആകെയുള്ള വ്യത്യാസം ഒന്നിൽ കൊക്കോ പൗഡർ ആണ്, മറ്റുള്ളതിൽ സ്ട്രോബെറി പൗഡർ ആണ്. ഓക്കെ, ഇത് സെഷയിലാണ് വരുന്നത്. നിങ്ങൾക്കറിയാം, ഈ ഡോയ് പാക്കിന്, വലിയ പാക്കിനെ പറയുന്നത് ഡോയ് പാക്കിനാണ്. ആ ഡോയ് പാക്കിൽ 15 സെഷേസ് ഉണ്ട്, ചെറിയത്, റൈറ്റ്. ആ സെഷെ കട്ട് ചെയ്തിട്ട് നിങ്ങൾ ഒരു ഗ്ലാസ്സിൽ ഇടുമ്പോൾ 20 ഗ്രാം പൊടിയാണ് നിങ്ങൾക്ക് കിട്ടുക, 20 ഗ്രാം പൗഡർ. അപ്പൊ 20 ഗ്രാംസ് പൗഡർ കിട്ടുമ്പോൾ അതിൽ 15 ഗ്രാം പ്രോട്ടീനാണ്, ബാക്കി ഫൈബർ ആൻഡ് ട്രേസ് എലിമെന്റ്സ് ആണ്. അപ്പൊ 15 ഗ്രാം പ്രോട്ടീൻ കിട്ടും നിങ്ങൾക്ക് ഒരു ന്യൂട്രിചാർജ് കൊക്കോ പ്രോഡക്റ്റിന്റെ സെഷെ കഴിച്ചാൽ, ഒരു ന്യൂട്രിചാർജ് സ്ട്രോബെറി പ്രോഡക്റ്റിന്റെ സെഷെ കഴിച്ചാൽ. അങ്ങനെയാവുമ്പോൾ ടോട്ടൽ 74% പ്രോട്ടീൻ നിങ്ങൾക്ക് ഒരു തവണ കഴിക്കുമ്പോൾ ലഭിക്കും. ഓക്കെ, പിന്നെ ഇത് വീഗൻ ആണ്, കംപ്ലീറ്റ്ലി പ്ലാന്റ് ബേസ്ഡ് ആണ്, ആൻഡ് ദർ ഇസ് നോ ആഡഡ് ഷുഗർ ഇൻ ടു ഇറ്റ്. നിങ്ങളായിട്ട് പഞ്ചസാര ചേർക്കരുത്, പഞ്ചസാര ശരീരത്തിന് ഹാനികാരം. പിന്നെ പ്രോട്ടീൻ ഡെഫിഷ്യന്റ് ആയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടാവും കാണാൻ. പുരുഷന്മാരെ ഒന്ന് നോക്കിക്കോളൂ, ചില സ്ഥലത്ത് നമുക്ക് നമ്മളെ മുഖമെല്ലാം കാണാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ ഒന്ന് തുടങ്ങാം നമുക്ക്. ഓക്കെ, ഇറിറ്റേബിലിറ്റി, ആ മുഖം കണ്ടോ അവിടെ? യാ, ഒന്ന്. രണ്ടാമത്തെ പ്രിമേച്വർ ഏജിങ്, പ്രായം കൂടി കൂടി പോകുന്നു. മൂന്നാമത്തെ റെഡ്യൂസ് സ്റ്റാമിന. സാറേ നമുക്ക് നാളെ വൈകുന്നേരം അവിടെ കാണാനില്ലേ? നാളെ വൈകുന്നേരം വേണ്ട കേട്ടോ, മറ്റന്നാളാക്കാം. എന്താ? അല്ല, എനിക്ക് ഒരു സുഖം പോരാ. ശരി, പോയി. ടയർഡ്നെസ്, എപ്പോഴും ടയർഡ്നെസ്. കളിക്കുന്നത് കേട്ടോ. ഒരു പ്രൊഡക്റ്റ് കഴിഞ്ഞാൽ ഞാനൊന്ന് പോയി വെള്ളം കുടിച്ചു വരും, അപ്പോഴേക്കും ഇവിടെ നിന്ന് കട്ടാവും. പിന്നെ അടുത്ത പ്രൊഡക്റ്റ് പോകും, പിന്നെ ഞാൻ മൂത്രമൊഴിച്ചു വരും, അപ്പോൾ വീണ്ടും കട്ടാവും. അപ്പൊ നമ്മളിങ്ങനെ ഒരു ആരോഗ്യം പഠിപ്പിക്കുന്നതുകൊണ്ട് എല്ലാം ആരോഗ്യം പോലെയാണ് പോകുന്ന കാര്യങ്ങൾ. എനിവേ, നമുക്ക് ന്യൂട്രിചാർജ് കൊക്കോ പ്രോഡക്റ്റിലേക്ക് തിരിച്ചു പോകാം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഈ ഒരു കണ്ടീഷനിലേക്ക് ശരീരമായി മാറും. അപ്പോൾ ഇതൊരു വലിയ സുഖമുള്ള ഒരു ശരീരമായിരിക്കില്ല. അതുകൊണ്ട് ഞാൻ നേരത്തെ ന്യൂട്രിചാർജ് മാനിൽ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ ഇവിടെ ബാധകമാണ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ മുന്നോട്ട് പോകുന്നു. ഈ 60 ഗ്രാം പ്രോട്ടീനാണ് ഒരു വ്യക്തിക്ക് ഡെയിലി വേണ്ടത് കേട്ടോ. ഇന്ത്യൻ കണ്ടീഷൻ വെച്ച് നോക്കുമ്പോൾ 60 ഗ്രാം പ്രോട്ടീൻ എല്ലാ ദിവസവും ഒരു വ്യക്തിക്ക് വേണം. 60 ഗ്രാമിന്റെ താഴെ കഴിക്കുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ പ്രോട്ടീൻ കഴിച്ചുകൊണ്ട് യാതൊരു കാര്യമില്ല. അപ്പൊ ചില ആൾ അഥവാ പറയാണ്, സാർ എനിക്ക് പ്രോട്ടീൻ പൗഡർ ആയിട്ട് വേണ്ട, ഭക്ഷണത്തിൽ കൂടെ ഞാൻ പ്രോട്ടീൻ കഴിച്ചോളാം, എന്നാൽ 2 ലിറ്റർ പാല് കുടിക്കണം. പാല് തന്നെ കഴിക്കാൻ പാടില്ല എന്നാണ് ചില എഡൽറ്റ് ആൾക്കാരോട് നമ്മൾ പറയാം. അപ്പൊ പിന്നെ 2 ലിറ്റർ പാൽ എങ്ങനെ കുടിക്കുന്നത്? അതില്ല, പോട്ടെ, അത് കട്ട്. പിന്നെ 20 റൊട്ടി. അയ്യോ, റൊട്ടി എന്ന് പറഞ്ഞാൽ ചപ്പാത്തിയാണ് ഉദ്ദേശിച്ചത് കേട്ടോ. ചിന്തിച്ചു നോക്കി, 20 ചപ്പാത്തി ഒരു വീട്ടിൽ 4 പേരുണ്ടെങ്കിൽ ഉണ്ടാക്കേണ്ട ആളുടെ കഥ എന്തായിരിക്കും? ഒന്ന് ചിന്തിച്ചു നോക്കി. അവർക്ക് പിന്നെ പ്രോട്ടീൻ കലക്കിയിട്ട് പിന്നെ എന്തെങ്കിലും വേറെ ചെയ്യേണ്ടി വരും. പിന്നെയുള്ള 15 കട്ടോരി കുക്ക്ഡ് ദാൽ, പരിപ്പ് 15 കപ്പ്. ഒരു കപ്പ് കഴിച്ചാൽ തന്നെ ഗ്യാസ് എന്ന് പറയുന്ന ആൾക്കാർ ഇഷ്ടംപോലെ ഇവിടെ കണ്ടിട്ടുണ്ട്. അപ്പൊ 15 കപ്പ് എങ്ങനെ കൊടുക്കും? പിന്നെ 2 കിലോ അരി ചോറാക്കി കഴിക്കണം. 2 കിലോ ചോറ്. 2 കിലോ ചോറ് എന്നൊക്കെ പറഞ്ഞാൽ എത്രയായിരിക്കും? ഒന്ന് ചിന്തിച്ചു നോക്കി. കഴിക്കാൻ പറ്റും? എത്ര ചോറിനോട് ഇഷ്ടമുള്ളവനും കഴിക്കാൻ പറ്റും 2 കിലോ അരി ചോറ്? നോ. അപ്പൊ ഇതൊക്കെ സംഭവ ബഹുമൂലമല്ല. ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. ഇത് കഴിച്ചാൽ പോലും ഒരുപക്ഷെ ഇതൊക്കെ ഡൈജസ്റ്റ് ആവണമെന്നില്ല. കാരണം ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന് ഇതൊന്നും ഏറ്റെടുക്കാൻ പറ്റത്തില്ല. അത്രയും ഹെവിയാണ് പോയിരിക്കുന്ന സാധനം. നമ്മൾ പഠിച്ചിട്ടില്ലേ, ഓവർ ഈറ്റിംഗ് ഈസ് ഓൾസോ വെരി ഡേഞ്ചറസ്. ജസ്റ്റ് ഇമാജിൻ. അതുകൊണ്ട് പ്രോട്ടീൻ പൗഡർ തന്നെ എടുക്കണം സപ്ലിമെന്റേഷൻ രൂപത്തിൽ. അതിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കി. ഒന്ന്, മുടി, സ്കിന്ന് നന്നാവും. നമുക്ക് ക്ലോക്ക് വൈസ് ആയിട്ട് പോകാം. നമുക്ക് ഭക്ഷണത്തിൽ കൂടെ പ്രോട്ടീന്റെ അളവ് കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അത് നികത്തപ്പെടും. ഇമ്മ്യൂണിറ്റിയെ ബൂസ്റ്റപ്പ് ചെയ്യും. വിശപ്പ് ഒരുവിധം ഇല്ലാതെയാക്കും. ആവശ്യത്തിനുള്ള വിശപ്പുണ്ട്, അതുകൊണ്ട് ഓവർ ഈറ്റിംഗ് ഉണ്ടാവില്ല. ഓവർ ഈറ്റിംഗ് ഇല്ലാത്തതുകൊണ്ട് അമിതമായിട്ട് ഭക്ഷണം കഴിക്കത്തില്ല. അമിതമായി ഭക്ഷണം കഴിക്കുന്നത് കൊണ്ട് നമുക്ക് ദഹനം കുറയും. ദഹനം കുറയുമ്പോൾ അത് കൊഴുപ്പായിട്ട് മാറുകയും ചെയ്യും. അപ്പൊ ഇങ്ങനെ തടിച്ചു വരും നമ്മൾ. പിന്നെ ഫിസിക്കൽ സ്ട്രെസ്, സ്റ്റാമിന എല്ലാം കുറച്ചും കൂടി നന്നാക്കും. പിന്നെ 25 ഗ്രാം സോയ പ്രോട്ടീൻ എല്ലാ ദിവസവും എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ രക്തത്തിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള കൊളസ്ട്രോൾ 12% കുറയുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ പിന്നെ എല്ലാ ദിവസവും ഒന്ന് എടുത്താൽ എന്താ പ്രശ്നം? 60 ഗ്രാം എടുത്താൽ എത്രയാവും? 25 ഗ്രാം എടുത്താലാണ് 12% കുറയുന്നത്. അപ്പൊ 60 ഗ്രാം എടുത്താൽ എത്രയാവും? ഏകദേശം 25% പോയി കിട്ടും. വണ്ടർഫുൾ അല്ലേ? പിന്നെ ഉള്ളത്, നമ്മളെ ശരീരത്തിലെ ഫാറ്റിനെ കുറയ്ക്കും, മസിൽസിനെ കൂട്ടും. കാരണം എന്താ? പ്രോട്ടീന്റെ മസിൽസിന്റെ ഭക്ഷണമാണ് പ്രോട്ടീൻ. അപ്പൊ നിങ്ങൾ പ്രോട്ടീൻ കഴിച്ചുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് മസിൽസ് ഉണ്ടാവും. മസിൽസ് ഉണ്ടാകുമ്പോൾ അവിടെ കൊഴുപ്പ് വരില്ല. മസിൽസ് പോകുമ്പോൾ അവിടെയൊക്കെ കൊഴുപ്പ് കയറി വരും. അങ്ങനെയാവുമ്പോൾ മൊത്തം ശരീരത്തിലെ മസിൽസ് ബിൽഡപ്പ് ചെയ്യപ്പെടും, മെയിൻറ്റെയിൻ ചെയ്യപ്പെടും. വണ്ടർഫുൾ അല്ലേ സംഭവം? പിന്നെ ഇത് കൊക്കോ പ്രോഡക്റ്റ് ആയതുകൊണ്ട്
ഈ കൊക്കോയിൽ ഒരു പ്രത്യേക തരം ക്വാളിറ്റി ഉണ്ട്. എന്താണെന്നറിയാവത്? അത് നിങ്ങളുടെ ശരീരത്തിലെ LDL കൊളസ്ട്രോൾ, ചീത്ത കൊളസ്ട്രോളെ കുറയ്ക്കും, നല്ല കൊളസ്ട്രോളുകളെ കൂട്ടുകയും ചെയ്യും. അപ്പോൾ LDL ഗോസ് ഡൗൺ, HDL കംസ് അപ്പ്. പിന്നെ ഇതിന്റെ കൂടെ ന്യൂട്രിചാർജ് വെജോമയും കൂടി കഴിച്ചാൽ ട്രൈഗ്ലിസറൈഡ് ഒന്ന് പോയി കിട്ടും. സോ PVMFOA അതൊരു പ്രാക്ടീസ് ആക്കി കഴിഞ്ഞാൽ എന്തൊക്കെയോ സംഭവം നമ്മുടെ ശരീരത്തിൽ നടക്കും, നല്ലവണ്ണം നടക്കും. ഓക്കെ, അങ്ങനെ ന്യൂട്രിചാർജ് കൊക്കോ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് 74% പ്രോട്ടീൻ നിങ്ങൾക്ക് നൽകിക്കൊണ്ട് ഒരു കംപ്ലീറ്റ് പ്രോട്ടീൻ ആണ്. കംപ്ലീറ്റ് പ്രോട്ടീൻ എന്തുകൊണ്ടാണ്? കാരണം അത് പിഡിക്കാസ് വാല്യൂ ഒന്നുള്ളതാണ്. പിഡിക്കാസ് എന്ന് പറഞ്ഞാൽ പ്രോട്ടീൻ ഡൈജസ്റ്റബിലിറ്റി കറക്റ്റഡ് അമിനോ ആസിഡ് സ്കോർ. അതായത് ഈ പ്രോട്ടീൻ കഴിക്കുമ്പോൾ അത് ഡൈജസ്റ്റ് ആവുന്നു, അത് ഡൈജസ്റ്റ് ആയിട്ട് അതിൽ നിന്ന് വേണ്ട 9 അമിനോ ആസിഡ് നിങ്ങളുടെ ശരീരം വലിച്ചെടുക്കുന്നു. ഈ 9 അമിനോ ആസിഡ് ആണ് നിങ്ങളുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നത്. അതിലൊന്നായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞ ഗ്ലോബിൻ. ആ ഗ്ലോബിൻ ഉണ്ടെങ്കിലേ ഹീമോഗ്ലോബിൻ ഉണ്ടാവുന്നു, നിങ്ങൾക്കറിയാമല്ലോ. സോ ദിസ് ഈസ് വാട്ട് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ദർ ഈസ് നോ കൊളസ്ട്രോൾ ഇൻ ടു ഇറ്റ്. പിന്നെ ഇത് ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത് കൊക്കോ പൗഡർ ബെൽജിയത്തിൽ നിന്നാണ്. ഇന്റർനാഷണൽ ലെവലിൽ ഏറ്റവും നല്ല കൊക്കോ കിട്ടുന്നത്, ചോക്ലേറ്റ്സ് കിട്ടുന്നത് ബെൽജിയമാണ്. വിദേശത്ത് പോയ ആൾക്കാർക്ക് അറിയാം, ചോക്ലേറ്റിനോട് അമിത സ്നേഹമുള്ള ആൾക്കാർക്ക് അറിയാം, ബെൽജിയം ചോക്ലേറ്റ്സ് ആർ ദ ബെസ്റ്റ് ചോക്ലേറ്റ്സ്. കാരണം കൊക്കോ അത്രയും നല്ലതായിരിക്കും. അതാണ് ഇതിൽ ചേർത്തിരിക്കുന്നത്. അണ്ടർസ്റ്റാൻഡ്? ഇനി നമ്മൾ അടുത്തേക്ക് പോകുന്നത് സ്ട്രോബെറി പ്രോഡക്റ്റ് ആണ്. എവറിത്തിങ് ഈസ് സെയിം. ദ ഓൺലി ഡിഫറൻസ് ഈസ് ഇതിൻ്റെ അകത്ത് സ്ട്രോബെറി ഉണ്ട് മാത്രം. അതുകൊണ്ട് ഇത് നമ്മൾ സ്ത്രീകൾക്ക് കൊടുക്കുന്നു. കാരണം സ്ട്രോബെറി ഹീമോഗ്ലോബിൻ ലെവൽ കൂട്ടാൻ സഹായിക്കും. അതുകൊണ്ട് തന്നെ സ്കിന്നിന്റെ ഫേംനെസ് കൂട്ടും, മസിൽസിനെ പ്രിസർവ് ചെയ്തുകൊണ്ട് അവരുടെ ബോഡിക്ക് ഒരു ഷേപ്പ് കൊടുക്കും. അതുകൊണ്ടാണ് ലേഡീസിന്റെ ബോഡിക്ക് ഒരു ഷേപ്പ് വരുന്നത്. അത് പ്രോട്ടീൻ ശരിക്ക് കഴിച്ച് മെയിൻറ്റെയിൻ ചെയ്ത് ശരീരം നോക്കിയാൽ അതുപോലെ ഉണ്ടാവും, ഇല്ലെങ്കിൽ എന്തൊക്കെയോ പോലെ ഉണ്ടാവും. അത് അവർക്കും പിടിക്കില്ല, അതിഭീകരമായ ഒരു അവസ്ഥയായിരിക്കും. കൂടുതൽ ഫാറ്റ് ഡിപ്പോസിഷൻ ഉണ്ടാവും. നാച്ചുറലായിട്ട് അഡോളസൻസ് പീരീഡ് വരുമ്പോൾ പെൺകുട്ടികളുടെ ശരീരത്തിൽ ഫാറ്റ് ഡിപ്പോസിഷൻ നടക്കും. അതുകൊണ്ടാണ് ആ സ്ട്രക്ചറിന് ഒരു ഷേപ്പ് വരുന്നത്. അത് അമിതമായി പോയാൽ എല്ലാം തകരാറിലാവും. അപ്പോൾ നമ്മൾ ഇത് കൃത്യമായിട്ട് കഴിക്കുക. നല്ല മുടി വേണമെങ്കിൽ, നല്ല നഖം വേണമെങ്കിൽ, നല്ല ചർമ്മം വേണമെങ്കിൽ, നല്ല എല്ല് വേണമെങ്കിൽ, എല്ലാം നമുക്ക് പ്രോട്ടീൻ വേണം. പിന്നെ പീരീഡ്സ് ഉള്ളത് കൊണ്ടും ഈ ഹോർമോൺ വ്യതിയാനം വളരെയധികം കൂടുതൽ സ്ത്രീകളിൽ കാണുന്നത് കൊണ്ടും കാൽഷ്യത്തിന്റെ ബാലൻസ് എല്ലായ്പ്പോഴും തെറ്റാറുണ്ട് അവരിൽ. അതുകൊണ്ട് അവരുടെ എല്ലിന്റെ സാന്ദ്രത വളരെയധികം കുറഞ്ഞു പോകാറുണ്ട്. അതിനു വേണ്ടി ന്യൂട്രിചാർജ് സ്ട്രോബെറി പ്രോഡക്റ്റ് അവർക്ക് കൊടുക്കുക. അത് മാത്രമല്ല, ഇത് കഴിക്കുമ്പോൾ ബിക്കോസ് ഇറ്റ് ഈസ് മെയ്ഡ് ഓഫ് സ്ട്രോബെറി, അവരെ നമ്മുടെ ഈ മുഖത്തെ ചർമ്മം നല്ല സ്ട്രോബെറി പിങ്ക് ആവാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. ഹലോ, കഴിച്ചു നോക്കൂ കേട്ടോ. ബാക്കിയെല്ലാം പറഞ്ഞത് സെയിം ആണ്. ദർ ഇസ് നോ ഡിഫറൻസ്. എവറിത്തിങ് ഇസ് സെയിം. ഇനിയിപ്പോ പിന്നെ ചില പുരുഷന്മാർക്ക് ഉണ്ടാവും, സാർ ഇത് ഞങ്ങൾക്ക് കഴിച്ചാൽ ഒരു കുഴപ്പമില്ല, കഴിക്കാം, യു ക്യാൻ. നിങ്ങളുടെ ഭാര്യ ഇത് കഴിക്കാം. പക്ഷെ നിങ്ങൾക്ക് കൊളസ്ട്രോൾ സംബന്ധമായിട്ടുള്ള പ്രശ്നം, ട്രൈഗ്ലിസറൈഡ് സംബന്ധമായിട്ടുള്ള പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾ കൊക്കോ കഴിക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ, റൈറ്റ്. പിന്നെ ന്യൂട്രിചാർജ് കേസർ പിസ്ത പ്രോഡക്റ്റ്. എന്നാ പ്രോഡക്റ്റ് ആണ് ഇതപ്പോ. ഇത് കഴിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? അപ്പൊ കഴിഞ്ഞ 2-3 ദിവസങ്ങളായിട്ട് ഞാൻ 1-2 ആൾക്കാർ എൻ്റെ മുമ്പിൽ വന്നിട്ട് പറഞ്ഞു, സാർ ഇതൊന്ന് മാറ്റി ഇത് തരാൻ പറ്റുമോ, കാരണം ഇതിന്റെ ടേസ്റ്റ് എനിക്ക് പിടിക്കുന്നില്ല. അത് ഓരോരാളുടെ ടേസ്റ്റ് ആണ്, റൈറ്റ്. ഇതിൽ കേസറാണ്, കുങ്കുമപ്പൂവുണ്ട്, പിസ്തയുണ്ട്, അതേപോലെ കർക്കുമീൻ ഉണ്ട്. കർക്കുമീൻ എന്ന് പറഞ്ഞാൽ മഞ്ഞളിന്റെ ഏറ്റവും നല്ല വശമാണത്. അത് ബയോ അവൈലബിൾ ആണ്, പെട്ടെന്ന് ശരീരത്തിൽ വലിച്ചെടുക്കും. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ ഗർഭിണികൾക്ക്, മുലയൂട്ടുന്ന അമ്മമാർക്ക്, അല്ലെങ്കിൽ ചർമ്മത്തിൽ ചില പ്രശ്നങ്ങളുള്ള ആൾക്കാർക്കെല്ലാം കൊടുക്കുന്ന വളരെ നല്ലതാണ് കേട്ടോ. വളരെ ഗംഭീരമായ റിസൾട്ട് ആയിട്ടുണ്ടാവും. പിന്നെ വീട്ടിൽ പ്രായമുള്ള ആൾക്കാരുണ്ടെങ്കിൽ, പിന്നെ ഇങ്ങനത്തെ മഴക്കാലത്ത് ജലദോഷം, കഫക്കെട്ട് ഒക്കെ ഉണ്ടെങ്കിൽ അവർക്കെല്ലാം കൊടുക്കാൻ പറ്റിയ ഒരു പ്രോഡക്റ്റ് ആണ് ന്യൂട്രിചാർജ് കേസർ പിസ്ത പ്രോഡക്റ്റ്. പക്ഷേ ഇതിൽ പ്രോട്ടീൻ്റെ അളവ് അല്പം കുറവാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണമെന്നറിയോ, ഇതിൽ ന്യൂട്രിചാർജ് ഓൾപ്രോം കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ കറക്റ്റ് ആയിട്ട് വരും, പെർഫെക്റ്റ്. ഇനിയല്ല വല്ലാത്ത അലർജി പ്രശ്നങ്ങളുള്ള ആളാണെങ്കിൽ ന്യൂട്രിചാർജ് കിഡ്സ് മാംഗോ കലക്കി കൊടുക്കണം. ഇത് രണ്ടിൻ്റെയും കോമ്പിനേഷൻ ഒരു 1.5 കോമ്പിനേഷൻ, റൈറ്റ്. ഓക്കെ, അപ്പോൾ ന്യൂട്രിചാർജ് കേസർ പിസ്ത, ആസ് ഐ ടോൾഡ് യു, പ്രിമച്വർ ഏജിങ് ഉണ്ടാക്കുന്നതിന് കൊണ്ട് തന്നെ ഇതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് റിലീവ്സ് യു ഫ്രോം കഫ് ആൻഡ് കോൾഡ്. കാരണം മഞ്ഞൾ ഉണ്ടല്ലോ ഇതിൽ. അപ്പോൾ മഞ്ഞൾ ഉള്ളത് കൊണ്ട് നമ്മളെ ശരീരത്തിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള ഇൻഫെക്ഷൻ, ഇൻഫ്ലമേഷൻ, നീർക്കെട്ടുകൾ എല്ലാം ഇല്ലാതെയാക്കും ഇത്. അതാണ് ഇതിന് ഏറ്റവും വലിയ ഒരു ഗുണം. പിന്നെ ഗർഭിണികളൊക്കെ ചുമയൊക്കെ വന്നു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. കാരണം ചുമച്ചു കഴിഞ്ഞാൽ വയറ് കംപ്ലീറ്റ് കുലുങ്ങും. അത് വലിയ തകരാറാണ് അവർക്ക്, വല്ലാതെ ക്ഷീണാവും. അപ്പോൾ അവർക്ക് കൊടുക്കാൻ പറ്റിയ ഒരു പ്രോഡക്റ്റ് ആണ് ന്യൂട്രിചാർജ് കേസർ പിസ്ത പ്രോഡക്റ്റ്. അതിൽ ഒരു ഓൾപ്രോം കൂടി ചേർത്ത് കൊടുക്കുക. സോ 1 സ്പൂൺ or 1 scoop ഓഫ് ന്യൂട്രിചാർജ് കേസർ പിസ്ത പ്ലസ് 1 scoop ഓഫ് ന്യൂട്രിചാർജ് ഓൾപ്രോം.
ബാക്കി എന്തൊക്കെ നേരത്തെ പറഞ്ഞോ പ്രോട്ടീനെ പറ്റി അതൊക്കെ തന്നെ ഇവിടെ പറയാനുള്ളത്. ആകെ വ്യത്യാസം അവിടെ 74% പ്രോട്ടീൻ ഉണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് 64% പ്രോട്ടീൻ കിട്ടും. അതുകൊണ്ടാണ് ഞാൻ ന്യൂട്രിചാർജ് ഓൾ പ്രോം കൂടി ഇതിൽ ചേർക്കാൻ പറഞ്ഞത്. ഓക്കെ, ഇതിലൊന്നും ഞങ്ങൾ ഷുഗർ ചേർത്തിട്ടില്ല. ദയവ് ചെയ്ത് നിങ്ങൾ ഇതിൽ ഷുഗർ ചേർക്കുകയും ചെയ്യരുത്. ട്രൈ ടു അവോയ്ഡ് ഷുഗർ ഫ്രോം എവറി തിങ്. അതായത് ചായ ആയിക്കോട്ടെ, കോഫി ആയിക്കോട്ടെ, അതിലൊക്കെ ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും. ഇനിയുള്ളത് ഒരുമിച്ച് വന്ന 2 പ്രോഡക്റ്റുകളാണ് ന്യൂട്രിചാർജ് പ്രോഡക്റ്റ് ഷേക്ക്. ഓക്കെ, ഇത് പ്രത്യേകിച്ചിട്ട് ഫിറ്റ്നസ്, സ്റ്റാമിന, ലീൻ മസിൽ മാസ് ഒക്കെ കൂട്ടാൻ പറ്റുന്ന ആൾക്കാർക്കുള്ളത്. അപ്പോൾ ജിമ്മിലൊക്കെ പോകുന്ന ആൾക്കാർക്ക് ഈ ഒരു പ്രോഡക്റ്റ് വളരെ ഗംഭീരമായിരിക്കും. അപ്പോൾ ന്യൂട്രിചാർജ് പ്രോഡക്റ്റ് ഷേക്ക് കോഫി ഹേസൽനട്ട് ഒരു ഭാഗത്ത്, ന്യൂട്രിചാർജ് പ്രോഡക്റ്റ് ഷേക്ക് ബനാന കാരമൽ ഒരു ഭാഗത്ത്. ഇത് രണ്ടിലും മറ്റുള്ള പ്രോട്ടീനേക്കാളും വ്യത്യാസം എന്ന് പറയുന്നത് ബാക്കിയുള്ള എല്ലാത്തിലും അധികവും ഒരു പ്രോട്ടീൻ മാത്രമേ ഉള്ളൂ. ന്യൂട്രിചാർജ് ഇതുവരെ ഞാൻ പറഞ്ഞ പ്രോട്ടീനുകളുണ്ട്, അതിലേക്ക് ഒരു പ്രോട്ടീനേ ഉള്ളൂ, അത് ഐസൊലേറ്റഡ് സോയ പ്രോട്ടീൻ. പക്ഷേ ഈ പ്രോഡക്റ്റ് ഷേക്കുകളിൽ 3 തരം പ്രോട്ടീൻ ഉണ്ട്. ഒന്ന് ഐസൊലേറ്റഡ് സോയ പ്രോട്ടീൻ, പിന്നെ ഒന്ന് കേസീൻ ആൻഡ് വേ പ്രോട്ടീൻ, 3 തരം. അപ്പൊ ഈ 3 തരം ഉള്ളത് കൊണ്ട് ജിം ഗോവേഴ്സിന് ഇത് വളരെ നല്ലതാണ്. കാരണം ജിമ്മിലെ ആൾക്കാർ ഒരിക്കലും ഉണ്ടല്ലോ ഐസൊലേറ്റഡ് സോയ പ്രോട്ടീനെ സപ്പോർട്ട് ചെയ്യില്ല, കാരണം അവർക്ക് വേ പ്രോട്ടീൻ വേണമെന്ന് പറയും. അതെന്തുകൊണ്ടാണ് പറയുന്നത് വെച്ചാൽ വേ പ്രോട്ടീന്റെ ആക്ഷൻ വളരെ ഫാസ്റ്റ് ആണ്, അതുകൊണ്ടാണ് പറയുന്നത്. അല്ലാതെ അല്ല, ഫാസ്റ്റ് ആക്ഷൻ ആണ്, പക്ഷെ അത് പെട്ടെന്ന് ശരീരത്തിൽ നിന്ന് പോവുകയും ചെയ്യും. പക്ഷെ ഇവിടെ ഈ സയൻസ് വളരെ നല്ലതാണ് ഞങ്ങൾ യൂസ് ചെയ്തത് ഇവിടെ പ്രോഡക്റ്റ് ഷേക്കിൽ. കാരണം 3 പ്രോട്ടീൻ ഉണ്ട്. ഈ 3 പ്രോട്ടീനും വ്യത്യസ്ത സമയങ്ങളിലാണ് റിലീസ് ആകുക. അതുപോലെ തന്നെ വ്യത്യസ്ത സമയങ്ങൾ ഇത് നിങ്ങളുടെ ശരീരത്തിൽ കാണും. അതുകൊണ്ട് ന്യൂട്രിചാർജ് പ്രോഡക്റ്റ് ഷേക്ക് നിങ്ങൾ രാവിലെ 1 സ്കൂപ്പ് ന്യൂട്രിചാർജ് പ്രോഡക്റ്റ് ഷേക്ക് ഏതെങ്കിലും ഒന്ന് പ്ലസ് ന്യൂട്രിചാർജ് ഓൾ പ്രോം കൂടി ചേർത്ത് കഴിച്ചാൽ ഏകദേശം 10 മണിക്കൂറോളം ആ പ്രോട്ടീനിന്റെ എഫക്റ്റ് നിങ്ങളുടെ ശരീരത്തിൽ നിലനിൽക്കും. മറ്റുള്ള പ്രോട്ടീനേക്കാളും വ്യത്യാസം അതാണ് ഇതിൽ ഉള്ളത്. ഓക്കെ, അപ്പോൾ കറക്റ്റായിട്ട് മനസ്സിലാക്കുക. നിങ്ങളെ വെയിറ്റ് ട്രെയിനിങ് ചെയ്യുന്ന ആൾക്കാർക്ക് പ്രത്യേകിച്ചിട്ട് ഇത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. സ്ട്രെങ്ത് ട്രെയിനിങ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് നല്ലതായിരിക്കും. എന്തായാലും ഇതൊന്ന് ജിമ്മിലെ ആൾക്കാരോടൊന്ന് പ്രൊമോട്ട് ചെയ്യുക. കൂടുതൽ ഈ മസിലിന്റെ ഈ ഘനം കൂട്ടാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്കെല്ലാം ഇത് കൊടുക്കുന്നത് നല്ലതാണ്. കൂടുതൽ കാലം, അതായത് കൂടുതൽ സമയം ഇത് ശരീരത്തിൽ നിൽക്കുന്നത് കൊണ്ട് ഇറ്റ് സസ്റ്റെയിൻസ് എനർജി. നിങ്ങളുടെ ശരീരത്തിൽ എനർജി ലെവലിനെ കാത്തു സൂക്ഷിക്കും. അതുകൊണ്ട് പിന്നെ നാച്ചുറലി ബാക്കി എല്ലാം പ്രോട്ടീൻ എന്തൊക്കെ ചെയ്യുന്നുണ്ടോ അതൊക്കെ അവിടെ ചെയ്യും. പിന്നെ ഇവിടെ പ്രോഡക്റ്റ് ഷേക്ക് കോഫി ഹേസൽനട്ടിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇതിൽ റിയൽ കോഫി പൗഡർ ആൻഡ് റിയൽ ഹേസൽനട്ടാണ് ഉള്ളത്. ഓക്കെ, ബാക്കിയെല്ലാം നേരത്തെ പറഞ്ഞത് തന്നെയാണ്, വലിയ വ്യത്യാസമൊന്നുമില്ല. പക്ഷെ ആകെ വേറൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ നിങ്ങൾക്കറിയാം 500 ഗ്രാം ജാറായിരുന്നു വന്നുകൊണ്ടിരുന്നത്, ദാറ്റ് ഹാസ് ബീൻ റെഡ്യൂസ്ഡ് ടു 200 ഗ്രാംസ്, റൈറ്റ്? അപ്പോൾ ഒരു സ്കൂപ്പിൽ എന്താണോ കിട്ടുന്നത് അത് അതുപോലെ തന്നെയാണ്. ദാറ്റ് ഈസ് 10 ഗ്രാം ഓഫ് പ്രോട്ടീൻ ആൻഡ് 4 ഗ്രാം ഓഫ് ഫൈബർ. ഒരു സ്കൂപ്പ് എടുത്തു കഴിഞ്ഞാൽ 10 ഗ്രാം പ്രോട്ടീൻ കിട്ടും, 4 ഗ്രാം ഫൈബർ കിട്ടും. അപ്പോൾ ഇതിന്റെ കൂടെ ഓൾ പ്രോ ചേർക്കുന്നത് അഭികാമ്യം തന്നെയാണ്. ഇല്ലേ നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാം, ന്യൂട്രിചാർജ് കൊക്കോ പ്രോഡക്റ്റ് പ്ലസ് ന്യൂട്രിചാർജ് പ്രോഡക്റ്റ് ഷേക്ക് കോഫി ഹേസൽനട്ട് അത് രണ്ട് ചേർക്കുക. അപ്പം നിങ്ങൾക്ക് ഒറ്റ തവണ കുടിക്കുമ്പോൾ തന്നെ 25 ഗ്രാം പ്രോട്ടീൻ കിട്ടും. കാരണം 10 ഇതിൽ നിന്ന് കിട്ടും, 15 അവിടെ നിന്ന് കിട്ടും. അങ്ങനെ 2 നേരം ഒരു ദിവസം കഴിച്ചാൽ 50 ആയി. ബാക്കി ഭക്ഷണത്തിൽ കൂടെ ചെയ്താൽ മതി. ഇതിൽ ആർട്ടിഫിഷ്യൽ കളർ ചേർത്തിട്ടില്ല, ഫ്ലേവർ ചേർത്തിട്ടില്ല. ആബ്സല്യൂട്ട്ലി ഫാന്റാസ്റ്റിക് പ്രോഡക്റ്റ് ആണ്. ഇതിന്റെ അകത്ത് പ്രീബയോട്ടിക് ഡയറ്ററി ഫൈബർ ആണ് ചേർത്തിരിക്കുന്നത്, നാച്ചുറൽ ആണത്. കോൾഡ് ഫ്രക്ടോ ഒലിഗോ സാക്കറൈഡ്സ്. ഇതെവിടെയോ കേട്ടിട്ടുണ്ടോ ഈ സംഭവം? ഫ്രക്ടോ ഒലിഗോ സാക്കറൈഡ്സ് ആരെങ്കിലും എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഫ്രക്ടോ ഒലിഗോ സാക്കറൈഡ്സ് ആൾക്കാരുണ്ടല്ലോ അല്ലേ? ഹലോ, ഫ്രക്ടോ ഒലിഗോ സാക്കറൈഡ്സ് എന്ന് പറയുന്ന പ്രീബയോട്ടിക് നമ്മൾ എവിടെയാ കേട്ടത്? ശരി, അധികം സമയം എടുക്കുന്നില്ല, ഞാൻ തന്നെ അങ്ങ് പറഞ്ഞേക്കാം. ന്യൂട്രിചാർജ് കിഡ്സിലാണുള്ളത്. കിഡ്സിന്റെ ടിന്നിന്റെ മുകളിൽ തന്നെ FOS എഴുതി വെച്ചിട്ടില്ലേ? ആ FOS ആണ് ഈ സാധനം. ഇറ്റ്സ് എ നാച്ചുറൽ പ്രീബയോട്ടിക് ഡയറ്ററി ഫൈബർ. അതുകൊണ്ടാണ് കുട്ടികൾ ശോധന കിഡ്സിലാണെന്ന് പ്രമേള സന്തോഷ് മാഡം മെസ്സേജ് ത്രൂ അയച്ചില്ലേ? ഓക്കെ, ഫാന്റാസ്റ്റിക് ഫാന്റാസ്റ്റിക്. ഞാൻ കണ്ടില്ല, കാരണം ഞാൻ നോക്കുന്ന ഏരിയ വേറെ ആയതുകൊണ്ട് മെസ്സേജ് വന്ന് ഞാൻ കണ്ടിട്ടില്ല. എനിവേ, പ്രമീള മാഡം സെഡ് ദാറ്റ്, ദെൻ ഇറ്റ്സ് വെരി ഗുഡ്, ഫാന്റാസ്റ്റിക്, ഗുഡ്, റൈറ്റ്. പിന്നെ ബനാന കാരമൽ ആൾമോസ്റ്റ് സെയിം. ന്യൂട്രിചാർജ് പ്രോഡക്റ്റ് ഷേക്ക് കോഫി ഹേസൽനട്ട് സെയിം, ബനാന കാരമൽ സെയിം. ആകെ വ്യത്യാസം ഇവിടെ റിയൽ ബനാന ആൻഡ് കാരമൽ ഉള്ളത്. ബാക്കി ബോത്ത് ആർ സിമിലർ. ടേസ്റ്റ് അനുസരിച്ചിട്ട് ആൾക്കാർക്ക് മാറ്റി മാറ്റി നമുക്ക് കൊടുക്കാൻ പറ്റും. പിന്നെ ന്യൂട്രിചാർജ് ഓൾ പ്രോ ഓൾ റൗണ്ടർ പ്രോട്ടീൻ എന്തിന്റെയും കൂടെ ചേർത്ത് കൊടുക്കുക. ചില ആൾക്ക് പ്രോട്ടീൻ കഴിക്കാൻ വലിയ ബുദ്ധിമുട്ടുള്ള ആൾക്കാർ, അതിന്റെ ടേസ്റ്റ് എനിക്ക് പിടിക്കുന്നില്ല, അത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്ന ആൾക്കാർക്ക് അറിയാതെ നിങ്ങൾക്ക് പ്രോട്ടീൻ കഴിപ്പിക്കാനുള്ള ഒരു വിദ്യ ഇത് മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിന് ഏറ്റവും അധികം ഇഷ്ടമുള്ളത് എന്താണോ അതിൽ ഈ ഓൾ പ്രോ കലക്കിയാൽ കൊടുത്തേക്കുക.
മൂപ്പർക്ക് മനസ്സിലാവില്ല, അല്ലെങ്കിൽ ആ ലേഡിക്ക് മനസ്സിലാവില്ല ഇതിൻ്റെ അകത്ത് പ്രോട്ടീൻ ഉണ്ട്. നല്ല സാലഡിൽ കലക്കി കൊടുക്കുക, വെജിറ്റബിൾ കറിയിൽ കലക്കി കൊടുക്കുക, ദാലിൽ കലക്കി കൊടുക്കുക, റൊട്ടി ഉണ്ടാക്കുമ്പോൾ റൊട്ടിയിൽ ഉണ്ടാക്കിയിട്ട് ആട്ടയിൽ ആക്കിയിട്ട് കൊടുക്കാം, പിന്നെ ദോശമാവിൽ ഇട്ട് കൊടുക്കാം, ജ്യൂസിൽ അടിച്ചു കൊടുക്കാം, മോരിൽ അടിച്ചു കൊടുക്കാം, റായത്തിൽ അടിച്ചു കൊടുക്കുക. അവർ കഴിക്കുന്നതൊക്കെ റായത്തയോ ബട്ടർ മിൽക്കോ ജ്യൂസോ സൂപ്പോ എല്ലാം ആയിരിക്കും. പക്ഷെ അതിൽ കൂടെ അവർക്ക് പ്രോട്ടീനും കിട്ടും. ബിക്കോസ് ഇറ്റ് ഈസ് എ ന്യൂട്രൽ പ്രോട്ടീൻ വിത്ത് നോ ടേസ്റ്റ്. 84% പ്രോട്ടീനാണ് ഓൾ പ്രോയിലുള്ളത്. ജസ്റ്റ് ഇമാജിൻ. അപ്പോൾ നിങ്ങൾ മറ്റുള്ളതിന്റെ കൂടെ ആഡ് ഓൺ ആയിട്ട് ഓൾ പ്രോ കൊടുത്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് പ്രോട്ടീൻ ഡെഫിഷ്യൻസി തന്നെ മാറിപ്പോകും. ഇറ്റ് ഈസ് വൺ ഓഫ് ഇറ്റ്സ് കൈൻഡ്. പല കമ്പനികൾക്കും ഇല്ലാത്തതാണിത്. നമ്മൾക്ക് മാത്രമേ ഉള്ളൂ സുഹൃത്തെ ഇങ്ങനത്തെ ഒരു പ്രോട്ടീൻ പൗഡർ. സോ അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. ഓക്കെ. അപ്പോൾ സാധാരണ എന്തെല്ലാം പറഞ്ഞോ അത് ഇതിലും ബാധകമാണ്. അപ്പൊ പ്രോട്ടീൻ കൂടുതലാവുമ്പോൾ നമ്മുടെ ശരീരം നല്ല സൗഖ്യമുണ്ടാവും, മനസ്സ് നന്നാവും, നമുക്ക് ചിരിക്കാൻ ഒരു തോന്നൽ വരും, നമുക്ക് സന്തോഷിക്കാൻ തോന്നൽ വരും, നമ്മളെ ഗട്ട് ഹെൽത്ത് നന്നാവും, റൈറ്റ്? അതുപോലെ തന്നെ BP, ഡയബറ്റീസ്, ഹാർട്ട് ഹെൽത്ത് ഒക്കെ നമുക്ക് നന്നായി കൺട്രോൾ ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. ഈ പ്രോട്ടീൻ ഡെഫിഷ്യൻസിയാണ് പുരുഷന്മാരും സ്ത്രീമാരും എല്ലാം നമ്മൾ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകുന്നതായിട്ട് കാണുന്നത്, റൈറ്റ്? അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ന്യൂട്രിചാർജ് ഓൾ പ്രോ കണ്ടെയ്ൻസ് 84% പ്രോട്ടീൻ വിത്ത് 2% ഫൈബർ, റൈറ്റ്? അപ്പോൾ വളരെയധികം പ്രോട്ടീൻ നിങ്ങൾക്ക് ഒറ്റയടിക്ക് കിട്ടുന്നു. 200 gram ജാർ വിച്ച് ഈസ് ഈക്വൽ ടു നമ്മളിപ്പോൾ ന്യൂട്രിചാർജ് പ്രോഡക്റ്റ് ഷേക്കിന്റെ അതുപോലെ തന്നെയാണ്. ഇതിലുള്ള പ്രോട്ടീനുകൾ 3 തരം തന്നെയാണ് ഇതിലുള്ളത്. പക്ഷേ ന്യൂട്രിചാർജ് പ്രോഡക്റ്റ് ഷേക്സിൽ ഉള്ളതിനേക്കാളും വ്യത്യസ്തമാണ്. ഒന്ന് ഐസൊലേറ്റഡ് സോയ പ്രോട്ടീൻ, രണ്ടാമത്തത് പംകിൻ സീഡിൽ നിന്നുള്ള പ്രോട്ടീൻ, ആൻഡ് മൂന്നാമത്തത് പീ നട്ട്സിൽ നിന്നുള്ള പ്രോട്ടീൻ. അപ്പൊ ഇങ്ങനെ 3 തരം ഇൻഗ്രീഡിയൻസിൽ നിന്ന് എടുത്ത പ്രോട്ടീനുകളാണ് ന്യൂട്രിചാർജ് ഓൾ പ്രോയിലുള്ളത്. അതുകൊണ്ട് ഇത് എന്തിന്റെയും കൂടെ ചേർത്ത് കഴിക്കാം. ഇപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന പ്രോട്ടീൻ പൗഡറിന്റെ കൂടെയും ചേർത്ത് ഇത് കഴിക്കാം. എല്ലാവരും കഴിക്കണം, റൈറ്റ്? ഓക്കെ. So that is what it's being said. It's a vegan plant-based protein. So sprinkle on food, make a shake, cook, blend, bake, whatever you want to do, you do. Add this, you will get protein. Okay. ഇനിയാണ് ന്യൂട്രിചാർജ് കിഡ്സ്, റൈറ്റ്? കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള 2 തരം കിഡ്സ് പാക്ക്. കിഡ്സ് എന്ന് പറഞ്ഞാൽ കുട്ടികളായിട്ട് തന്നെ മാത്രമായിട്ട് അതിനെ അങ്ങ് മാറ്റണ്ട. കിഡ്സ് കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് നോളജ്, ഇന്റലിജൻസ്, ഡെവലപ്മെന്റ് ആൻഡ് സ്ട്രെങ്ത് ആണ്. അതെല്ലാവർക്കും വേണ്ടതാണ്. കുട്ടികൾക്ക് മാത്രം പോരാ, എല്ലാവർക്കും വേണം. എല്ലാവർക്കും നോളജ് വേണം, എല്ലാവർക്കും ഇന്റലിജൻസ് വേണം, എല്ലാവർക്കും ഇമ്മ്യൂണിറ്റി വേണം. അതിനെ കൊണ്ട് ഇമ്മ്യൂണിറ്റിയും കൂടി ആക്കാം നമുക്ക്. പിന്നെ ഡെവലപ്മെന്റും വേണം, സ്ട്രെങ്ത്തും വേണം. അപ്പോൾ ന്യൂട്രിചാർജ് കിഡ്സ് ഇത് അങ്ങനത്തെ ഒരു പ്രൊഡക്റ്റാണ്. ഇതും യുണീക്ക് ആയിരുന്നു. ഇങ്ങനത്തെ ഒരു പ്രൊഡക്റ്റ് ഞങ്ങൾ ഇറക്കുമ്പോൾ മാർക്കറ്റിൽ അങ്ങനെ ഇല്ലായിരുന്നു എന്നുള്ളതാണ്, റൈറ്റ്? ഇപ്പൊ നിങ്ങൾക്ക് ആ ടിന്നിന്റെ മുകളിൽ DHA കഴിഞ്ഞിട്ട് പാരന്റ്സ് തോന്നുന്നു സർ GRC സൗണ്ട് വീണ്ടും ഇടയ്ക്കൊന്ന് മിസ്സാവുന്നുണ്ട്. സാറിന് ഒന്ന് വെള്ളം കുടിക്കേണ്ട ആവശ്യമായെന്ന് സംശയമുണ്ട്. കാരണം 23 പ്രൊഡക്റ്റ് ഒരുമിച്ച് പറയാനല്ലേ. അപ്പൊ ലേശം ദൈവം തന്നെ വിചാരിച്ച് കുറച്ച് ബ്രേക്ക് കൊടുക്കാം. അതായിരിക്കണം, അല്ലാതെ വേറെ മാർഗം കാണുന്നില്ല. എനിവേ, നമുക്ക് പൂർ അപ്പിറ്റൈറ്റ്, വിശപ്പ്, റൈറ്റ്? വിശപ്പ് കുറവുള്ള കുട്ടികളെ കാണാം, ഇടയ്ക്കിടയ്ക്ക് അസുഖം ബാധിക്കുന്ന കുട്ടികളെ കാണാം, പ്രായത്തിനനുസരിച്ചിട്ടുള്ള വലിപ്പവും തൂക്കവും ഇല്ലാത്ത കുട്ടികളെ കാണാം, ശാരീരികമായി വല്ലാതെ വീക്ക്നെസ് ആയിട്ടുള്ള കുട്ടികളെ കാണാം, ചില കുട്ടികൾ ഓവർ വെയിറ്റ് ആയിട്ടുള്ളത് കാണാം, ചില അണ്ടർ വെയിറ്റ് ആയിട്ടുള്ളത് കാണാം. ഇതൊക്കെ നമ്മൾ കുട്ടികൾക്ക് വേണ്ടതെല്ലാം കൊടുത്തതിന് ശേഷം കാണുന്ന ഒരു റിസൾട്ടാണ്. അപ്പോൾ അതിൽ നിന്ന് പരിഹാരം നേടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മനോഹരമായിട്ടുള്ള ഈ ഒരു പ്രോഡക്റ്റിലേക്ക് നമ്മൾ കയറി വന്നത്. ഓക്കെ. ഓ സോറി, ബാക്കിലോട്ട് പോകണം. ഒരൊറ്റ മിനിറ്റ്, അങ്ങോട്ട് പോയി, മുന്നോട്ട് ഓക്കെ, റൈറ്റ്? ശരി. അപ്പോ 40
8 ന്യൂട്രിയൻസ്. ആദ്യം 49 ആയിരുന്നു, 48 പറയാൻ വേണ്ടി പറഞ്ഞു. ശരി, ആയിക്കോട്ടെ 48. അപ്പൊ 48 ന്യൂട്രിയൻസ്. കാരണം ഇതില് മിൽക്ക് ആൻഡ് വേ ഒരേ സോഴ്സ് ആയതുകൊണ്ട് നിങ്ങൾ അതിനെ ഒന്നായിട്ട് പറയണം. സോ 3 തരം പ്രോട്ടീൻ ഇതിലുണ്ട്: മിൽക്ക് പ്രോട്ടീൻ, വേ പ്രോട്ടീൻ ആൻഡ് സോയ പ്രോട്ടീൻ, ഐസൊലേറ്റഡ് സോയ പ്രോട്ടീൻ. അപ്പൊ ഈ 3 പ്രോട്ടീനുകളും ചേർന്ന് വരുമ്പോൾ എസെൻഷ്യൽ ആയിട്ടുള്ള അമിനോ ആസിഡ് കറക്റ്റ് ആയിട്ട് വളർന്നു വരുന്ന കുട്ടികൾക്ക് ലഭിക്കും. അതുകൊണ്ട് ഗ്രോത്തും ഡെവലപ്മെന്റും ഉണ്ടാവും, സ്ട്രെങ്തും മസൽ മാസും ഉണ്ടാവും, എല്ലിന് ബലം കിട്ടും. അത് മാത്രമല്ല ഇമ്മ്യൂണിറ്റിയെ ബൂസ്റ്റപ്പ് ചെയ്യുകയും ചെയ്യും. പിന്നെ ഇത് ക്ലിനിക്കലി പ്രൂവൻ ആണ്. എന്താണ് ക്ലിനിക്കലി പ്രൂവ് ചെയ്തിരിക്കുന്നത്? കഴിക്കുന്നതിന് മുമ്പേ ഉള്ള വെയിറ്റ്, കഴിച്ചതിന് ശേഷമുള്ള വെയിറ്റ്, കഴിക്കുന്നതിന് മുമ്പേ ഉള്ള ഹൈറ്റ്, കഴിച്ചതിന് ശേഷമുള്ള ഹൈറ്റ്, BMI, വെർബൽ കോംപ്രിഹെൻഷൻ, സേഫ് ഫോർ കൺസംഷൻ, എല്ലാം സ്കൂപ്പിലിന്റെ കാൽഭാഗം വെച്ച് 2 നേരം കൊടുക്കുക. 1 വയസ്സായി കഴിഞ്ഞാൽ ആ സ്കൂപ്പിലിന്റെ പകുതി വെച്ച് 2 നേരം കൊടുക്കാം. 2 വയസ്സ് കഴിഞ്ഞാൽ ആ സ്കൂപ്പ് ഫുൾ ആയിട്ട് കൊടുക്കാം. റൈറ്റ്? അതാണ് ഇതിന്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഒരു ദിവസം 2 നേരം വെച്ച് കൊടുക്കണം. എലർജി ഉള്ള പുരുഷന്മാരും സ്ത്രീകളുമുണ്ട്, പ്രായഭേദമന്യേ, അവർക്കും ഇത് കഴിക്കാം. പക്ഷെ അവരിത് കഴിക്കുമ്പോൾ അതിന്റെ കൂടെ ന്യൂട്രിചാർജ് ഓൾ പ്രോ ചേർത്ത് തന്നെ കഴിക്കണം. എന്നാൽ മാത്രമേ അവർക്ക് പ്രോട്ടീന്റെ അളവ് പൂർത്തീകരിക്കപ്പെടുള്ളൂ. ഡോസേജ് പറഞ്ഞ സമയത്തൊന്ന് കട്ടായിട്ടുണ്ടായിരുന്നു. അപ്പൊ ഏജ് 1 to ഒന്നും കൂടി. ശരി, പറയാം. അപ്പോ 6 മാസം മുതൽ 1 വയസ്സ് വരെ ഉള്ള കുട്ടികൾക്ക് ഇതിന്റെ അകത്തുള്ള ആ സ്കൂപ്പ് ഉണ്ടല്ലോ, സ്കൂപ്പിന്റെ കാൽഭാഗം വെച്ച് 2 നേരം കൊടുക്കാം. ഓക്കെ. 1 വയസ്സ് മുതൽ 2 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ആ സ്കൂപ്പിന്റെ പകുതി, ഹാഫ് വെച്ചിട്ട് 2 നേരം കൊടുക്കാം. 2 വയസ്സിന്റെ മുകളിലുള്ള, 2 വയസ്സോ അല്ലെങ്കിൽ അതിന്റെ മുകളിലുള്ള എല്ലാവരും ആ സ്കൂപ്പ് ഫുൾ എടുത്തിട്ട് 2 നേരം കഴിക്കാം. ഇതാണ് അതിന്റെ ഡോസ്. റൈറ്റ്? കൃത്യമായിട്ട് കഴിച്ചോളൂ. നിങ്ങൾ ഇത് കഴിക്കുമ്പോൾ 14 വൈറ്റമിൻസ്, 14 മിനറൽസ്, ബോട്ടണിക്കൽസ്, പ്രോബയോട്ടിക്, പ്രോബയോട്ടിക്, അമിനോ ആസിഡ്, DHA, ഒലിഗോസാക്കറൈഡ്സ്, അങ്ങനെ എല്ലാം കിട്ടും. 3 പ്രോട്ടീനും കിട്ടും. അതുകൊണ്ട് തന്നെയാണ് ഇത് കഴിക്കുമ്പോൾ കുട്ടികളുടെ ഇമ്മ്യൂണിറ്റി വല്ലാതെ ബൂസ്റ്റപ്പ് ആയി പോകുന്നത്, പ്രതിരോധ ശേഷി കൂടുന്നത്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് രോഗം വരാനുള്ള സാധ്യത കുറയും. റൈറ്റ്? പിന്നെ ഇതിൽ 10 ഔഷധ സസ്യങ്ങൾ ചേർത്തിട്ടുണ്ട്. 10 ഔഷധ സസ്യങ്ങൾ. ഫിലാന്തസ് നിരൂരി, അതാണ് കീഴാർ നെല്ലി. പിന്നെ കാരം റോസ്ബെർഗാനിയം എന്നൊക്കെ പറയുന്നത് ജീരം, അതൊക്കെ പോലത്തെതാണ്. അത് അയമോദകം എന്ന് പറയും. കാപ്സിക്കം ആനം മുളകുകളാണ്. പിന്നെ ഉള്ളത് ഒറിഗാനം വൽഗാരെ. റൈറ്റ്? അപ്പോ ഇങ്ങനത്തെ സിനാമൻ എന്ന് പറയുന്ന കറുവപ്പട്ട, പനിക്കുറുക്ക, പിന്നെ ഉള്ള ജിഞ്ചർ, ഇഞ്ചി, ഒസിമം സാൻറ്റം, തുളസി, ടിനോസ്ഫോറ കാർഡിഫോലിയ എന്ന് പറയുന്ന സംഭവം, വിറ്റീസ് വെനിഫെറ. അപ്പൊ ഇരട്ടി മധുരമുണ്ട്, ചിറ്റാമൃതുണ്ട്. അപ്പൊ ഇതെല്ലാം കൂടിയിട്ടുള്ള 10 ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യുന്ന ഹെർബ്സുകൾ ചേർത്തിട്ടാണ് ന്യൂട്രിചാർജ് കിഡ്സ്. മാർക്കറ്റിൽ ഒരു പ്രൊഡക്റ്റിൽ നിങ്ങൾ ഇത്രയധികം ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യുന്ന ഹെർബ്സുകൾ ചേർത്തത് കാണില്ല. ആയുർവേദ കടയിലൊക്കെ പോയിട്ട് നമ്മൾ മേടിച്ചു കൊടുക്കുന്നുണ്ടാവും. അപ്പോൾ അതിലുള്ള ആ കാര്യങ്ങൾ ഒന്നും കൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യാം, മലയാളം. ഓക്കെ. കീഴാർ നെല്ലി, ഇരട്ടി മധുരം, പിന്നെ ദ്രക്ഷ എന്ന് പറഞ്ഞ ചുവന്ന ഉണങ്ങിയ മുന്തിരി, പിന്നെ ചിറ്റാമൃത്, പിന്നെ അയമോദകം, ഇഞ്ചി, തുളസി, തിപ്പല്ലി, പനിക്കുറുക്ക, പിന്നെ കറുവപ്പട്ട. ഇത്രയും 10 ഔഷധ സസ്യങ്ങൾ കൂടെ ന്യൂട്രിചാർജ് കിഡ്സിൽ ചേർത്തിട്ടുണ്ടെന്നാണ്. റൈറ്റ്? അപ്പോൾ ഇതെല്ലാം കഴിക്കുമ്പോൾ അതിൻ്റെതായ വ്യത്യാസം ആ കുട്ടിയിൽ കാണപ്പെടുന്നു എന്നുള്ളത് ആണ് ഇപ്പോൾ ഇവിടുത്തെ ചർച്ചാ വിഷയം. അപ്പൊ വൈറ്റമിൻ എ, വൈറ്റമിൻ സി, വൈറ്റമിൻ ഡി എന്നെല്ലാം പറയുന്ന ഈ വൈറ്റമിൻസ് ഒക്കെ നമുക്കറിയാം ഇതിന്റെ ആന്റി ഓക്സിഡന്റ് ഒക്കെയാണ്. ഇത് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റപ്പ് ചെയ്യും. പിന്നെ പ്രോട്ടീൻ മസൽ ഗ്രോത്ത്, ഫിസിക്കൽ ഡെവലപ്മെന്റിന് സഹായിക്കുന്നു. വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് എനീമിയ ഇല്ലാതെയാക്കുന്നു. അതേപോലെ തന്നെ എനർജി ബൂസ്റ്റപ്പ് ചെയ്യുന്നു, സ്ട്രെങ്ത് ബൂസ്റ്റപ്പ് ചെയ്യുന്നു, സ്റ്റാമിന കൂട്ടുന്നു. പിന്നെ വൈറ്റമിൻ ഡി, വൈറ്റമിൻ സി, സിങ്ക്, മാഗ്നീഷ്യം, ഫോസ്ഫറസ്, അതായത് മിനറൽസ് ആൻഡ് വൈറ്റമിൻസ് എല്ലാം കൂടുമ്പോൾ എല്ലിന് ശക്തി ഉണ്ടാവുന്നു. എല്ലിന് ബലം കിട്ടുമ്പോൾ എല്ലിന്റെ ഗ്രോത്ത് ഉണ്ടാവും. എല്ലിന് ഗ്രോത്ത് ഉണ്ടാകുമ്പോൾ കുട്ടിക്ക് ആരോഗ്യത്തിനനുസരിച്ചിട്ടുള്ള ഹൈറ്റും ഉണ്ടാവും. ഇതിന്റെ കൂടെ കൊടുക്കാൻ പറ്റിയ ഏറ്റവും ഉത്തമമായിട്ടുള്ള മറ്റൊരു പ്രൊഡക്റ്റാണ് ന്യൂട്രിചാർജ് DHA ട്വിസ്റ്റ്. അപ്പോൾ ന്യൂട്രിചാർജ് കിഡ്സ് ഒരു വശത്ത് ശാരീരിക വളർച്ചയ്ക്ക് സഹായിക്കുമെങ്കിൽ ന്യൂട്രിചാർജ് DHA ട്വിസ്റ്റ് മാനസിക വളർച്ചയെ പറ്റി പറയാം. നമ്മൾ ന്യൂട്രിചാർജ് DHA ട്വിസ്റ്റിനെ പറ്റി പറയായിരുന്നു. അപ്പോൾ അതിന്റെ ബെനിഫിറ്റ്സ് പ്രീ സ്കൂൾ ഇയേഴ്സിൽ പോകുന്ന കുട്ടികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഐ ഹാൻഡ് കോർഡിനേഷൻ, അതിഭീകരമായിട്ടുള്ള ബ്രെയിൻ വർക്ക് ആയിരിക്കും. ഐ ഹാൻഡ് കോർഡിനേഷൻ ഉണ്ടാവും. മെന്റൽ പ്രോസസിംഗ് സ്കോർസ് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ഐസ്, ഇതെല്ലാം ഗംഭീരമായിരിക്കും. അതുകൊണ്ടാണ് ചില ആൾക്കാർ
ഈ ലേഡി ഗർഭിണിയാകുമ്പോൾ തന്നെ നമ്മൾ ന്യൂട്രിചാർട്ട് DHA 200 കൊടുത്തു പോകുമ്പോഴും അതിനുശേഷം പ്രസവിച്ചതിന് ശേഷം കുട്ടികൾക്ക് ന്യൂട്രിചാർട്ട് DHA ടെസ്റ്റ് കൊടുക്കുമ്പോഴും അവർക്ക് ആ കുട്ടിയിൽ വരുന്ന ആ വ്യത്യാസം അതിഭീകരമായിട്ട് തോന്നുന്നത്. വളരെ ഫാന്റാസ്റ്റിക് ഗ്രോത്ത് ചേഞ്ച് ഓവർ ആയിരിക്കും. അതൊന്ന്. പിന്നെ ബെനിഫിറ്റ്സ് ഓഫ് സ്കൂൾ ഗോയിങ് ചിൽഡ്രൻ എന്നാണ് IQ ആൻഡ് ലാംഗ്വേജ് സ്കിൽസ്. പെട്ടെന്ന് പല ഭാഷകൾ പഠിക്കാൻ പറ്റും. ഇന്റലിജന്റ് കോഷ്യന്റ് വല്ലാതെ കൂടും. നല്ല ബുദ്ധിയുള്ള കുട്ടികളായിരിക്കും. ഒരു സാധനം കേട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് മടക്കത്തില്ല. ആ മറക്കാത്തത് കൊണ്ട് തന്നെ അക്കാഡമിക് പെർഫോമൻസ് വളരെ നല്ലതായിരിക്കും. പ്രോബ്ലം സോൾവിങ് സ്കിൽസ് അത് വളരെ വരെയായിരിക്കും. പിന്നെ ഐ ഹാൻഡ് കോർഡിനേഷൻ, കോൺസെൻട്രേഷൻ. ഈ കോൺസെൻട്രേഷൻ ഇല്ലായ്മയൊക്കെ തന്നെ ആ ബ്രെയിനിന്റെ ആ ഒരു തകരാറ് തന്നെയാണ്. കാരണം ബ്രെയിനിന് ഇങ്ങനെ ഫ്ലക്ച്വേറ്റിംഗ് ആണ്. അപ്പൊ ഈ DHA ഒക്കെ പോകുമ്പോൾ അത് അതിന് വളരെയധികം സഹായിക്കും. ഇതിന് പറയുന്നത് തന്നെ ബ്രെയിൻ ടോണിക് എന്നതാണ്. യുനോ ദാറ്റ് ഈസ് വാട്ട് ഇറ്റ് ഈസ് ബീങ് കോൾഡ്. അപ്പൊ ഞാൻ ന്യൂട്രിചാർട്ട് DHA 200 പോവാം. 200 നമുക്കറിയാം ബേസിക്കലി പ്രഗ്നന്റ് വുമൺ ആൻഡ് നഴ്സിംഗ് മദേഴ്സിനുള്ളതാണ്. അപ്പോ ഇതെപ്പോഴാണ് കൊടുക്കേണ്ടത് ഒരു ലേഡിക്ക്? വെൻ ഷീ ഈസ് പ്ലാനിങ് ടു ഹാവ് എ ബേബി. അപ്പോൾ അന്നേരം തന്നെ ഗർഭിണി ആവുന്നതിന്റെ മുന്നേ തന്നെ പ്ലാനിങ് ചെയ്യുമ്പോൾ തന്നെ ന്യൂട്രിചാർട്ട് DHA 200 2 നേരം കഴിക്കണം അവർ. കാരണം അവരുടെ ഡോസ് 400 mg ആണ്. ബാക്കി എല്ലാവരും 200 ആണെങ്കിൽ ഇവർക്ക് 400 കൊടുക്കണം. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ ഉടനെ ഒരു ഗുളിക, രാത്രി ഡിന്നർ കഴിഞ്ഞ ഉടനെ ഒരു ഗുളിക. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം കറക്റ്റ് സമയം പാലിക്കണം. തോന്നിയ സമയത്ത് രാവിലെയും വൈകുന്നേരം കഴിക്കാൻ പാടില്ല, കൃത്യമായിട്ട് കഴിക്കണം. അപ്പൊ അങ്ങനെ ആവുമ്പോൾ ഇത് ഗുണം ചെയ്യും. ഓക്കെ, ഇത് പ്ലാന്റ് ബേസ്ഡ് DHA ആണ്. നമുക്കറിയാം കടലിന്റെ അടിത്തട്ടിൽ കാണപ്പെടുന്ന ഒരു തരം ചെടിയാണ്, ഒരു മെറൈൻ ആൽഗെ എന്ന് പറയും. അതിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. റൈറ്റ്. സോ ഇത് വെളിയിൽ നിന്നും അകത്തു നിന്നും എല്ലാം തന്നെ ടോട്ടലി പ്ലാന്റ് ബേസ്ഡ് ആയതുകൊണ്ട് വെജിറ്റേറിയൻ ആണ്. ആൻഡ് വെരി ഈസി ടു ടേക്ക് ബിക്കോസ് ഇറ്റ്സ് എ സ്മോൾ ക്യാപ്സൂൾ. പണ്ട് 400 mg വളരെ വലുതായിരുന്നു, ഇപ്പോൾ 200 ആക്കി കുറച്ചിട്ടുണ്ട്. 100% വെജിറ്റേറിയൻ സോഫ്റ്റ് ക്യാപ്സ്യൂൾ. ഇത് ജെലാറ്റിൻ അല്ല കേട്ടോ, അതുകൊണ്ട് സോഫ്റ്റ് ജെൽ ക്യാപ്സ്യൂൾ അല്ല, വെജ് സോഫ്റ്റ് ക്യാപ്സ്യൂൾ ആണ്. അപ്പൊ എല്ലിന്റെ പൊടി കൊണ്ട് ഉണ്ടാക്കിയതല്ല, കെരാഗിനാൻ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ കെരാഗിനാൻ ഇപ്പോൾ നമ്മളുടെ GST കുറഞ്ഞതിന് ശേഷം ആ കെരാഗിനാനിന്റെ പ്രൈസ് റിഡക്ഷൻ കുറച്ച് വൈകിയത് കൊണ്ടാണ് ഇപ്പോൾ എല്ലാ ക്യാപ്സ്യൂളുകളും കിട്ടാൻ നിങ്ങൾക്ക് ഇച്ചിരി വൈകിയത്. എല്ലാം ഓൾറെഡി എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ദീപാവലി ആയതുകൊണ്ട് അവധിയും അതിനുശേഷം വിൽവാടയിൽ നിന്ന് കേരളത്തിൽ എത്തേണ്ട സമയവും ഈ മാസം അവസാനം ആകുമ്പോഴേക്കും മിക്കവാറും നിങ്ങൾക്ക് എല്ലാ സാധനവും കിട്ടും. പ്രത്യേകിച്ച് ന്യൂട്രിചാർജ് വെജ് ഒമേഗ. കാരണം ബാക്കിയുള്ളതിനേക്കാൾ ഏറ്റവും കൂടുതൽ അത് പോകുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് അത് വല്ലാതെ ഫീൽ ചെയ്തത്. പക്ഷെ ഒരു ക്യാപ്സൂളും കിട്ടാനില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് ഞാൻ അങ്ങ് പറഞ്ഞേക്കാം. ഓക്കെ, സോ 400 mg എല്ലാ ദിവസവും കഴിക്കുക. പിന്നെ നമുക്കറിയുന്ന ഒരു കാര്യമുണ്ട്, ഇത് പ്രഗ്നന്റ് ആയിട്ടുള്ള ലേഡീസിന് എന്തുകൊണ്ട് കൊടുക്കണം? കാരണം 70% കുട്ടിയുടെ ബ്രെയിൻ ഡെവലപ്പ് ആകുന്നത് അമ്മയുടെ ഉദരത്തിലുള്ളപ്പോഴാണ്. When the child is inside the mother's womb, the 70% of the baby's brain is being developed over there. അപ്പൊ ആ സമയത്ത് ഇത് കൊടുക്കണം. എന്നാൽ മാത്രമേ കുട്ടിക്ക് ബ്രെയിൻ ഡെവലപ്മെന്റ് ഉണ്ടാവും. ഇത് ബ്രെയിൻ മാത്രമല്ല നോക്കുന്നത് കേട്ടോ, ഇത് കണ്ണിന്റെ ആരോഗ്യവും നോക്കും. സോ ഇറ്റ് അതുകൊണ്ടാണ് കണ്ണും ബ്രെയിനും അതിഗംഭീരമായിട്ടുള്ള ഒരു ഹെൽത്തി സിറ്റുവേഷനിലേക്ക് വരും. റൈറ്റ്. പിന്നെ ഈ ബ്രെയിനിൽ 90% എസെൻഷ്യൽ ഫാറ്റി ആസിഡ്സ് ഉണ്ടാക്കുന്നത് ഈ DHA ആണ്. അതുകൊണ്ടാണ് ഇതിനെ ബ്രെയിൻ ടോണിക് തന്നെ പറയുന്നത്. അതുകൊണ്ട് ബ്രെയിൻ ഗ്രോത്ത്, ഡെവലപ്മെന്റ്, ബ്രെയിൻ ഫംഗ്ഷൻ, ഐ ഡെവലപ്മെന്റ് എല്ലാത്തിനും ഇത് വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ട് ഗർഭിണിയാവുന്ന എല്ലാ സ്ത്രീകളും അതിന്റെ മുന്നേ തന്നെ ഇത് കഴിച്ചു തുടങ്ങണം. പ്ലാൻ ചെയ്യുന്ന സമയം മുതൽ മുലയൂട്ടൽ അവസാനിക്കുന്നത് വരെ അവർ ഇത് കഴിക്കണം. ഈ സപ്ലിമെന്റ്സ് കൃത്യമായിട്ട് കഴിക്കുമ്പോൾ പ്രീ ടേം ഡെലിവറിയുടെ ചാൻസസ് കുറയുന്നു. നമ്പർ 1. ബർത്ത് വെയിറ്റ് കുട്ടിയുടെ കൂട്ടുന്നു. നേരത്തെ നമ്മൾ പറഞ്ഞതിന്റെ ഒക്കെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് ഇത് കഴിക്കുക എന്നുള്ളതേ ഉള്ളൂ. ഒരു ഭാഗത്ത് ന്യൂട്രിചാർജ് വുമൻ, ന്യൂട്രിചാർജ് കേസർ പിസ്ത പ്രോഡക്റ്റ്, ന്യൂട്രിചാർജ് വെജ് ഒമേഗ, ന്യൂട്രിചാർജ് DHA ആൻഡ് ന്യൂട്രിചാർജ് വ്യൂ. ഇതാണ് നമ്മൾ പ്രഗ്നന്റ് ലേഡീസിന് പ്രസന്റ് ചെയ്യുന്നത്. പിന്നെ കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ കുട്ടിയുടെ സൈക്കോമോട്ടർ സ്കിൽസ് ആൻഡ് വിഷ്വൽ ആക്ടിവിറ്റി അതിഗംഭീരമായിരിക്കും. ഒരു കാര്യം കാണുക, അതിൽ നിന്ന് പഠിക്കുക, ആ പഠിച്ച കാര്യം അതിനൊക്കെ വലിയ ഗുണം ചെയ്യും. പിന്നെ IQ, ഇന്റലിജൻസ് കോഷൻസ് വല്ലാതെ കൂടും. ലാംഗ്വേജ് പവർ വല്ലതായിരിക്കും. പല ലാംഗ്വേജുകളും പഠിക്കാനുള്ള ബ്രെയിനിന്റെ ടെൻഡൻസി ഉണ്ടാവും. അതുപോലെ പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ പ്രത്യേകിച്ച് അമ്മമാരിൽ കുറയും. അതായത് കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ കുട്ടിയുടെ ഇഷ്ടത്തിനനുസരിച്ച് വേണം അമ്മമാർ നീങ്ങാൻ. കാരണം രാത്രി അമ്മ ഉറങ്ങാൻ പോകുന്നേരത്തേക്കും കുട്ടി എണീക്കുക, അപ്പോൾ അമ്മക്ക് ഉറക്കം പോകും. അപ്പം ഇത് അനുഭവിച്ചാകുമ്പോൾ ഡിപ്രഷനിലേക്ക് പോകും. അപ്പോൾ അത് പോസ്റ്റ് പാർട്ടം ഡിപ്രഷനിൽ നിന്ന് DHA നമ്മളെ ടു എൻ എക്സ്റ്റെന്റ് സഹായിക്കും. ഓക്കെ, ആൻഡ് ഇറ്റ് റെഡ്യൂസ് പെരിനാറ്റൽ സ്ട്രെസ്. ഈ ഡെലിവറിയുടെ സമയത്തുള്ള സ്ട്രെസ് ഉണ്ടല്ലോ, കാരണം ഇനി എന്താ ആവാൻ പോകുന്നത്, എന്തായിരിക്കും സംഭവിക്കുക, പിന്നെ പല ആൾക്കാരെയും വാചകങ്ങളൊക്കെ കേട്ട് നമ്മൾ ആകെ ടെൻസ്ഡ് ആവും. അതെല്ലാം ഇല്ലാതെയാക്കാൻ വളരെയധികം സഹായിക്കും. കാരണം DHA ബേസിക്കലി ഒരു വ്യക്തിയുടെ സ്ട്രെസ് കുറയ്ക്കാൻ വളരെയധികം സഹായിക്കും. അതുകൊണ്ടാണ് പറഞ്ഞ ന്യൂട്രിചാർട്ട് DHA കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കുമ്പോൾ നമുക്ക് ഡിപ്രഷൻ പോലും ഇല്ലാതെയായി പോകുന്നതിന്റെ കാരണം അതാണ്. റൈറ്റ്.
അപ്പോൾ സ്മാർട്ട് ന്യൂട്രിയൻ ഫോർ ചിൽഡ്രൻസ് ബ്രെയിൻ, സ്കൂൾ പഠിക്കുന്ന കുട്ടികൾക്ക് ന്യൂട്രിചാർട്ട് DHA കൊടുക്കുക. ടോട്ടൽ ഓവർ ഗ്രോത്ത് ഡെവലപ്മെന്റ് ഓഫ് ദ ബ്രെയിൻ, അതുകൊണ്ട് അവർ എല്ലാ പെർഫോമൻസും സ്കൂൾ കാലയളവിലുള്ള പഠിത്തത്തിലായിക്കോട്ടെ, സ്പോർട്സിലായിക്കോട്ടെ, വാട്ട് എവർ ഇറ്റ് ഈസ്, അതിലെല്ലാം സൂപ്പർലേറ്റീവ് പെർഫോമൻസ് ആയിരിക്കും. അതുപോലെ തന്നെ പ്രായാധിക്യം വരുമ്പോൾ ഉണ്ടാവാൻ പോകുന്ന പല ഞരമ്പ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ അതെല്ലാം ഒഴിവാകും. ന്യൂറോ പ്രൊട്ടക്റ്റീവ് ആണിത്. സോ ഇറ്റ് മെയിൻറ്റെയിൻസ് ദ ബ്രെയിൻ സ്ട്രക്ചർ ആൻഡ് ഇറ്റ്സ് ഫംഗ്ഷൻ, റൈറ്റ്. പിന്നെ അൽസീമേഴ്സ്, മറവി രോഗം, പിന്നെ അതിനേക്കാളും കൂടുതലേക്ക് എത്തുന്നത് ഡിമെൻഷ്യ, ഇതെല്ലാം ഇല്ലാതെയാക്കും. അതുകൊണ്ട് പ്രായാധിക്യം വരുന്നത്, ആ പ്രായാധിക്യം വരുമ്പോൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളൊന്നും ഇവിടെ ഉണ്ടാവില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ചെറുകുട്ടികൾക്കും ന്യൂട്രിചാർട്ട് DHA അഭികാമ്യം, മധ്യവയസ്കരുള്ളവർക്കും ന്യൂട്രിചാർട്ട് DHA അഭികാമ്യം, പ്രായാധിക്യം വരുന്ന അവർക്ക് ഓൾഡ് ഏജിലൊക്കെ അതുമാണ്. അപ്പോൾ ഏത് ഏജിലും കഴിക്കാൻ പറ്റുന്നതും കൊടുക്കാൻ പറ്റുന്നതുമായിട്ടുള്ളതാണ് ന്യൂട്രിചാർട്ട് DHA. അതുകൊണ്ട് വിത്തൗട്ട് എനി ഒരു തോട്ട് അല്ലെങ്കിൽ ചിന്തിച്ചിട്ടൊക്കെ ഇത് കൊടുക്കണോ വേണ്ടോ എന്നൊക്കെ ചെയ്യുന്നത്, യു ജസ്റ്റ് ഗോ ആൻഡ് ഗിവ് ഇറ്റ്, റൈറ്റ്. അടുത്തത് ന്യൂട്രിചാർട്ട് വെജ് ഒമേഗ. ഇത് വിശദമായിട്ട് ഈ പ്രൊഡക്റ്റ്, ഈ പറയുന്ന പ്രൊഡക്റ്റ് ഒക്കെ എന്തായാലും നമ്മൾ വിശദമായിട്ട് എടുക്കും കേട്ടോ. പക്ഷെ ഇന്ന് എല്ലാ പ്രൊഡക്റ്റും ഒന്ന് പരിചയപ്പെടാനുണ്ട്, കാരണം കുറെ കാലങ്ങളായിട്ട് ചില പ്രൊഡക്റ്റും നമ്മൾ കേട്ടിട്ടേ ഇല്ല. അതുകൊണ്ട് എല്ലാം ഒന്ന് പഠിക്കുന്നുണ്ട്. സോ ന്യൂട്രിചാർട്ട് വെജ് ഒമേഗ, വൺ ഓഫ് ഇറ്റ്സ് കൈൻഡ് ഓഫ് എ പ്രൊഡക്റ്റ്. കാരണം ബാക്കിയുള്ള omega-3 പോലെ അല്ല ന്യൂട്രിചാർട്ട് വെജ് ഒമേഗ. ഇറ്റ് ഈസ് എ ടോട്ടലി ഡിഫറെന്റ് പ്രൊഡക്റ്റ്. ഓക്കെ. കോമൺ പ്രോബ്ലം ഇന്ത്യൻസിൽ കാണുന്നത് എന്താണ്? ഡിഫിക്കൽട്ടി ഇൻ എക്സസൈസിങ്. അത് ശരിയാണല്ലോ. ബഹുഭൂരിപക്ഷം ആൾക്കാർ എക്സസൈസ് ചെയ്യാറില്ലല്ലോ. അവർക്ക് വലിയ ബുദ്ധിമുട്ടല്ല എക്സസൈസ് ചെയ്യാൻ. അതൊന്ന്. രണ്ടാമത് ലാക്ക് ഓഫ് എനർജി, ഹൈ ബ്ലഡ് പ്രഷർ, ഫറ്റീഗ്, ലെഥാർജി എല്ലാം ഉണ്ട്. അതൊരു ഭാഗത്ത്. മറുഭാഗത്ത് പുവർ ഹാർട്ട് ഹെൽത്ത് ആണ്. കൊളസ്ട്രോൾ കൂടുന്നു, ട്രൈഗ്ലിസറൈഡ് കൂടുന്നു, അതേപോലെ ബ്ലോക്കുകൾ ഉണ്ടാവുന്നു. കണ്ടില്ലേ, ഞരമ്പിൽ ബ്ലോക്ക് ഉണ്ടോ? ഇവിടെ ഈ മഞ്ഞ നിറത്തിലുള്ളത് ബ്ലോക്ക് ആണ്, ഇറ്റ്സ് എ പ്ലാക്ക്. അപ്പൊ ഇതാണ് ബ്ലോക്ക്. ഒരു ബ്ലോക്ക് 100% ഉണ്ട്, അടുത്ത ബ്ലോക്ക് 90% എന്നൊക്കെ പറയുന്നത് അതാണ് ബ്ലോക്ക്. സോ സ്റ്റിഫായി പോകുന്നു, ഇൻഫ്ലെയിംഡ് നെർവ്സ് ആകുന്നു, ബ്ലോക്ക്ഡ് ആർട്ടറീസ്, അപ്പൊ രക്തത്തിന്റെ ഓട്ടം നിലച്ചു പോകുന്നു. അതുകൊണ്ട് ഹാർട്ട് ഡിസീസിന്റെ റിസ്ക് കൂടുന്നു. ഇതെല്ലാം കൂടി ചേർത്തിട്ടുള്ളതാണ് ഒരു ഇന്ത്യന്റെ ശരീരം. അപ്പോ omega-3 എന്ന് പറയുന്നത് 1% ശരീരത്തിൽ കുറഞ്ഞു കഴിഞ്ഞാൽ അതിഭയാനകമായിട്ടുള്ള പ്രത്യാഘാതങ്ങളാണ് ഉണ്ടാക്കുന്നത്. 1% കുറഞ്ഞാൽ. അപ്പൊ ഇവിടുത്തെ അവസ്ഥ എന്തായിരിക്കും ചിന്തിച്ചു? omega-3 പറ്റി ആർക്കും ഒരു ധാരണ എന്നുള്ളത് സങ്കടകരമായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ omega-3 ശരീരത്തിനും ഹൃദയത്തിനും എല്ലാത്തിനും വളരെ അത്യാവശ്യമായിട്ടുള്ളത്. അപ്പോൾ omega-3 കറക്റ്റായിട്ട് കഴിക്കുമ്പോൾ കൊളസ്ട്രോൾ ലെവൽ ആൻഡ് ട്രൈഗ്ലിസറൈഡ് ലെവൽ കുറച്ചുകൊണ്ട് ശരീരത്തിന് ആരോഗ്യം തരും. BP ആൻഡ് ഡയബറ്റീസ് വരാനുള്ള സാധ്യത കുറയ്ക്കും. ആർട്ടറീസിന്റെ ബ്ലോക്ക് മാറ്റി സുഗമമായിട്ടുള്ള രക്തപ്രവാഹം ഉണ്ടാകും. ഇവിടെ നിങ്ങൾ കണ്ടോ, ഇവിടെ മഞ്ഞയില്ല കേട്ടോ, ക്ലീൻ ആയി. സോ ദർ ഇസ് നോ ബ്ലോക്ക്. ഇതിനാണ് നമ്മൾ ബൈപ്പാസ് സർജറി ചെയ്യുന്നത്, CABG ചെയ്യുന്നത്, അങ്ങനെ പലതും ചെയ്യുന്നത്. സോ ദർ ഇസ് നോ നീഡ് ഓഫ് ഇറ്റ്. ബിക്കോസ് ഒരു സ്ഥലത്ത് നിങ്ങൾ PV MFOA കൃത്യമായിട്ട് ഡെയിലി കഴിക്കുന്ന ഒരു പ്രാക്ടീസ് ആയി കഴിഞ്ഞാൽ, ശ്വാസം എടുക്കുന്നത് പോലത്തെ ഒരു പ്രാക്ടീസ് നിങ്ങൾ PV MFOA കഴിക്കാൻ ചെയ്താൽ നിങ്ങൾക്ക് ഈ പറയുന്ന പലതരത്തിലുള്ള ജീവിതശൈലി രോഗങ്ങളിൽ നിന്ന് രക്ഷ കിട്ടും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. പിന്നെ ജോയിന്റ് പെയിൻ, സ്റ്റിഫ്നെസ് ഇൻ ദ ജോയിന്റ്സ്, അതേപോലെ തന്നെ ഉറക്കമില്ലായ്മ, മൂഡ് സ്വിംഗ്, മുടി കൊഴിച്ചിൽ, അതുപോലെ ചർമ്മം ചുളിഞ്ഞു പോവുക, വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് എന്താണ് പറയുക, പ്രായം തോന്നിക്കുക, അത് നഖങ്ങൾ പൊടിഞ്ഞു പോകുക, സ്കിൻ വളരെ റഫായി പോവുക, ഇതെല്ലാം ന്യൂട്രിചാർട്ട് വെജ് ഒമേഗ കഴിക്കുമ്പോൾ ഇല്ലാതെയാവും. സോ യു വിൽ റിമെയിൻ യങ് യാർ, ഐ എം ടെല്ലിങ് യു, റൈറ്റ്. പ്രായാധികം എന്താ, യു വിൽ ബി റിമെയിനിങ് യങ്. അങ്ങനെ അസുഖങ്ങളില്ലാത്ത ഒരു നല്ല ആരോഗ്യമുള്ള ഒരു അവസ്ഥയിലേക്കും. ഹൃദയവും നല്ലതായിരിക്കും, ശരീരത്തിന്റെ അവയവങ്ങൾ നല്ലതായിരിക്കും. കാരണം കോശങ്ങൾക്ക് ആവശ്യമുള്ളതാണ് omega-3. ആ ശരീരം മൊത്തം ഉണ്ടാക്കിയിരിക്കുന്ന കോശങ്ങളുണ്ട്. അപ്പൊ ആ കോശങ്ങൾക്ക് omega-3 കറക്റ്റ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഡെഫിനറ്റ്ലി ഹെൽപ്പ്. പക്ഷെ ഒരു കാര്യം പറയാം കേട്ടോ, ഞാൻ സർ ഒന്നാണ് കഴിക്കുന്നത് എന്നാ കഴിക്കേണ്ട കേട്ടോ. ബിക്കോസ് 1 ന്യൂട്രിചാർട്ട് വെജ് ഒമേഗ ക്യാപ്സൂൾ വിൽ നോട്ട് ഹെൽപ്പ് യു അറ്റ് ഓൾ. മിനിമം ഒരു പ്രായമായി കഴിഞ്ഞാൽ, ഒരു 30 ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 3 എണ്ണെങ്കിലും കഴിക്കണം. അഥവാ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഒരു പ്രീ ഡിസ്പോസ്ഡ് അസുഖങ്ങൾ ഉണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് ഡോസ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഓക്കെ. സോ ഇറ്റ് ഈസ് എ വെജിറ്റേറിയൻ സോഫ്റ്റ് ക്യാപ്സ്യൂൾ. ഓക്കെ. എല്ലാം കരായിനൻ കൊണ്ട് ഉണ്ടാക്കിയതുകൊണ്ട് വെളിയിലത്തെ ഷെൽ ഈസ് വെജിറ്റേറിയൻ, പിന്നെ ഉള്ളിലത്തത് ഫ്ലാക്സ് സീഡ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, റൈറ്റ്. അതുകൊണ്ട് അതും പ്യോർ വെജിറ്റേറിയൻ ആണ്. ആൻഡ് ഇറ്റ്സ് എ ടെക്നോളജി ടേക്കൻ ഫ്രോം USA, പാറ്റന്റ് ടെക്നോളജി. ഇറ്റ്സ് എ കോൾഡ് പ്രസ് ടെക്നോളജി. അതുകൊണ്ട് ഇത് ഇവിടെ ചൂടായിട്ടില്ല. ചൂടാകാത്തത് കൊണ്ട് omega-3 ഇതിൻ്റെ അകത്തുള്ളത് ആബ്സല്യൂട്ട്ലി പ്യോർ ആണ്. അതുകൊണ്ട് നിങ്ങൾ ഇത് കഴിക്കുമ്പോൾ ചൂട് വെള്ളത്തിൽ കൂടെയോ ചായയുടെ കൂടെയോ ഒന്നും കഴിക്കാൻ പാടില്ല. നോർമൽ റൂം ടെമ്പറേച്ചറിലെ വെള്ളത്തിന്റെ കൂടെ കുടിക്കാൻ പാടും. 100% വെജിറ്റേറിയൻ ആസ് യൂഷ്വൽ. omega-3 250 ഉണ്ട്. ബാക്കി ടോട്ടൽ എല്ലാ ഒമേഗ കൂടി 420. അപ്പോൾ 420 ടോട്ടൽ. അതിൽ ബഹുഭൂരിപക്ഷവും omega-3 തന്നെയാണ്. സോ ഇറ്റ്സ് എ വൺ ഓഫ് എ കൈൻഡ് പ്രൊഡക്റ്റ് ആൻഡ് ദിസ് ഈസ് വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് പ്രൊഡക്റ്റ് വി ആർ ഹാവിംഗ്. അതുകൊണ്ട് ഇത് ഏതൊരു വ്യക്തിയും ഏത് സമയത്തും എപ്പോഴും കഴിക്കാം. ഏത് അസുഖമുണ്ടോ ബാധകമല്ല, പ്രായം ബാധകമല്ല, ജീവനുണ്ടോ ഇത് കഴിക്കണം. ഇത് പ്രൊമോട്ട് ചെയ്യാൻ വളരെ ഈസിയാണ് കേട്ടോ. സ്കാനിങ് ഒന്നും വേണ്ട, നേരെ പോകുക, ജീവനുള്ള ഒരാളെ കണ്ടിട്ടുണ്ടെങ്കിൽ ന്യൂട്രിചാർട്ട് വെജ് ഒമേഗ പറയുക, ഇങ്ങ് പോരുക.
ദാറ്റ്സ് ഇറ്റ്. പിന്നെ ശരീരത്തിലെ ടോക്സിൻസുകളെ ഒക്കെ അകറ്റി മാറ്റി ടോട്ടാലിറ്റിയിൽ നമ്മൾ സർവീസ് ചെയ്ത് കഴിക്കുന്നതും എല്ലാം നമ്മൾ ശരീരത്തിൽ അബ്സോർബ് ചെയ്യുന്ന അവസ്ഥയിൽ കൊണ്ടുവന്ന് ശരീരത്തിന്റെ അവയവങ്ങളൊക്കെ നീറ്റായിട്ട്, പ്രത്യേകിച്ച് കരള്, ടോക്സിൻസിനൊക്കെ ഒഴിവാക്കി ഫിറ്റാക്കി വെക്കാനുള്ളതാണ് ന്യൂട്രിചാർജ് ബയോവേജ്. എന്തുകൊണ്ട് പറഞ്ഞു വെച്ചാൽ ശരീരത്തിൽ വരുന്ന ടോക്സിന് മുഴുവനും വലിക്കുന്നത് ലിവറാണ്. അതുകൊണ്ട് ലിവർ എപ്പോഴും ടോക്സിനേറ്റഡ് ആയി പോകും. അപ്പോൾ അത് ഫാറ്റി ലിവറായി മാറും. അപ്പൊ അങ്ങനത്തെ പല പ്രശ്നങ്ങളുണ്ടാവും. അപ്പൊ ഇതിൽ നിന്നൊക്കെ ഒഴിവാകാൻ വേണ്ടിയിട്ട് ന്യൂട്രിചാർജ് ബയോ ഏജ് വിൽ ഹെൽപ്പ് യു. കാരണം നമ്മുടെ ശരീരത്തിൽ മോർ ദാൻ 500 ക്രിട്ടിക്കൽ ഫങ്ഷൻസ് ആണ് ഇത് ചെയ്യുന്നത്. ആ ലിവറിനെ അത്രയും സംരക്ഷിച്ചിട്ടിൽ അത് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാക്കി തരുമെന്നുള്ളത് യാതൊരു സംശയമില്ല. അപ്പൊ ഇത് 3 തരത്തിലാണ് പ്രവർത്തിക്കുന്നത്. ന്യൂട്രിചാർജ് ബയോ നമ്മുടെ ശരീരത്തിൽ 3-വേ ആക്ഷൻ ആണ്. ഒന്ന് ഡിറ്റോക്സ്. സോ ഡിറ്റോക്സ് ചെയ്യുമ്പോൾ ഇറ്റ് പ്യൂരിഫൈസ് ദ ബ്ലഡ്. അപ്പോൾ ടോക്സിൻസ് ഒക്കെ വെളിയിലാക്കുന്നു. ഓക്സിഡേറ്റീവ് സ്ട്രെസ് കുറയ്ക്കുന്നു. അപ്പോൾ കോശങ്ങൾ ആരോഗ്യത്തോടെ ഉണ്ടാകും. രണ്ടാമത്തത് ഗട്ട് ഹെൽത്ത് ഇംപ്രൂവ് ആക്കുന്നു. അപ്പോൾ ഡൈജസ്റ്റീവ് സിസ്റ്റം ഉണ്ടാകും. കാരണം ഇതിൻ്റെ അകത്ത് പ്രീബയോട്ടിക്, പ്രോബയോട്ടിക് എല്ലാം ഉണ്ട്. ലാക്ടോബേസിലസ് ഒക്കെ ചേർത്തിരിക്കുന്നത്. അപ്പോൾ തൈര് പോലെ തന്നെ ആയി മാറും. സോ ഇറ്റ് വിൽ ഡെഫിനറ്റ്ലി ഹെൽപ്പ് യു ദാറ്റ്. ടോക്സിൻസിനെ വെളിയിലിട്ട് വരും. അപ്പോൾ എല്ലാ ടോക്സിനേറ്റ് ചെയ്യുന്നതുകൊണ്ട് ഡീടോക്സിനേറ്റ് ആയിട്ട് മാറുന്നത് കൊണ്ട് നമ്മളുടെ ലിവറിന് ആരോഗ്യം ഉണ്ടാവും. അപ്പോൾ ഇറ്റ് ഇംപ്രൂവ്സ് ദ ലിവർ ഹെൽത്ത്. അതുകൊണ്ടായിരുന്നു ഹെപ്പറ്റോ പ്രൊട്ടക്റ്റീവ് എന്ന് പറയുന്നത്. ഹെപ്പാറ്റിക് ഓർഗൻ എന്ന് പറയുന്നത് ലിവറാണ്. അപ്പോൾ ഹെപ്പറ്റോ പ്രൊട്ടക്ടർ എന്ന് പറഞ്ഞാൽ ലിവർ പ്രൊട്ടക്ടർ. അപ്പോൾ ഇറ്റ് ചെക്സ് ദ ലിവർ ഡാമേജ് ആൻഡ് ഇറ്റ് റിവേഴ്സസ് ദ ഫാറ്റി ലിവർ. അപ്പോൾ നിങ്ങൾക്ക് അറിയാം, നമ്മളൊക്കെ ചുറ്റുപാട് നോക്കുമ്പോൾ പല ആൾക്കാരുടെയും ഈ സെൻട്രൽ ഒബേസിറ്റി ഭയങ്കരമാണ് കേട്ടോ. കുടവയറെന്നൊക്കെ പറയുന്നില്ലേ, എത്ര അധികം കുടവയർ ഉണ്ടാകുന്നുണ്ടോ അത്രയും ഫാറ്റി ലിവർ ആയിരിക്കും. അതിന്റെ ജീവിതശൈലി വലിയൊരു ഭാഗം തന്നെയാണ്, കഴിക്കുന്ന ഭക്ഷണവും വലിയ ഭാഗം തന്നെയാണ്. അപ്പൊ അങ്ങനത്തെ ആൾക്കാർ എത്രയും പെട്ടെന്ന് ന്യൂട്രിചാർജ് ബയോജൊക്കെ കഴിക്കുക എന്നുള്ളതാണ്. പിന്നെ ഇതിനൊരു കണക്കൊന്നുമില്ല കേട്ടോ. സാറേ ഞാൻ 3 മാസം കഴിച്ചു, ഇപ്പോൾ റെസ്റ്റ് അല്ല, ഒരു റെസ്റ്റും ഇല്ല. കാരണം അത് കഴിഞ്ഞിട്ട് നിങ്ങൾ കഴിക്കുന്നത് സെയിം അല്ലേ. ഇല്ല, ജീവിതശൈലി മൊത്തത്തിൽ ഒന്ന് മാറ്റിയെടുക്കണം. സോ ദാറ്റ് ഇസ് നെവർ ഹാപ്പൻസ്. ദാറ്റ് നെവർ ഹാപ്പൻസ് ഇൻ ഫാക്ട്. സോ യു നീഡ് ടു ടേക്ക് ഇറ്റ് ഫോർ എ വെരി ലോങ് ടൈം ആൻഡ് ഇറ്റ് വിൽ ഡെഫിനറ്റ്ലി ഹെൽപ്പ് യു ലോട്ട്. പിന്നെ ചില ആൾക്കാർക്ക് അറിയാം ശോധന കുറവായിരിക്കും. പിന്നെ ചില ആൾക്കാർക്ക് ഈ പൈൽ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. അവർക്കെല്ലാം ഇത് വലിയ ഗുണകരമാണ്. ഓക്കെ. സോ 53 ബയോഗ്രീൻസ് ചേർത്തിട്ടുള്ള 72 പോഷക തത്വങ്ങളാൽ സമൃദ്ധമായിട്ടുള്ള 16 ഡൈജസ്റ്റീവ് എൻസൈമുകൾ ചേർത്തിട്ടുള്ള 100% വെജിറ്റേറിയൻ സപ്ലിമെന്റ് ആണ് ന്യൂട്രിചാർജ് ബയോവേജ്. എന്റെ സുഹൃത്തുക്കളെ, ഇങ്ങനത്തെ ഒരു പ്രോഡക്റ്റ് ഇന്ത്യൻ മാർക്കറ്റിൽ എന്തായാലും ഇല്ല. വെളിയിലത്തെ ആൾക്കാർ ഡീടോക്സ് ചെയ്യാൻ വേണ്ടി ഹോസ്പിറ്റലിൽ പോയിട്ട് അഡ്മിറ്റ് ആവും. വിദേശത്ത് പോയ പല ആൾക്കാർക്ക് പറയാം. അവിടെയാണ് നമുക്ക് 1500 MRP, 1200 DP, 900 നമുക്ക് PV കിട്ടുന്ന ഒരു പ്രോഡക്റ്റ്. 15 ഗുളിക വെച്ച് 2 സ്ട്രിപ്പ് 1 മാസത്തേക്കുള്ളത്. രാത്രി ഭക്ഷണം കഴിച്ചിട്ട് 45 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒരു ഗുളിക കഴിക്കുക. വളരെ ക്ലീൻ ജീവിതമായി മാറും. പിന്നെ ശരീരത്തിൽ ഒന്നുമില്ലാത്തവർക്ക് വേണ്ടിയാണ് ന്യൂട്രിചാർജ് ഗെയിനർ. വളരെ എല്ലും തൂരും എന്നെല്ലാം പറയുന്ന സംഭവമില്ലേ, ഇതാ ഇങ്ങനെ മസിലും ഇല്ല, ഫാറ്റും ഇല്ല, ഒന്നുമില്ല. അങ്ങനെയാകുമ്പോൾ വളരെ ഭയാനകമാണ്. നമുക്ക് ഒരു വ്യക്തികളുടെ മുന്നിൽ എത്താൻ തന്നെ നമ്മളെ ഭയങ്കരമായിട്ട് പിൻവലിക്കും. അപ്പോൾ നമ്മൾ ഒരു സോഷ്യൽ ബീങ് ആയി മാറില്ല. വിൽ ഗെറ്റ് ഇൻ ടു ദ ഷെൽ. വീട്ടിനകത്തോട്ട് ഇരിക്കുക, വെളിയിലോട്ടൊന്നും പോകാതിരിക്കുക. അപ്പോൾ ഹെൽത്തി ബോഡി, സ്ട്രോങ് ബോഡി, ബ്യൂട്ടിഫുൾ ബോഡി, അതുപോലെ തന്നെ ബ്യൂട്ടിഫുൾ സ്കിൻ, ഹാൻഡ്സം ആൻഡ് ബ്യൂട്ടിഫുൾ ആവണമെങ്കിൽ യു നീഡ് ടു ടേക്ക് ന്യൂട്രിചാർജ് ഗെയിനർ. ന്യൂട്രിചാർജ് ഗെയിനർ എടുക്കുമ്പോൾ 2 പ്രോട്ടീനുകൾ അതിന്റെ കൂടെ കഴിക്കാം. ഒന്ന് ന്യൂട്രിചാർജ് കൊക്കോ പ്രോഡക്റ്റ്, അല്ലെങ്കിൽ ന്യൂട്രിചാർജ് കോഫി ഹെസൽനട്ട് പ്രോഡക്റ്റ് ഷേക്ക്. ഇതിന്റെ കൂടെ ഇത് മിക്സ് ചെയ്ത് വേണം കഴിക്കാൻ. കാരണം ഇതിന്റെ അകത്ത് ന്യൂട്രിചാർജ് ഗെയിനറിൽ പ്രോട്ടീൻ ഇല്ല. നമ്മൾ പ്രോട്ടീനും കൂടി ആഡ് ഓൺ ചെയ്യണം, എന്നാൽ മസിൽസും എല്ലും ഡെവലപ്പ് ആകത്തുള്ളൂ. റൈറ്റ്. അപ്പൊ ഇതിലുള്ളത് 17 ബൊട്ടാനിക്കൽസ് ആണ്. ഈ 17 ബൊട്ടാനിക്കൽസിനും പ്രവർത്തിച്ച് നമ്മുടെ ശരീരത്തിലേക്ക് അബ്സോർബ് ചെയ്യാൻ സഹായിക്കുന്നതാണ് പ്യുവർ കൗസ് മിൽക്ക് കൊണ്ടുണ്ടാക്കിയ ഘീ. ഓക്കെ. ആൻഡ് പ്യുവർ ഹണി. ഇത് രണ്ടും ചേർത്തിട്ടുണ്ട് ഇതിൽ. റൈറ്റ്. പിന്നെ ഇതിൽ ഏറ്റവും ഹൈലൈറ്റ് ആയി പറയേണ്ടത് ഈ 4 കാര്യങ്ങളുണ്ട്, ഇൻഗ്രീഡിയൻസ്. ഒന്ന് ശതാവരി. റൈറ്റ്. ആസ്പരാഗസ് റെസിമോസിസ് എന്ന് കേൾക്കാം നിങ്ങൾക്ക് എഴുതിയത്. ശതാവരി ഭയങ്കര സ്ട്രോങ് ആണ്. അത് കഴിക്കുന്ന ആൾക്ക് നല്ല ബലവും നല്ല എനർജി ഉണ്ടാവും. പിന്നെ അശ്വഗന്ധ, അതിനെപ്പറ്റി പറയേണ്ട ആവശ്യമില്ല. പിന്നെ ഗോക്ഷുര. റൈറ്റ്. ദെൻ പൈൻ ബാർക്ക്. ഇത് പൈൻ ബാർക്കിൽ ഒരു ഇൻഗ്രീഡിയന്റ് ഉണ്ട്. ഓക്കെ. പൈക്കനജോൾ എന്ന് പറയുന്നത്. ആ സാധനം നമ്മളെ രക്തത്തിന്റെ അളവ് കൂട്ടും, സർക്കുലേഷൻ കൂട്ടും. അതുകൊണ്ട് നമ്മളെ എനർജി ലെവൽ വളരെ ഹൈ ആയിരിക്കും. അതിന്റെ കൂടെ തന്നെ ത്രിക്കട്ടുണ്ട് 3 തരം. അതായത് പൈപ്പർ ലോങ്ങം, തിപ്പല്ലി, പൈപ്പർ നൈഗ്രാം കുരുമുളക്, ജിഞ്ചർ ഒഫീഷ്യൽ ഇഞ്ചി. ഇതാണ് ഇതിന്റെ ഹൈലൈറ്റ്. ഇങ്ങനത്തെ ഈ സാധനങ്ങൾ ചേർത്തിട്ടുള്ള വെയിറ്റ് ഗെയിനർ സപ്ലിമെന്റ്സ് ഒന്നും ഇന്ത്യൻ മാർക്കറ്റിലില്ല. നമ്മൾ മാത്രം ഇറക്കിയതാണ്. അതിന് ആയുഷിന്റെ ലൈസൻസും ഉണ്ട്. We have given license by the Ayush. അപ്പോൾ this can be given.
ഓക്കെ, അപ്പൊ ഇത് പക്ഷെ ഇത് കഴിക്കുമ്പോൾ ഇതിന്റെ കൂടെ പ്രോട്ടീൻ കഴിക്കണം, റൈറ്റ്? അപ്പം ഇത് രണ്ട് കോമ്പിനേഷനും ഇറ്റ്സ് ആബ്സല്യൂട്ട്ലി വണ്ടർഫുൾ. പക്ഷെ ഇത് കഴിക്കുമ്പോൾ നിങ്ങൾ എന്തായാലും കുറച്ച് എക്സസൈസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. എക്സസൈസ് ചെയ്താൽ മാത്രമേ ഇത് മസിൽസിലേക്ക് കിട്ടത്തുള്ളൂ. പിന്നെ ഞങ്ങൾ പ്രത്യേകിച്ചിട്ട് ലോങ് സെഷൻസ് ഒക്കെ എടുക്കാൻ പോകുന്ന സമയത്ത് ഞങ്ങൾ ഇത് പൊടി അങ്ങനെ തന്നെ വായിൽ കഴിച്ചിട്ടാ പോവുക. അത് ആ ശീലം കപിൽ സാറാണ് എന്നെ പഠിപ്പിച്ചത്. അദ്ദേഹത്തിന്റെ കൂടെ ആദ്യമായിട്ട് എന്നെ ക്ലാസ് എടുക്കാൻ പോകുന്ന സമയത്ത് എന്നോട് സുരേഷ് ഒരു പ്രസാദം തരാം, പ്രസാദം കഴിച്ചിട്ട് നമുക്ക് പ്രാർത്ഥനയോടെ ക്ലാസ് തുടങ്ങാം. അപ്പൊ ഞാൻ വിചാരിച്ച അദ്ദേഹം ഇൻഡോറിൽ നിന്ന് വന്നപ്പോൾ ഏതോ അമ്പലത്തിലെ പ്രസാദമായിട്ടാവുന്നത്, നോക്കുന്നിട്ട് ചെയ്യുന്നതാണ്. അതാണ് പ്രസാദം. ആ ശീലം ഇപ്പോഴും ഉണ്ട്. കഴിഞ്ഞ ദിവസം സാറിനെ ഭിൽവാരെന്ന് കണ്ടപ്പോ ഞാൻ ഇതിന്റെ മുകളിൽ കയറി പ്രസന്റേഷൻ ചെയ്യാൻ പോകുന്ന സമയത്ത് എന്നോട് പറഞ്ഞു പ്രസാദ് ഖായാക്കിയാത്തു. അന്നേരം എനിക്ക് ഓർമ്മ, ഞാൻ പറഞ്ഞു സാർ കൊണ്ടുവന്നിട്ടില്ല, എന്റെ കയ്യിലുണ്ട്. അങ്ങനെ ആ പ്രസാദം കഴിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇപ്പം വാനിന്റെ മുകളിലും പിന്നെ അതുപോലെ നമ്മളുടെ ഈ രഥത്തിന്റെ മുകളിലൊക്കെ കയറുന്നത്. പിന്നെ ഈ വെയിലത്തെല്ലാം നിൽക്കണ്ടേ, അപ്പൊ ഇതിനൊക്കെ അസാധ്യമായ എനർജി ലെവൽ തരുന്ന സംഭവമാണ്. ഇറ്റ്സ് മൈ പേഴ്സണൽ എക്സ്പീരിയൻസ്. ഹലോ, ഓക്കെ, റൈറ്റ്. പിന്നെ ഇതിൻ്റെ അകത്ത് ചേർത്തിരിക്കുന്ന ചില ഇൻഗ്രീഡിയൻസ്, ഇംബ്ലിക്ക ഒഫിഷ്യനാലിസ്, ഇഞ്ചിയാണ്, അല്ല ഐ മീൻ ആണ്. ആ നെല്ലിക്ക നമ്മളുടെ എനർജി ലെവൽ കൂട്ടാനും റിജുവിനേറ്റ് ചെയ്യാൻ നമ്മളെ സഹായിക്കും. പിന്നെ മൂസ പെരാഡിയാസക്ക എന്ന് പറയുന്നത് പഴമാണ്. പഴവും എനർജി ബിൽഡപ്പ് ചെയ്യാനുള്ളതാണ്, ഡൈജഷൻ പ്രൊമോട്ട് ചെയ്യും. അതുപോലെ തന്നെ പൈറസ് മാലസ് ആപ്പിൾ ആണ്, ഇമ്മ്യൂൺ സിസ്റ്റം കൂട്ടാൻ സഹായിക്കും. അതുപോലെ പ്രൂനസ് എമക്ഡാലസ് എന്ന് പറയുന്നത് ബദാം പരിപ്പാണ്, ആന്റി ഓക്സിഡന്റ് ആണ്, അതുകൊണ്ട് ബ്ലഡ് സർക്കുലേഷൻ കൂട്ടും, പ്രോട്ടീൻ ആണ്, സോ ഇറ്റ് വിൽ ഡെഫിനറ്റ്ലി ഹെൽപ്പ് ഇൻ 2 വേ. ദെൻ ഫീനിക്സ് സിൽവസ്റ്ററിസ് എന്ന് പറഞ്ഞ കാരക്കയാണ്, അതായത് ഡേറ്റ് പാം, അല്ലെങ്കിൽ ചില നാട്ടിൽ പറയുന്നത് എന്താ പറയാ ഈത്തപ്പഴം. ഹൈ ന്യൂട്രീഷൻ വാല്യൂ ഉള്ളതാണ്, ഫുൾ ഓഫ് അയൺ ആൻഡ് പ്രോട്ടീൻ. അപ്പം അതും ഓൾസോ ഡയറ്ററി ഫൈബർ. ദെൻ ഹെൽത്തി ന്യൂട്രിയന്റ് ആയിട്ടുള്ള വിച്ച് ഇസ് വെനിഫെറ, ഇത് ചുവന്ന നമ്മളെ മുന്തിരിയാണ്. അപ്പൊ അതൊക്കെ കഴിച്ചാൽ നല്ല ഗംഭീരം, അടിപൊളി. പിന്നീട് വരുന്ന ന്യൂട്രിചാർജ് റിഫ്രഷർ. ഇത് ദിവസേന 2 കഴിക്കണം കേട്ടോ, നല്ല സുഖമായിരിക്കും. കാരണം എന്താ, ഓക്കെ, ഇപ്പം ഹാർഷ് വെതറാണ്, വല്ല ഹീറ്റ് ഉണ്ട്, നിങ്ങൾക്ക് കുറെ നേരം ആക്റ്റീവായിട്ട് നിൽക്കണം, പഠിക്കുന്ന കുട്ടികളാണ്, പിന്നെ എക്സസൈസ് ചെയ്യുന്ന ആൾക്കാരാണ്, ലോങ് ഡ്രൈവിൽ പോകുന്ന ആൾക്കാരാണ്, കുറെ പ്രസന്റേഷൻ ചെയ്യുന്ന ആൾക്കാരാണ്, കൂടുതൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്, അവരെല്ലാം ക്ഷീണിച്ച് പോകും. ആ ക്ഷീണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അധികവും ആൾക്കാർ ഓടുന്നത് കോഫി കുടിക്കാനോ അല്ലെങ്കിൽ ടീ കുടിക്കാനോ ആയിരിക്കും. ദീസ് ആർ ഓൾ കാർബണേറ്റഡ്. അതങ്ങ് ഒഴിവാക്കുക. സേ ഗുഡ് ബൈ ടു ടീ, കോഫി ആൻഡ് കെമിക്കലി ഫ്ലേവേർഡ് കോൾഡ് ഡ്രിങ്ക്സ്. ഇതൊക്കെ ഒഴിവാക്കുക. എന്നിട്ട് എങ്ങോട്ട് വേണം? ന്യൂട്രിചാർജ് റിഫ്രഷറിലേക്ക് വേണം. യു വിൽ ബി റിമെയിൻ ആക്റ്റീവ്, യു വിൽ ബി റിമെയിൻ അലർട്ട്. ഇത് ദാഹം മാത്രമല്ല മാറ്റുക, ഇത് നിങ്ങളെ റീചാർജും ചെയ്യും. ബിക്കോസ് ഇറ്റ് കണ്ടെയ്ൻസ് നോട്ട് ഓൺലി അമിനോ ആസിഡ് ടോറിൻ, ബട്ട് ഇറ്റ് ഓൾസോ കണ്ടെയ്ൻസ് ഇലക്ട്രോലൈറ്റ്സ്, വൈറ്റമിൻസ് ആൻഡ് മിനറൽസ്. അതിന്റെ കൂടെ ഒറിജിനൽ പോംഗ്രാനൈറ്റ് ജ്യൂസ് ആൻഡ് റെഡ് ഗ്രേപ്പ് ജ്യൂസ് ആണ് ഇതിലുള്ളത്. സോ ഇറ്റ് ബൂസ്റ്റ്സ് അപ്പ് ആ ബ്ലഡ് ലെവലിലെ ആ ഒരു സംഭവം. അപ്പൊ ഹീമോഗ്ലോബിൻ ലെവൽ കൂട്ടാൻ സഹായിക്കും. സോ ഇറ്റ് റിലീവ്സ് ഫാറ്റിഗ് ആൻഡ് കീപ്സ് യു എനർജറ്റിക്. അപ്പോൾ വളരെയധികം ക്ഷീണിതരായിരിക്കുമ്പോഴും അല്ലെങ്കിൽ ഒരു അസുഖം ബാധിച്ചിട്ട് റീകൂപ്പ് ചെയ്ത് വരുന്നുണ്ടെങ്കിലോ എല്ലാം ഒരു 2 നേരമെങ്കിലും ദിവസേന ഇത് കഴിക്കുക. ഇറ്റ് വിൽ ഡെഫിനറ്റ്ലി ഹെൽപ്പ് യു. പ്രത്യേകിച്ച് ലോങ് ഡ്രൈവിൽ പോകുന്ന ആൾക്കാർ എന്തായാലും ഇത് കുടിക്കണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഓടി കറക്റ്റായിട്ട് ക്ഷീണമില്ലാതെ അവിടെ എത്താം. പക്ഷെ 2 നേരം, മാക്സിമം 2 times. ഓക്കെ, ഇനി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വൺസ് ഇൻ എ ബ്ലൂ മൂൺ യു കൻ ഗോ ഫോർ ദ 3rd time. അതർവൈസ് 2 is enough, റൈറ്റ്? പിന്നെ ഒരു 10 വയസ്സിന്റെ താഴെയുള്ള കുട്ടികൾക്ക് തൽക്കാലം കൊടുക്കണ്ട. പക്ഷെ പഠിക്കുന്ന കുട്ടികൾ, ഡാൻസ് ചെയ്യുന്ന കുട്ടികൾ, കലാകാരികൾ, സ്പോർട്സ് താരങ്ങൾ, അവർക്കെല്ലാം ഇത് കൊടുക്കണം എന്തായാലും പെർഫോമൻസിന്റെ മുമ്പ്. കാരണം എന്തായാലും പെർഫോമൻസ് എൻഹാൻസ് ചെയ്യും. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റെഡ് ഗ്രേപ്പ് ജ്യൂസ് എനർജി മെറ്റാബോളിസം, ഫറ്റീഗ് കുറയ്ക്കുന്നു, ക്ഷീണം ഇല്ലാതെയാക്കുന്നു, സ്ട്രെങ്ത് ആൻഡ് സ്റ്റാമിന ഇൻക്രീസ് ചെയ്യുന്നു. റിയൽ പോമഗ്രാനൈറ്റ് ജ്യൂസ് എന്താ ചെയ്യുന്നത്? മാതള നാരങ്ങ എന്ന് പറയും അല്ലെ, മാതളനാരങ്ങ ആന്റി ഓക്സിഡന്റ് ആണ്. സോ ഇറ്റ് ഈസ് എ റിച്ച് സോഴ്സ് ഓഫ് ന്യൂട്രിയൻസ്. ഇറ്റ് കണ്ടെയ്ൻസ് ഫ്രക്ടോസ്, സൂക്രോസ് ആൻഡ് ഗ്ലൂക്കോസ്. എല്ലാം കൂടി ചേർത്ത് നല്ലൊരു എനർജി ലെവൽ ആക്കുന്നു, നിങ്ങളുടെ ഹീമോഗ്ലോബിൻ ലെവലും കൂട്ടുന്നു. ദെൻ ഇലക്ട്രോലൈറ്റ്സ്, വൈറ്റമിൻസ് ആൻഡ് മിനറൽസ്. വാട്ട് ആക്ച്വലി ഡു? ഫ്ലൂയിഡ് ബാലൻസ് നിറവേറ്റി വെക്കാൻ, ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്ത് വെക്കാൻ സഹായിക്കും. അതുകൊണ്ട് ടോട്ടൽ ബോഡി വാട്ടർ മെയിൻറ്റെയിൻ ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ നോക്കണം, സ്കാൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് മിനിമം 55 വേണമെന്ന് പറയൂലേ, ചില ആൾക്ക് 40-45 ഉണ്ടാവുമല്ലോ. വെള്ളം കുടിക്കാൻ പറഞ്ഞാലും ചില സമയം കുടിക്കില്ല. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം അറിയോ? ദിവസേന ഒരു ന്യൂട്രിചാർജ് റിഫ്രഷർ കുടിക്കാൻ പറഞ്ഞാൽ മതി. നാച്ചുറലി അവരുടെ ബ്ലഡ് വാട്ടർ ലെവൽ മെയിൻറ്റെയിൻ ചെയ്ത് വരും. ദെൻ ടോറിൻ. ഓക്കെ, ടോറിൻ എന്ന് പറഞ്ഞാൽ മസിൽ ഡാമേജ് ഇല്ലാതെയാക്കുന്നു. ആൻഡ് ഇറ്റ് ഹെൽപ്സ് ഇൻ ഇംപ്രൂവ് എനർജി പ്രൊഡക്ഷൻ. ബ്രെയിൻ ആക്ടിവിറ്റി ഭയങ്കര ഷാർപ്പായിരിക്കും. പിന്നെ ഇത് വെജിറ്റേറിയൻ ആണ്, തണ്ണിമത്തനാണ് എടുത്തിരിക്കുന്നത്, വാട്ടർമെലൺ വൈറ്റ് പാർട്ട്. അതുകൊണ്ട് ഇറ്റ്സ് ടോട്ടലി വെജിറ്റേറിയൻ. സോ യു ക്യാൻ ഗിവ് ഇറ്റ് ടു സ്റ്റുഡൻസ് ഹു ആർ പ്രിപ്പയറിംഗ് ഫോർ എക്സാമിനേഷൻസ്, അവർക്ക് ബെസ്റ്റ്. Now comes NutriCharge Glycine Prodite and Glycine Chewable Tablets, especially for diabetic and pre-diabetic. ഇത് ആക്ച്വലി ലോഞ്ച് ചെയ്തത് pre-diabetic ആണെങ്കിലും ഇപ്പോൾ ഇത് ഡയബറ്റിക്കിനും കൊടുക്കുന്നുണ്ട്, നല്ല റിസൾട്ടും വരുന്നുണ്ട്.
ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ വളരെ ഹൈ ഉള്ളവർക്ക് ന്യൂട്രിചാർജ് ഗ്ലൈസിം ച്യൂവബിൾ ടാബ്ലറ്റ്സ് കൊടുക്കാം. എന്നിട്ട് മറ്റുള്ള എല്ലാവർക്കും കൊടുക്കേണ്ടതാണ് ന്യൂട്രിചാർജ് ഗ്ലൈസം പ്രോഡക്റ്റ്. എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ പ്രീ ഡയബറ്റിക് ആൻഡ് ഡയബറ്റിക്. കാരണം അവരുടെ ശരീരത്തിൽ നിന്ന് മസിൽസ് പോയി കഴിഞ്ഞാൽ അവർക്ക് ഡയബറ്റിക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾ എന്ത് ബാക്കിയുള്ള പ്രോഡക്റ്റ് കൊടുത്തിട്ടും അവരുടെ ബ്ലഡിലെ ഉള്ള ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്ത് താഴെ കൊണ്ടുവന്നിട്ട് കാര്യം ഉണ്ടാവില്ല മസിൽസ് ഇല്ലെങ്കിൽ. അതുകൊണ്ട് എന്ത് കൊടുത്തു കഴിഞ്ഞാലും നിങ്ങൾ കൊടുക്കാൻ മറക്കരുത് ന്യൂട്രിചാർജ് ഗ്ലൈസം പ്രോഡക്റ്റ്, റൈറ്റ്? അപ്പൊ ഇത് ഡയബറ്റീസിൻ പ്രീ ഡയബറ്റീസിൻ നോർമലിന്റെ ഒരു കണക്കാണ്. ഓക്കെ, ഇതിപ്പം HbA1c എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ 5.7, നോർമൽ മാത്രം നോക്കുക നമുക്ക് തൽക്കാലം. അതുപോലെ ഫാസ്റ്റിംഗ് ബ്ലഡ് ഗ്ലൂക്കോസ് ആണെങ്കിൽ ബിലോ 100 or 100, ആൻഡ് പോസ്റ്റ് പ്രാൻഡൽ അതായത് PPBS ആണെങ്കിൽ ബിലോ 140, റൈറ്റ്? 140 അബോവ് ഒക്കെ ഡയബറ്റിക്കും 140 അബോവ് ടിൽ 200 ഇസ് പ്രീ ഡയബറ്റിക്, ആൻഡ് 200 മുകളിലൊക്കെ ഡയബറ്റിക് എന്നാ പറയാം. ഓക്കെ, അപ്പോ ഈ താഴെ പറഞ്ഞിരിക്കുന്ന 10 കാര്യങ്ങൾ താഴെ പറഞ്ഞിട്ടുണ്ട്. അതിൽ നിന്ന് 4 എണ്ണത്തിൽ നിങ്ങൾ പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഈ പ്രശ്നം വരാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ. അതിൽ ഒന്ന് നമുക്ക് എന്തായാലും ഉണ്ട്. എന്താണെന്നറിയാവുന്നത്? ബീയിങ് എൻ ഇന്ത്യൻ ബൈ ബർത്ത്. നമ്മൾ ഇന്ത്യയിൽ ജനിച്ചത് കൊണ്ട് ഒരു വിക്കറ്റ് ആദ്യം വീണ് കഴിഞ്ഞിട്ടുണ്ട്. ബാക്കി 3 എണ്ണം മാത്രം നോക്കിയാൽ മതി. ആ 3 എണ്ണം കൈവിട്ട് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ഈ കാറ്റഗറിയിൽ വരും. ഏതൊക്കെയാ? സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഉണ്ടോ? എത്രയും പെട്ടെന്ന് മാറ്റുക. ഹൈ ബ്ലഡ് കൊളസ്ട്രോൾ ഓർ ട്രൈഗ്ലിസൈഡ് ഉണ്ടോ? എത്രയും പെട്ടെന്ന് PVMF കഴിച്ചിട്ട് കുറയ്ക്കുക. ബീങ് ഓവർ വെയിറ്റ് ഓർ ഒബീസ്, നല്ലോണം എക്സസൈസ് ചെയ്യുക, കൊഴുപ്പിനെ ഇല്ലാതെയാക്കുക, ന്യൂട്രിചാർജ് SNF കഴിക്കുക. ഹൈ ബ്ലഡ് പ്രഷർ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് PVMF കഴിക്കുക, പ്രഷർ കുറയ്ക്കുക. DH ന്യൂട്രിചാർജ് DH കഴിച്ചിട്ട് സമ്മർദ്ദം കുറയ്ക്കുക. ഹാവിംഗ് സഫർ ഡയബറ്റീസ് ഡ്യൂറിംഗ് പ്രഗ്നൻസി, പ്രഗ്നൻസിയുടെ സമയത്ത് ഡയബറ്റിക് ആണെങ്കിൽ ഭയപ്പെടുന്നു വേണ്ട. ഇപ്പോൾ PVMF കഴിച്ചിട്ട് നല്ലോണം എക്സസൈസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആ സ്ത്രീകൾക്ക് അതിൽ നിന്ന് രക്ഷ നേടാം. പിന്നെ ഫാമിലി ഹിസ്റ്ററി ഓഫ് ഡയബറ്റീസ് ഉണ്ടെങ്കിൽ എന്തായാലും വളരെയധികം ശ്രദ്ധിക്കണം. 45 വയസ്സിന്റെ മുകളിലാണെങ്കിൽ എത്രയും പെട്ടെന്ന് വയസ്സ് കുറക്കാൻ പറയാൻ പറ്റത്തില്ല, ആക്റ്റീവ് ആകണം. എന്നിട്ട് PVMF കഴിക്കണം. പിന്നെ ബീങ് ഇന്ത്യൻ ബൈ ബർത്ത്, ഇനി അതൊന്നും മാറ്റാൻ പറ്റത്തില്ല. ഇനിയിപ്പോ നമുക്ക് അയ്യോ അങ്ങനെ ഇപ്പൊ ഞാൻ ആഫ്രിക്കയിൽ പോയിട്ട് ഒന്നും കൂടി ജനിക്കട്ടെ എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമില്ല. സോ ദാറ്റ് ഈസ് ഗോൺ, ഒരു വിക്കറ്റ് ഓൾറെഡി ഗോൺ. എക്സസ് ഫറ്റീഗ് ആൻഡ് ഇറിറ്റബിലിറ്റി, വല്ലാതെ ഇറിറ്റേഷൻ വരുന്നുണ്ട്, വല്ലാതെ ക്ഷീണം വരുന്നുണ്ടെങ്കിൽ അത് മാറ്റാൻ ശ്രമിക്കണം. അതിനുള്ള മാർഗ്ഗമാണ് PVMF. പിന്നെ ഹിസ്റ്ററി ഓഫ് PCOS, ഏതെങ്കിലും പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും PCODയോ അല്ലെങ്കിൽ PCOSന്റെ ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ അത് മാറ്റാൻ ശ്രമിക്കണം. അതിന് വീണ്ടും കഴിക്കേണ്ടത് PVMFOA തന്നെയാണ്. കൊഴുപ്പുള്ള സാധനങ്ങൾ ഒഴിവാക്കുക. ഇതൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഈ റിസ്ക് ഫാക്ടേഴ്സ് ഒഴിവാവാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രീ ഡയബറ്റിക്കും ഡയബറ്റിക് ആവുന്നതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. കാരണം കേരളത്തിൽ ഏറ്റവും അധികം ഇത് കാണപ്പെടുന്നുണ്ട്. പിന്നെ ന്യൂട്രിചാർജ് ഗ്ലൈസം പ്രോഡക്റ്റ് 64% പ്രോട്ടീനാണ്. അതിൽ ഡയറ്ററി ഫൈബർ, എൻസൈം, കോഫി പൗഡർ ആന്റി ഗ്ലൈസിമിക് ആണ് കേട്ടോ. കട്ടൻ കാപ്പി 2 നേരം കുടിക്കുക. ഷുഗർ ഉള്ള ആൾക്കാർ 2 നേരം കട്ടൻ കാപ്പി പഞ്ചസാരയും പാലും ഇല്ലാതെ കുടിക്കുക. ഇറ്റ് ഈസ് വണ്ടർഫുൾ, ദാറ്റ് വിൽ ഗിവ് യു വണ്ടർഫുൾ റിസൾട്ട്. അതാണ് ഗ്ലൈസം പ്രോഡക്റ്റിൽ നമ്മൾ കാപ്പിപ്പൊടി ചേർത്തത്. പിന്നെ ഗാർഷിനിയ, കമ്പോജിയ, കുടംപുളി, കറുവപ്പട്ട എല്ലാം ചേർത്തിട്ടുള്ളതാണ് ന്യൂട്രിചാർജ് ഗ്ലൈസം പ്രോഡക്റ്റ്. ദിവസേന 2 നേരം വെള്ളത്തിലോ തേങ്ങാപ്പാലിലോ കലക്കി കുടിക്കുക. മറുവശത്തുള്ളത് ന്യൂട്രിചാർജ് ഗ്ലൈസം ടാബ്ലറ്റ് ആണ്. മാംഗിഫെറ ഇൻഡിക്ക. മാംഗിഫെറ ഇൻഡിക്ക എന്തുവാണ്? മാംഗിഫെറ ഇൻഡിക്ക എന്ന് പറയുമ്പോൾ മാങ്ങയാണ്, പച്ചമാങ്ങ. പഴുത്ത മാങ്ങ കഴിക്കരുത്, പച്ചമാങ്ങ ജ്യൂസ് അടിച്ച് കഴിക്കുക. എംബ്ലിക്ക ഒഫിഷ്യനാലിസ് നെല്ലിക്ക. ദെൻ ജിംനിമ സിൽവസ്ട്രേ, അതാണ് ചക്രകൊല്ലി. ദെൻ ഗ്ലൈക്രൈസ ഗ്ലാബ്ര, അതാണ് ഇരട്ടി മധുരം. ടിനോസ്പോറ കോഡിഫോലിയ, അതാണ് ചിറ്റമൃത്. സിസിഗിയം ക്യുമിനി, ഞാവൽപ്പഴം. മെമോഡിക്ക ഷെരന്റിയ, അതാണ് നമ്മൾ കാണുന്ന പാവയ്ക്ക. ദെൻ ഏഗ്ലോ മാർമലിസ്, കൂവലം. ടിറോകാർപ്പസ് മാർസൂപ്പിയം, അതാണ് കരിങ്ങാലി. ദെൻ പൈപ്പർ ലോങ്ങം, തിപ്പല്ലി, പൈപ്പർ നൈഗ്രം നമ്മളെ കുരുമുളക്, ആൻഡ് ജിഞ്ചീബർ ഒഫിഷ്യനാലെ ഇഞ്ചി. ഇങ്ങനത്തെ എല്ലാ പച്ച മരുന്നുകളും ചേർത്തുണ്ടാക്കിയതാണ് ന്യൂട്രിചാർജ് ഗ്ലൈസം ടാബ്ലറ്റ്. അത് രാവിലെ വെറും വയറ്റില് നാക്കിനടിയിലിട്ട് അലിച്ചിറക്കണം. അതുകൊണ്ട് എന്ത് ചെയ്യണം എന്നറിയോ? രാവിലെ നടക്കാൻ പോകത്തില്ലയോ, അന്നേരം വായിലിടുക. എന്നാൽ സംസാരം കുറയും, എക്സസൈസ് കൂടും. ഇല്ലെങ്കിൽ നടക്കാൻ പോയി കഴിഞ്ഞാൽ നാട്ടുകളിൽ വർത്താനം പറഞ്ഞ് എക്സസൈസ് ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് നാക്കിലിടുക, അലിച്ച് 1/2 മണിക്കൂർ എടുക്കും അലിഞ്ഞ് കഴിയാൻ. അപ്പോഴേക്കും തിരിച്ച് വീട്ടിലെത്തുക. എന്നിട്ട് ഗ്ലൈസം പൊടി കലക്കുക, കുടിക്കുക. ഫാന്റാസ്റ്റിക് റിസൾട്ട് യു ആർ ഗോയിങ് ടു ഗെറ്റ്. അപ്പോൾ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെയാണ് ഇത് ഒന്നും കൂടി കാണിച്ചത് മാത്രമേ ഉള്ളൂ. ഈ പച്ച മരുന്നുകളെല്ലാം കൂടിയിട്ടാണ് ആ വ്യക്തിക്ക് പ്രമേഹം ഇല്ലാതെയാക്കുന്നത്, റൈറ്റ്? So make sure that you are taking and you are giving to those people who have got this pre-diabetic and diabetic problem. Okay? So ഇത് ഇത്രയും പറയാം. പിന്നെ ബാക്കി നമുക്ക് ന്യൂട്രിചാർജ് SNF. നമ്മുടെ ശരീരത്തിൽ അമിതമായ കൊഴുപ്പ് അടിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഏറ്റവും ക്ലിനിക്കലി പ്രൂവൻ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ന്യൂട്രിചാർജ് SNF, വിച്ച് യു നീഡ് ടു ടേക്ക് ഇൻ പ്ലേസ് ഓഫ് ഡിന്നർ. രാത്രി ഡിന്നറിന്റെ സ്ഥാനത്ത് ഇതായിരിക്കണം ഡിന്നർ. അങ്ങനെയാകുമ്പോൾ നിങ്ങളുടെ ഉള്ളിലുള്ള സൗന്ദര്യം തുറന്ന് വെളിയിലോട്ട് വരും. ഇപ്പോഴെന്താ ഉള്ളത്? ആ സൗന്ദര്യത്തിനെ റെയിൻകോട്ട് പോലെ ഉള്ള സാധനം കൊണ്ട് കവർ ചെയ്തിരിക്കുക. അതാണ് കൊഴുപ്പ്.
ആ കൊഴുപ്പുള്ളത് കൊണ്ട് നിങ്ങളെ സൗന്ദര്യം പിടി ഒളിച്ചിരിക്കുക. സോ കം ഔട്ട് ആൻഡ് ബി ദ ബെസ്റ്റ് വേർഷൻ ഓഫ് യു ബൈ ലൂസിംഗ് ദ എക്സസ് ഫാറ്റ് ആൻഡ് സസ്റ്റൈനിങ് ദ മസിൽസ്. ആ ചിത്രത്തിൽ കാണിച്ച രൂപങ്ങൾ നോക്കി നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെടുന്നത് നിങ്ങൾ തന്നെ തീരുമാനിച്ചു. റൈറ്റ്. അപ്പോൾ ഇതിൽ 3 ഫാറ്റ് ബേണേഴ്സും 2 പ്രോട്ടീനും 1 ഫൈബറും ഉണ്ട്. 6 ഇൻഗ്രീഡിയന്റ് ആണ് ന്യൂട്രിചാർജ് എസ്എൻഎഫിൽ ഉള്ളത്. ഇത് കൃത്യമായിട്ട് കഴിക്കുമ്പോൾ 3 മാസം കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 7.6 അത് 7.6% ഫാറ്റ് കുറയും. അരക്കെട്ട് വിസ്താരം 4 ഇഞ്ചായിട്ട് കുറയും 90 ദിവസം കൊണ്ട്. ശരിയായിട്ട് എക്സസൈസ് ചെയ്യുക, 1500 കാലറിനേക്കാളും താഴെ ഭക്ഷണം കഴിക്കുക, ന്യൂട്രിചാർജ് എസ്എൻഎഫ് ഡിന്നർ ആയിട്ട് എല്ലാ ദിവസവും കഴിക്കുക. ഇറ്റ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ ആൻഡ് ദിസ് ഈസ് ക്ലിനിക്കലി പ്രൂവൺ. പിന്നെ ഇതിൽ 3 ഫാറ്റ് ബേണർ ഏതൊക്കെയാണ്? ഗ്രീൻ കോഫി ബീൻ എക്സ്ട്രാക്ട്, പച്ച കാപ്പിക്കുരുടെ സത്ത്, പിന്നെ CLA കോൺജുഗേറ്റഡ് ലിനോലാനിക് ആസിഡ്, ടൊണാലിൻ, സാഫ്ലവർ, ആ പൂവില്ല, അത് സാഫ് ആണ്, ഇറ്റലിയിലേക്ക് കിട്ടുന്നതാണ്, അതും ഫാറ്റ് ബേണർ ആണ്. ദെൻ ഗാർഷീനിയ കമ്പോജിയ, അതാണ് നമ്മുടെ കുടംപുളി. ലോകോത്തരമായിട്ടുള്ള 3 അതിഗംഭീരമായിട്ടുള്ള ഫാറ്റ് ബേണർ ചേർത്തുണ്ടാക്കിയ ന്യൂട്രിചാർജ് എസ്എൻഎഫ് ക്ലിനിക്കലി പ്രൂവൻ ആണ്. അത് മാത്രമല്ല, ഈ ഓരോ ഇൻഗ്രീഡിയന്റ് ഉണ്ടല്ലോ ഈ ഫാറ്റ് ബേണർ, ഇത് സയന്റിഫിക്കലി പ്രൂവൻ ആണ് ദാറ്റ് ദേ ആർ ഫാറ്റ് ബേണേഴ്സ്. ദേ ബേൺസ് ഫാറ്റ് നൈസ്ലി. മറുവശത്ത് നോക്കിയാൽ വേ പ്രോട്ടീൻ, ഐസൊലേറ്റഡ് സോയ പ്രോട്ടീൻ ആൻഡ് ഡയറ്ററി ഫൈബർ, ഇതെല്ലാം. അപ്പോൾ പ്രോട്ടീൻ ഇത് കഴിക്കുമ്പോൾ രാവിലെ എന്തായാലും PBMF കഴിക്കും. അപ്പൊ പുതുതായിട്ട് പ്രോട്ടീൻ കഴിക്കുമ്പോൾ, പ്രോട്ടീൻ കഴിച്ചിങ്ങനെ തുടങ്ങുമ്പോൾ പുതുതായിട്ടുള്ള കൊഴുപ്പ് നിങ്ങളെ ശരീരത്തിൽ അടിയത്തില്ല. പക്ഷെ ഓൾറെഡി ശരീരത്തിൽ കൊഴുപ്പുള്ളത് കൊണ്ട് നിങ്ങൾക്ക് ഫാറ്റ് ബേണർ വേണം. അതുകൊണ്ടാണ് ഈ കോമ്പിനേഷൻ. ആൻഡ് ദിസ് ഈസ് എ ഫാന്റാസ്റ്റിക് കോമ്പിനേഷൻ. ആൻഡ് ഡു എക്സസൈസ്. എല്ലാ ദിവസവും ഒരു 6000 സ്റ്റെപ്പെങ്കിലും നടക്കുക. എന്നാൽ നിങ്ങൾക്ക് റിസൾട്ട് ഗംഭീരമായിരിക്കും. അരക്കെട്ട് പെട്ടെന്ന് പോയി കിട്ടും. ഇതിന്റെ കൂടെ വേണമെങ്കിൽ ന്യൂട്രിചാർജ് ബയോജും കൂടി കഴിക്കാം. അപ്പോൾ എല്ലാം സുഗമമാവും. സോ ഗ്രീൻ കോഫി ബീൻ ആന്റി ഒബേസിറ്റി എഫക്ട് കുറയ്ക്കുന്നു. കോൺജുഗേറ്റഡ് ലിനോലെനിക് ആസിഡ് ഫാറ്റ് മാസ് കുറയ്ക്കുന്നു. അത് ഗാർഷീനിയ കമ്പോജിയ വിശപ്പ് കുറച്ചുകൊണ്ട് ഫാറ്റ് കുറയ്ക്കുന്നു. പിന്നെ പ്രോട്ടീനെ പറ്റി നേരത്തെ പറഞ്ഞാണ്, അതുകൊണ്ട് വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ന്യൂട്രിചാർജ് BJ ഇനി ഞാൻ എടുക്കുന്നില്ല, കാരണം 2 ദിവസം മുന്നേ 2.5 മണിക്കൂർ എടുത്തത്. അതിന് വീണ്ടും എന്താ പറയാനുള്ളത് ഒന്നും പറയാനില്ല. പക്ഷെ ഇത് കഴിച്ച് തുടങ്ങുന്നുണ്ടോ, ഇത് കഴിച്ച് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ, അന്ന് പറഞ്ഞതൊക്കെ കാര്യം ശരിക്കും പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇത് 30 വയസ്സ് തികഞ്ഞിട്ടുള്ള എല്ലാ സ്ത്രീകളും ഒന്ന് ശ്രദ്ധിക്കണം. വർഷത്തിൽ 2 പ്രാവശ്യമെങ്കിലും കഴിക്കാൻ. ബാക്കിയുള്ളവർ എത്രയും പെട്ടെന്ന് സ്കാനിങ് ചെയ്തിട്ട് 3 കിലോഗ്രാമിനേക്കാളും താഴെയാണ് അവരുടെ എല്ലിന്റെ സാന്ദ്രതയെങ്കിൽ അവർ ഇന്ന് തന്നെ കഴിച്ചു തുടങ്ങണം. ഇത് രണ്ടും ഒരുമിച്ച് കഴിക്കണം. എന്താണ് രണ്ടും ഒരുമിച്ച് കഴിക്കേണ്ടത്? ഒന്ന് ന്യൂട്രിചാർജ് BJയുടെ പൊടി, ഒന്ന് ന്യൂട്രിചാർജ് BJയുടെ ടാബ്ലറ്റ്. ഇത് കഴിക്കുമ്പോൾ രാവിലെ PBMFO കഴിച്ചു പോകാനും മറക്കരുത്. കാരണം ഒന്ന് വണ്ടിയാണെങ്കിൽ മറ്റേത് ചക്രമാണ്. അതുകൊണ്ട് താഴെ പോയാൽ മുകളിലോട്ട് വരാൻ പറ്റാത്തതും മുകളിലോട്ട് പോയത് താഴോട്ട് വരാൻ പറ്റുന്ന ഒരവസ്ഥയാണെങ്കിൽ അതിന് ഒരു മാർഗമേ ഉള്ളൂ, ന്യൂട്രിചാർജ് BJ. റൈറ്റ്? ഓക്കെ, ഇത് പിന്നെ ഞാൻ പറഞ്ഞതാണ്, അതുകൊണ്ട് അധികം ഫാസ്റ്റ് ആയിട്ട് പോയി കളയാം. ഓക്കെ, ജസ്റ്റ് ഇൻഗ്രീഡിയൻസ് മുഖ്യം എന്ന് പറഞ്ഞേക്കാം. ഇതിൽ ന്യൂട്രിചാർജ് BJ കൃത്യമായി അതേപോലെ നീ ജോയിന്റ് പെയിൻ കുറയും. സിമ്പിൾ അല്ലേ? അതല്ലേ നമുക്ക് വേണ്ടത്. പിന്നെ ആ പൊടിയിൽ എന്തൊക്കെയുള്ള ഒന്നുകൂടി പഠിക്കാം, നമുക്ക് അത് പഠിച്ചതിന്റെ കാലം. മിൽക്ക് കാൽഷ്യം 500 മില്ലിഗ്രാം, മാഗ്നീഷ്യം 300 മില്ലിഗ്രാം, ഇൻയുലിൻ 1.5 ഗ്രാം, വൈറ്റമിൻ D 5 മൈക്രോഗ്രാം ആൻഡ് റോസിബ് എക്സ്ട്രാക്ട് 800 മില്ലിഗ്രാം. ഇതാണ് പൊടിയിലുള്ളത്. ടാബ്ലറ്റ് എന്തൊക്കെയുള്ളത്? ഗ്ലൂക്കോസോമൻ ഹൈഡ്രോക്ലോറൈഡ് 750 മില്ലിഗ്രാം, MSM മിഥൈൽ സൾഫോനിൽ മീഥേൻ 250 മില്ലിഗ്രാം, വൈറ്റമിൻ K27 55 മൈക്രോഗ്രാം, ബോസ്വെലിയ 75 മില്ലിഗ്രാം, മാഗ്നീസ് 2 മില്ലിഗ്രാം, ബോറോൺ 1.5 മില്ലിഗ്രാം, കോപ്പർ 1 മില്ലിഗ്രാം. ഇതെല്ലാം കൂടി ചേർത്തിട്ടുള്ള ഒരു ഗംഭീര പ്രൊഡക്റ്റ് ന്യൂട്രിചാർജ് BJ. ഇന്ന് തന്നെ സ്കാൻ ചെയ്യൂ. 3 കിലോയുടെ താഴെ ബോൺ ഡെൻസിറ്റി കണ്ടിട്ടുണ്ടെങ്കിൽ ഇന്ന് മുതൽ കഴിക്കാൻ തുടങ്ങും. ഇല്ലെങ്കിൽ എല്ല് കരയാൻ തുടങ്ങും. എല്ല് കരഞ്ഞാൽ അത് ഭയാനകമാവും. ന്യൂട്രിചാർജ് S5 ഇമ്മ്യൂണിറ്റി ബൂസ്റ്റപ്പ് ചെയ്യാനുള്ള അതിമനോഹരമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ്. PBMFO കഴിച്ചിട്ട് കിട്ടുന്ന ഇമ്മ്യൂണിറ്റി ബൂസ്റ്റപ്പ് ചെയ്യാൻ 5 ഔഷധ സസ്യങ്ങളാൽ നിർമ്മിതപ്പെട്ടിട്ടുള്ള ന്യൂട്രിചാർജ് S5. ഇത് നിങ്ങൾക്ക് കഫ്, കോൾഡ് ആൻഡ് വൈറൽ ഇൻഫെക്ഷൻ ഇല്ലാതെയാക്കുന്നു. സ്കിൻ ട്രബിൾസിലുള്ള ആക്നെ, അതായത് കുരുക്കൾ, മുഖത്ത് വരുന്ന കുരുക്കൾ ഇല്ലാതെയാക്കുന്നു. നീർക്കെട്ടുള്ള സ്കിൻ ഇല്ലാതെയാക്കുന്നു. സ്കിന്നിൽ വരുന്ന ഇൻഫെക്ഷൻസ് ഇല്ലാതെയാക്കുന്നു. ഹൈ ബ്ലഡ് പ്രഷർ കുറയ്ക്കുന്നു. ഡയബറ്റീസ് ഇല്ലാതെയാക്കുന്നു. അതായത് ക്രോണിക് ഡിസീസ് ഇല്ലാതെയാക്കുന്നു. ജസ്റ്റ് ഇമാജിൻ ബോസ്, ശരീരത്തിന്റെ അകത്തും ശരീരത്തിന്റെ വെളിയിലും എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ എല്ലാത്തിനും ഒരു ഒറ്റമൂലി പരിഹാരം. ഇത് മരണമൊഴികെ ബാക്കി എന്തിനും കൊടുക്കുക സുഹൃത്തുക്കളെ. ഇതിൽ ചേർത്തിരിക്കുന്ന 5 ഔഷധ സസ്യങ്ങളുടെ പേരാണ് മെന്തസ് പിക്കാറ്റ പുതിന, നീം വേപ്പ്, ബ്ലാക്ക് സീഡ് ഓയിൽ കരിഞ്ജീരകം, തുളസി 3 തരം തുളസിയാണ് ചേർത്തിരിക്കുന്നത്, ആൻഡ് അലോവേര കറ്റാർ വാഴ. എത്രയൊക്കെയാന്ന് നമുക്ക് നോക്കിക്കളിയാ. ബ്ലാക്ക് സീഡ് 200 മില്ലിഗ്രാം, 3 തരം തുളസി ചേർത്തിട്ട് 150 മില്ലിഗ്രാം, അലോവേര 25 മില്ലിഗ്രാം ആണെങ്കിലും 5 ഗ്രാമിന്റെ എഫക്റ്റ് ആണ്. 100 മില്ലിഗ്രാം നീം എക്സ്ട്രാക്ട് ആണ്, പക്ഷെ 100 വേപ്പിന്റെ ഇലയുടെ പവറാണ്. 10 മില്ലിഗ്രാം മെന്തോൾ ആണ്, പുതിനയാണ്.
അപ്പൊ ഇതെല്ലാം കൂടി ചേർത്ത് വരുമ്പോൾ നമുക്ക് രോഗപ്രതിരോധ ശേഷി കൂട്ടുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് പറഞ്ഞ മരണമൊഴികെ ബാക്കി എന്തിനും കൊടുക്കാമെന്ന്. അതുകൊണ്ട് ഒന്നും നോക്കണ്ട, കഴിച്ചു തുടങ്ങുക. പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട്. ഒരു അസുഖം വന്നു കഴിഞ്ഞിട്ട് ആ വൈറസ് പിന്നെ 8 വർഷം കഴിഞ്ഞ് റിലാപ്സ് ചെയ്ത് വീണ്ടും തിരിച്ചു വരുമ്പോൾ മാരകമായിട്ടാണ് വരിക. അതുകൊണ്ട് കോവിഡ് കാലത്ത് സംഭവിച്ചത് വീണ്ടും സംഭവിക്കാൻ സാധ്യത 2028-ലുണ്ട്. അതുകൊണ്ട് ഇപ്പോഴേ ഇതെല്ലാം കഴിച്ചുകൊണ്ട് നമ്മളുടെ ഇമ്മ്യൂണിറ്റിയെ ബൂസ്റ്റപ്പ് ചെയ്ത് വെച്ചാൽ ഇറ്റ് വിൽ ബി വണ്ടർഫുൾ. ഓക്കെ, ഇത് നമ്മൾ ന്യൂട്രിചാർജ് എടുക്കുമ്പോൾ വിശദീകരിച്ച് പറയാമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ സ്കിൻ ഹെൽത്തിന് നല്ലതാണ്, റെസ്പിറേറ്ററി ഹെൽത്തിന് നല്ലതാണ്, ക്രോണിക് ഡിസീസിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നല്ലതാണ്. റൈറ്റ്, ഇതൊക്കെയാണ്. തുളസി എന്താ ചെയ്യുന്നത്? ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ ആണ്, ആന്റി സ്ട്രെസ് ആണ്, സമ്മർദ്ദം കുറയ്ക്കും. പിന്നെ നീം ബ്ലഡ് പ്യൂരിഫയർ ആണ്, അലോവേര ഡൈജഷന് നല്ലതാണ്, പിന്നെ മിന്റ് അതാണ് പുതിന ഉള്ളത്, അത് ആന്റി ഫ്ലാച്ചുലന്റ് ആണ്, ഗ്യാസ് ഉണ്ടാവില്ല, ഡൈജഷൻ നന്നാക്കും, ആന്റി സ്പാസ്മോഡിക് വയറുവേദന ഇല്ലാതെയാക്കും. അപ്പോൾ ന്യൂട്രിചാർജ് S5 വൺ ഓഫ് ഇറ്റ്സ് കൈൻഡ് പ്രൊഡക്റ്റ്. പിന്നെ ന്യൂട്രിചാർജ് വ്യൂ, കാണുന്നതെല്ലാം നല്ലതോളം കാണുന്നുണ്ടെങ്കിൽ വണ്ടർഫുൾ, കാണുന്നതെല്ലാം കാണുന്നില്ലെങ്കിൽ അതും വണ്ടർഫുൾ തന്നെ പറയേണ്ടി വരും. പക്ഷെ ഇതിനെല്ലാത്തിനും വണ്ടർഫുൾ ആണ് ന്യൂട്രിചാർജ് വ്യൂ. കാരണം ഏറ്റവും അധികം നമ്മൾ സമയം ഇപ്പോൾ ചെലവഴിക്കുന്നത് ഗാഡ്ജറ്റ്സിന്റെ മുന്നിലാണ്. ഓക്കെ, അതുകൊണ്ട് ബ്ലൂ റേസ് ഇല്ലാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ പോകണം. മൊബൈൽ ഫോണിന്റെ ഉപയോഗം, കമ്പ്യൂട്ടറിന്റെ ഉപയോഗം, ലൈറ്റ്സിന്റെ ഉപയോഗം എല്ലാം കുറയ്ക്കണം. പ്രത്യേകിച്ചിട്ട് LED ലൈറ്റ്സ്, ടെലിവിഷൻ സ്ക്രീൻ, ഇതെല്ലാം ഒഴിവാക്കണം. അപ്പൊ ഇതൊക്കെ കണ്ണിൽ കൂടുതൽ പോകുമ്പോൾ അത് കണ്ണിന് ഡാമേജ് ഉണ്ടാക്കുന്നു. ആ ഡാമേജിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ട് കണ്ണിന്റെ 2 വണ്ടർ ന്യൂട്രിയൻസുകൾ ചേർത്തുകൊണ്ട്, അതായത് സിയാസാക്തിൻ ആൻഡ് നമ്മളുടെ എന്തൊക്കെയാണ് ഇതിലുള്ളതെന്ന് നമുക്ക് അറിയുന്ന കാര്യമാണല്ലോ. ഡു ദാറ്റ്. ഓക്കെ, 4 മില്ലിഗ്രാം സിയാസാക്തിൻ, 20 മില്ലിഗ്രാം ല്യൂട്ടീൻ, 1 മില്ലിഗ്രാം മിസോസിയാസാക്തിൻ, വിറ്റമിൻ ഇ ആൻഡ് ബീറ്റ കാരോട്ടിൻ, ഇത് ചേർത്തുകൊണ്ടുണ്ടാക്കിയതാണ് ന്യൂട്രിചാർജ് വ്യൂ. ആൻഡ് ഇറ്റ് ഗിവ്സ് യു ഓവറോൾ ഐ ഹെൽത്ത്. കണ്ണിന് സമഗ്രമായിട്ടുള്ള ഒരു പരിഹാരം തരുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. തിമിര രോഗം പോലും ഇല്ലാതെയാക്കുന്നു എന്നുള്ള ഒരു റിസൾട്ടും കൂടി ഇത് തരുന്നുണ്ട്. ഇത് ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡോട് ഉണ്ടാക്കിയിരിക്കുന്ന ല്യൂട്ടമാക്സ് 2020 എന്നുള്ള ബ്രാൻഡിന്റെ പതിപ്പാണ്. അത് അമേരിക്കൻ ബ്രാൻഡാണ്. ആ അമേരിക്കൻ ബ്രാൻഡിന്റെ അതേ പതിപ്പാണ്. പക്ഷെ അതിലുള്ള ല്യൂട്ടിൻ ആൻഡ് സിയാസാക്തിനേക്കാളും കൂടുതലാണ് ഇതിലുള്ളത്. പക്ഷെ റേഷ്യോ റിമൈൻസ് 5:1. ആ കമ്പനിയാണ് നമുക്ക് ക്യാപ്സൂൾ ഉണ്ടാക്കാൻ വേണ്ടി സിക്കിമിൽ പ്ലാന്റ് ഉണ്ടാക്കി തന്നിരിക്കുന്നത്. അപ്പോൾ ആ പ്രൊഡക്റ്റ് ഇന്റർനാഷണലി അക്ലെയിംഡ് ആൻഡ് ക്ലിനിക്കലി പ്രൂവ് പ്രൊഡക്റ്റ് ആണ്. സോ ന്യൂട്രിചാർജ് വ്യൂ എല്ലാവരും കഴിക്കുക. ഒരു കയ്യിൽ മൊബൈൽ ഉണ്ടെങ്കിൽ മറു കയ്യിൽ ന്യൂട്രിചാർജ് വ്യൂ ഉണ്ടാകണം. ഇല്ലെങ്കിൽ നാളെ തൊട്ട് മൊബൈൽ കാണില്ല. ഓക്കെ, എല്ലാം കൂടി 23 പ്രൊഡക്റ്റുകൾ. ഈ 23 പ്രൊഡക്റ്റുകളിലെ ആദ്യത്തെ പ്രൊഡക്റ്റുകളൊക്കെ ലോഞ്ച് ചെയ്തത് 2011-12 കാലഘട്ടങ്ങളിലായിരുന്നു സുഹൃത്തുക്കളെ. ആ സമയത്ത് ഞങ്ങൾക്ക് 2013-14 വർഷം ലണ്ടനിൽ നിന്ന് നമുക്കൊരു അവാർഡ് കിട്ടി. അതാണ് ഏറ്റവും താഴെ കാണുന്നത്, ഇന്ത്യാസ് മോസ്റ്റ് പ്രോമിസിംഗ് ബ്രാൻഡ്. 2 വർഷം ലോഞ്ച് ചെയ്തായി 3-4 പ്രൊഡക്റ്റ് മാത്രമുള്ള സമയത്ത് ആരോഗ്യ രംഗം അല്ലെങ്കിൽ സർക്കാരുകൾ അല്ലെങ്കിൽ ഇന്റർനാഷണൽ ബോഡി പറഞ്ഞു, ഇന്ത്യയിൽ ഇനി വരാൻ പോകുന്ന കാലഘട്ടത്തിലെ ഏറ്റവും ഗംഭീരമായിട്ടുള്ള പ്രൊഡക്റ്റ് ആയിരിക്കും ഇതെന്ന്. ആ അവാർഡ് ലണ്ടനിൽ കിട്ടി. അതിനുശേഷം ആൾക്കാർ നമ്മളെ പ്രൊഡക്റ്റ് കഴിച്ചു തുടങ്ങി. അങ്ങനെയാകുമ്പോൾ 2015 ഏഷ്യയിലും GCCയിലും കൂടിയിട്ടുള്ള സ്ഥലം ആയിട്ടുള്ള നമ്മുടെ ദുബായിൽ നിന്ന് നമുക്ക് ഒരു അവാർഡ് കിട്ടി. എന്താണെന്നറിയോ? തുടക്കത്തിൽ പറഞ്ഞത് ഇന്ത്യാസ് മോസ്റ്റ് പ്രോമിസിംഗ് ബ്രാൻഡ് ആയിരുന്നു. പക്ഷെ പിന്നീട് പറഞ്ഞത് എന്താണെന്നറിയോ? വേൾഡ്സ് ഗ്രേറ്റസ്റ്റ് ബ്രാൻഡ് ന്യൂട്രിചാർജ്. ഇത് രണ്ടുമായപ്പോൾ ഗിന്നസ് വേൾഡ് റെക്കോർഡ് കിട്ടി 2015. ആ ഒരു വേദിയിൽ നേരിട്ട് കാണാനുള്ള സൗഭാഗ്യം കൂടി എനിക്ക് കിട്ടി എന്നുള്ളതാണ്. സോ എത്ര ന്യൂട്രീഷൻ സപ്ലിമെന്റ്സ് ഉണ്ടാക്കുന്ന കമ്പനികളുണ്ട്, പക്ഷേ ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ ന്യൂട്രിചാർജ്. ഈ 3 ഇന്റർനാഷണൽ അവാർഡുകൾ കിട്ടിയപ്പോൾ 2016 ഇന്ത്യൻ ഗവൺമെന്റ് നമുക്ക് അവാർഡ് തന്നു, എക്കണോമിക് ടൈംസിന്റെ ബെസ്റ്റ് ഹെൽത്ത് കെയർ ബ്രാൻഡ് ഓഫ് ഇന്ത്യ. ഇത്രയും നല്ല അവാർഡുകളൊക്കെ മേടിച്ച് അങ്ങനെ മുന്നേറിക്കൊണ്ടു പോകുന്ന ഒരു പ്രൊഡക്റ്റ് നമ്മളുടെ കയ്യിൽ ഉള്ളപ്പോൾ അത് കഴിക്കാൻ മടിക്കുകയും ഏതെങ്കിലും ഒരാൾ വന്ന് ഇതിനെ കുറ്റം പറയുമ്പോൾ അത് കേട്ടിരിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളുടെ ക്ഷമ അപാരം തന്നെ. വെറുതെ വിടാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ പറയാറ്, 23 പ്രൊഡക്റ്റ് ഞാൻ ലോഞ്ച് ചെയ്തുകൊണ്ട് എനിക്കെന്തോ ഇതിനെ മക്കളായിട്ടാണ് തോന്നുന്നു. 23 മക്കൾ. അപ്പോൾ ഇതിനെപ്പറ്റി ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ എനിക്ക് അവരെ മാന്താനാ തോന്നുന്നു. റൈറ്റ്, ഞാൻ വിട്ടുകൊടുക്കത്തില്ല. ഓക്കെ, സോ 23 പ്രൊഡക്റ്റുകൾ നിങ്ങളുടെ മുന്നിൽ ഞാൻ വീണ്ടും ഇന്ന് അവതരിപ്പിച്ചു. ഈ അവതരിപ്പിക്കുമ്പോൾ പല സമയത്തും നമ്മളുടെ നടുവിൽ ചില ഹിക്കപ്സുകളൊക്കെ വന്നു. ടെക്നോളജി കൊണ്ട് മഴ പെയ്തുകൊണ്ട് ലൈറ്റ് പോയി, അതുകൊണ്ട് എനിക്ക് വെള്ളം കുടിക്കാൻ പറ്റി, വാഷ്റൂമിലൊക്കെ പോകാൻ പറ്റി. അപ്പോൾ 23 പ്രൊഡക്റ്റ് പറയുമ്പോൾ ദൈവം തന്നെ വിചാരിക്കണം കുറച്ച് റെസ്റ്റൊക്കെ കൊടുക്കാം. പക്ഷെ എന്നാലും
നമ്മൾ ഒരു കാര്യം ആ 23 പ്രൊഡക്റ്റും ഇന്ന് വീണ്ടും ഇവിടെ പറഞ്ഞു. ഇത് മുഴുവൻ നിങ്ങൾ ഇന്ന് കേട്ടു. ഓരോ കാര്യങ്ങൾ എന്തിനു കൊടുക്കണം നിങ്ങൾ കേട്ടു. ഓരോ പ്രൊഡക്റ്റിലെ ഇൻഗ്രീഡിയൻസ് എന്താ നിങ്ങൾ കേട്ടു. ഇത് എവിടുന്ന് തുടങ്ങി എങ്ങനെ വന്നു എന്നെല്ലാം നിങ്ങൾ കേട്ടു. ഇതിന് അവാർഡ് കിട്ടിയത് നിങ്ങൾ കേട്ടു. നാളെ മുതൽ ഒരു മാറ്റം ഉണ്ടാവില്ലേ? ഹലോ, ഉണ്ടാവില്ലേ? So thank you very much for that. God bless you. Back to Guru sir.